എക്കോ ഉണ്ടെന്ന് പറയുന്നു. എക്കോ ഇല്ലാത്ത പ്രോബ്ലം ഉണ്ടോ? എക്കോ കേൾക്കുന്നുണ്ടോ? എക്കോ ഉണ്ട്. സെക്കൻഡ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പൊ നോക്കാം കേട്ടോ. അപ്പൊ എക്കോ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി എന്നാണ് നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന ടോപ്പിക്. എന്താണ് അല്ലെങ്കിൽ എപ്പോഴാണ് റിലേറ്റീവ് വെലോസിറ്റി എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ഉണ്ട്. അതായത് നമ്മൾ ഒരു ബോഡിയെ ഒബ്സർവ് ചെയ്യുമ്പോഴാണല്ലോ ഒരു ബോഡി മോഷൻ ആണ് പറയാം. അപ്പൊ ഒരു ബോഡി മോഷനിലാണോ മോഷനിലല്ലേ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി മൂവ് ചെയ്യുകയാണോ അല്ലയോ എന്ന് പറയാമെങ്കിൽ ഒബ്സർവർ ആവശ്യമാണ് അല്ലെ. അപ്പൊ ഒബ്സർവറുകൾ ഉണ്ടെങ്കിൽ ആ മോഷൻ പ്രസക്തം. ശരിക്കും അവിടെ കീ റോൾ പ്ലേ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒബ്സർവർ. ഒബ്സർവർ ഉണ്ടെങ്കിൽ അവിടെ മോഷൻ മറ്റൊരു ബോഡിക്ക് മോഷൻ പറയാം. അപ്പൊ ഈ ഒബ്സർവറും ആ ഒബ്സർവർ നോക്കുന്ന ബോഡി രണ്ട് ഒബ്സർവർ, അതായത് ഒരാളുടെ ബോഡിയാണ് ഒരാൾ ഒബ്സർവർ. ഒബ്സർവറും അയാൾ ഒബ്സർവ് ചെയ്യുന്ന ബോഡിയും രണ്ടുപേരും ടൈം മൂവ് ചെയ്യാൻ നമുക്ക് കോൺസെപ്റ്റ് റിലേറ്റീവ് വെലോസിറ്റി കോൺസെപ്റ്റ് ക്ലിയർ ആയോ? അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി കോൺസെപ്റ്റ് നമ്മൾ എപ്പോൾ എടുക്കുന്നത് ബോഡിയും അത് ഒബ്സർവ് ചെയ്യുന്ന ഒബ്സർവർ രണ്ടുപേരും മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ റിലേറ്റീവ് വെലോസിറ്റി റിലേറ്റീവ് വെലോസിറ്റിയുടെ ജനറൽ ഇക്വേഷൻ ആണ് സാർ പറഞ്ഞത്. റിലേറ്റീവ് വെലോസിറ്റിയുടെ ജനറൽ ഇക്വേഷൻ ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ the velocity of A, നമ്മൾ ആദ്യം ഒരു ബോഡി എടുക്കണം. velocity of A with respect to B, velocity of A with respect to B എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം അറിയുമ്പോൾ ഈ with respect to എഴുതി വെച്ചോ. നിങ്ങൾ എല്ലാ പ്രോബ്ലത്തിലും ശ്രദ്ധിച്ചോളാം, എല്ലാ പ്രോബ്ലത്തിലും ശ്രദ്ധിച്ചോളാം. with respect to ആണ് എങ്ങനെ എഴുതി വെച്ചാൽ അവനാണ് ഓപ്ഷൻ. അപ്പോൾ with respect to ആരാണ് ഓപ്ഷൻ. സോ ഇവിടെ with respect to B ആണ്. അപ്പോൾ B ആണ് ഒബ്സർവർ, A ആണ് ബോഡി ഒബ്ജക്റ്റ്. അപ്പൊ അപ്പൊ ശ്രദ്ധിച്ചോ, എന്ന് ആരാണോ പറയുന്നത് അവനാണ് ഒബ്സർവർ, അവനാണ് മറ്റേ ബോഡിയെ ഒബ്സർവ് ചെയ്യുന്നത്. സോ ഇവിടെ വെലോസിറ്റി ഓഫ് A with respect to B പറയുമ്പോൾ B is observer and B is observing A. ക്ലിയർ? അപ്പോൾ ഇത് റിലേറ്റീവ് വെലോസിറ്റി ആണ്. രണ്ടുപേരും ഇതിൽ മൂവ് ചെയ്യുന്നുണ്ട്, A മൂവ് ചെയ്യുന്നുണ്ട്, B മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ഇക്വേഷൻ BAB ഇതിനെ നമ്മൾ വെലോസിറ്റി ഓഫ് A with respect to B. So velocity of A with respect to B equal to VA minus V. Vector data VA minus V. So this all is the general equation. Vector VA minus vector V. അതായത് velocity of object vector minus velocity of observer. അപ്പോൾ എപ്പോഴും ഒബ്സർവറിന്റെ വെലോസിറ്റി മറ്റേ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയിൽ നിന്ന് മൈനസ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? എക്കോ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇപ്പോ എക്കോ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. യെസ്, ഓക്കെ. അപ്പോ നമ്മൾ ആ പ്രോബ്ലം കഴിഞ്ഞില്ലേ? അപ്പൊ എക്കോ ഒന്നുമില്ലല്ലോ. യെസ്, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ എക്കോ ഒന്നുമില്ല. അപ്പൊ നമുക്ക്
കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ എന്താ റിലേറ്റീവ് വെലോസിറ്റി ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഒബ്സർവറും ഒബ്ജക്റ്റും രണ്ടുപേരും മൂവ് ചെയ്യണം കേട്ടാ. രണ്ടുപേരും മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള കോൺസെപ്റ്റിന് ആവശ്യമുള്ളൂ. രണ്ടുപേരും മൂവ് ചെയ്യണം, ഒബ്സർവറും മൂവ് ചെയ്യണം, അതേപോലെ ഒബ്ജക്റ്റും എന്ത് ചെയ്യണം മക്കളെ, മൂവ് ചെയ്യണം. അതിന്റെ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. വെക്ടർ ഇക്വേഷൻ പറഞ്ഞ കേട്ടോ, വെക്ടർ ഇക്വേഷൻ പറഞ്ഞാണ് വെലോസിറ്റി ഓഫ് എ മൈനസ് ബി. ഈ വെലോസിറ്റി ഓഫ് ബി എന്ന് പറയുമ്പോൾ ബി ആണ് ഒബ്സർവർ. അപ്പൊ ആരാണോ ഒബ്സർവർ അവന്റെ വെലോസിറ്റി ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്ന് വെക്ടോറിക്കലി എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അതാണ് റിലേറ്റീവ് വെലോസിറ്റി. ഒറ്റ ഇക്വേഷൻ റിലേറ്റീവ് വെലോസിറ്റി, വെലോസിറ്റി ഓഫ് ഒബ്ജക്ട് മൈനസ് വെലോസിറ്റി ഓഫ് ഒബ്സർവർ, വെക്ടോറിക്കലി ഇടാം. അപ്പൊ ഇനി ഒബ്സർവർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒബ്സർവർ ആരാന്ന് മനസ്സിലാക്കുക. വിത്ത് റെസ്പെക്ട് എന്ന് പറയുന്നവൻ ഒബ്സർവറാ, വിത്ത് റെസ്പെക്ട് എന്ന് പറയുന്നവൻ ഒബ്സർവറാ കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് എന്ന് പറയുമ്പോൾ ആ വിത്ത് റെസ്പെക്ട് പറയുന്നവനാണ് ഒബ്സർവർ. അവന്റെ വെലോസിറ്റി മറ്റേവന്റെ വെലോസിറ്റി എന്ന് വെക്ടോറിക്കലി എന്താ ചെയ്യാ മക്കളെ, സബ്ട്രാക്ട് ചെയ്യുക. ക്ലിയർ ആയോ? ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി കോൺസെപ്റ്റ്. അപ്പൊ എപ്പോ യൂസ് ചെയ്യണം, രണ്ടുപേരും മൂവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യണം. എന്താ ഇക്വേഷൻ? വെലോസിറ്റി ഓഫ് ഒബ്ജക്ട് മൈനസ് വെലോസിറ്റി ഓഫ് ഒബ്സർവർ, വെക്ടോറിക്കലി. ഇപ്പൊ ഒരൊറ്റ ഇക്വേഷൻ ഉണ്ടോ, വെലോസിറ്റി ഓഫ് ഒബ്സർവർ മൈനസ് വെലോസിറ്റി ഓഫ് ഒബ്സർവർ, വെക്ടോറിക്കലി. ഇനി ഒബ്സർവർ ആരെയാണെന്ന് നമ്മൾ മനസ്സിലാവുക, ഒബ്സർവർ ആരാന്ന് മനസ്സിലാവുക. വിത്ത് റെസ്പെക്ട് ടു ആരാണോ പറയുന്നത് അവനാണ് ഒബ്സർവർ. മക്കളെ ഈ 3 പോയിന്റ് ഓർമ്മിച്ച് വെച്ചോ. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയില്ലേ? വേഗം വേഗം. യെസ് യെസ്. അപ്പൊ 3 പോയിന്റുകൾ ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. എപ്പോഴാണ് റിലേറ്റീവ് വെലോസിറ്റി യൂസ് ചെയ്യുക? റിലേറ്റീവ് വെലോസിറ്റി ഇക്വേഷൻ ഒബ്സർവറിന്റെ വെലോസിറ്റി മൈനസ് ചെയ്യണം ഒബ്ജക്റ്റിൽ നിന്ന്. ആര് ഒബ്സർവർ? വിത്ത് റെസ്പെക്ട് ടു പറയുന്നവനാണ് ഒബ്സർവർ. ഇനി നമ്മൾ നോക്കുക കുറച്ച് സ്പെഷ്യൽ കേസുകൾ പെട്ടെന്ന് പറയാം. എ എന്ന് പറയുന്ന ബോഡി ബി എ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്, ബി എന്ന് പറയുന്ന ബോഡി ബി ബി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്, ആൻഡ് ദേ ആർ ഇൻ സെയിം ഡയറക്ഷൻ. സോ വാട്ട് ഈസ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുമ്പോൾ മക്കളെ ശരിക്കും നമ്മൾ എഴുതുമ്പോൾ വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി കേട്ടോ, വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. സോ വെലോസിറ്റി ഓഫ് എ മൈനസ് വെലോസിറ്റി ഓഫ് ബി വെക്ടോറിക്കലി. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ദേ ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. മക്കളെ സെയിം ഡയറക്ഷനിലാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. വെക്ടർ സബ്ട്രാക്ഷനിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. സെയിം ഡയറക്ഷനിലുള്ള രണ്ട് വെക്ടറുകൾ വരുമ്പോ അവരെ സബ്ട്രാക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? അവരുടെ മാഗ്നിറ്റ്യൂഡുകൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അവരുടെ മാഗ്നിറ്റ്യൂഡുകൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി മക്കളെ? മൈനസ് ചെയ്താൽ മതി. അങ്ങനെയാണ് സെയിം ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്ന രണ്ട് ബോഡികളുടെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒരാളുടെ വെലോസിറ്റിയിൽ നിന്ന് മറ്റൊരാളുടെ വെലോസിറ്റി മൈനസ് ചെയ്യണം. ആരുടെ വെലോസിറ്റിയാ മൈനസ് ചെയ്യേണ്ടത്? ഒബ്സർവറിന്റെ വെലോസിറ്റി മൈനസ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ വെക്ടർ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ മക്കളെ? ബി എ മൈനസ് ബി ബി. ബി ബി ആണ് ഒബ്സർവർ. അപ്പൊ വി എ മൈനസ് വി ബി. ഇനി വെക്ടർ ഇക്വേഷൻ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താ? സെയിം ഡയറക്ഷനിലുള്ള രണ്ട് വെക്ടറുകളാണെങ്കിൽ അവരെ വെക്ടർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ വെറുതെ എന്ത് ചെയ്താൽ മതി? അവരുടെ മാഗ്നിറ്റ്യൂഡുകൾ തമ്മിൽ വെറുതെ സബ്ട്രാക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ രണ്ട് ബോഡികൾ സെയിം ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതാണ് അതിന്റെ ഇക്വേഷൻ. ക്ലിയർ? ഇനി എ എന്ന് പറയുന്ന ബോഡി വി എ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന ഒരു ബോഡി വി ബി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, ആൻഡ് ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമുക്ക് കാണുന്നുണ്ട് എ അങ്ങോട്ടാണ് പോകുന്നത്, ബി ഇങ്ങോട്ടാണ് വരുന്നത്. സോ എയും ബിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ്. സോ വാട്ട് ഈസ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി? ഒന്ന് പറഞ്ഞേ, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ഇതിൽ ആരാ ഒബ്സർവർ? ഇതിൽ ആരാണ് ഒബ്സർവർ? വേഗം പറയും മക്കളെ, ആരാ ഒബ്സർവർ? ബി ആണ്. കാരണം വിത്ത് റെസ്പെക്ട് ബി ആണ്. അപ്പൊ നമ്മൾ വെക്ടോറിക്കൽ എന്താ എഴുതുന്നത്? വി എ മൈനസ് വി ബി. കണ്ടോ? വെക്ടോറിക്കൽ എഴുതുമ്പോൾ മൈനസ് ആണ്. വെക്ടോറിക്കൽ എഴുതുമ്പോൾ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി മൈനസ് ഒബ്സർവറിന്റെ വെലോസിറ്റി. ബട്ട് ഇൻ ദിസ് കേസ് two vectors are in opposite direction. അല്ലെ? വി എ അങ്ങോട്ടാണ്, വി ബി ഇങ്ങോട്ടാണ്. രണ്ട് വെക്ടറുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഈ കേസിൽ രണ്ട് വെക്ടറുകളും ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വരുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? വെക്ടർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള രണ്ട് വെക്ടറുകൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അവരുടെ മാഗ്നിറ്റ്യൂഡുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. സോ റിലേറ്റീവ് വെലോസിറ്റി ഇൻ ദിസ് കേസ് ഈക്വൽ ടു വി എ പ്ലസ് വി ബി. അങ്ങനെയാണ് വരുന്നത്. നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുക ചെയ്യണം. നമ്മൾ എന്താ ചെയ്യണേ? സെയിം ഡയറക്ഷൻ വരുമ്പോൾ മൈനസ് ചെയ്യുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോൾ പ്ലസ് ചെയ്യുക. അതൊക്കെ നമ്മൾ പഠിച്ചേനെ. പക്ഷെ മക്കൾ അത് വരുന്നത് അതിന്റെ ആത്മാവ് ഇവിടെ കിടക്കണേ, അതിന്റെ സോൾ എവിടെ കിടക്കണേ? വെലോസിറ്റി റിലേറ്റീവ് വെലോസിറ്റി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി മൈനസ് ഒബ്സർവറുടെ വെലോസിറ്റി വെക്ടോറിക്കലി കേട്ടോ, വെക്ടോറിക്കലി. അതിന്റെ സബ് കണ്ടീഷൻസ് ആണ്. സെയിം ഡയറക്ഷൻ വരുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മൈനസ് ചെയ്യുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യുക? മാഗ്നിറ്റ്യൂഡ് പ്ലസ് ചെയ്യുക. അത് അതിന്റെ സബ് കണ്ടീഷൻസ് ആണ്. ക്ലിയർ ആയില്ലേ മക്കളെ? ഇസ് ദാറ്റ് ക്ലിയർ? യെസ്, ഓക്കെ. ഇനി എയും ബിയും നമുക്ക് വി എ എന്ന് പറഞ്ഞ വെലോസിറ്റി, വി ബി എന്ന് പറയുന്ന വെലോസിറ്റി, ആൻഡ് എ ആൻഡ് ബി ആർ മൂവ് പെർപെൻഡിക്കുലർ.
with each other. രണ്ടുപേരും perpendicular ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. So what is velocity of A with respect to B? Here the observer is B. So relative velocity general equation, it is VA minus VB. It is VA minus VB. B is the observer. Observer velocity vectorically subtract here. Vectorically subtract here. So it is VA minus VB. Is that clear? Yes. In 90 degree ആവുമ്പോൾ എന്താ പറയുക? 90 degree ആവുമ്പോൾ root of VA square plus VB square പഠിപ്പിച്ചിട്ടുണ്ട്. When two vectors are 90 degree, then their difference is equal to subtraction എന്ന് പറയുമ്പോൾ എന്താ പറയുക? root of VA square plus VB square ആണ്. അല്ലേ? അല്ലേ? yes. root of VA square plus VB square ആണ്. ഈ വാല്യൂന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ മക്കളെ. ഈ വാല്യൂന് പ്രത്യേകത എന്താ? root of VA square plus VB square നെ വേറെ എന്തോ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇതേ വാല്യൂ തന്നെയാണ് എവിടെ വരുന്നത്? root of VA square plus VB square എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ് എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോയി root of VA square plus VB square എന്ന് പറഞ്ഞ വാല്യൂ തന്നെയാണ് രണ്ട് വെക്ടറുകൾ അഡീഷൻ നടത്തുമ്പോഴും കാണാൻ സാധിക്കണം അല്ലെ. അഡീഷൻ നടത്തുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ഒരേ വാല്യൂ വരുന്നത്. അഡീഷൻ നടത്തുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ഒരേ വാല്യൂ വരുന്ന ആംഗിൾ നമ്മൾ പറഞ്ഞതാണ് 90 ഡിഗ്രി ആണ്. ഓക്കെ, യെസ്, പോട്ടെ. ഇനി രണ്ട് വെക്ടറുകൾ, ഇത് VA എന്ന് പറഞ്ഞ വെക്ടർ ആൻഡ് ദിസ് ഇസ് VB എന്ന് പറഞ്ഞ വെക്ടർ and makes an angle theta. So what is velocity of A with respect to B? What is velocity of A with respect to B? What is velocity of A with respect to B? VA minus VB vectorically. And what is the minus? Vector subtraction equation para root of VA square plus VB square minus 2VA VB cos theta is the relative velocity. So when two velocities are makes an angle theta, then the relative velocity equal root of VA square plus VB square minus 2VA VB cos theta. മക്കളെ ഈ ഇക്വേഷൻ വരുന്നത് VA minus VB യുടെ ഇക്വേഷൻ ആണ്. ക്ലിയർ ആയോ? അപ്പൊ റിലേറ്റീവ് വെലോസിറ്റിക്ക് ആകെ ഒറ്റ ഇക്വേഷൻ ഉള്ളൂ. വെലോസിറ്റി ഓഫ് ഒബ്ജക്ട് മൈനസ് വെലോസിറ്റി ഓഫ് എന്ത്? ഒബ്സർവർ. വെലോസിറ്റി ഓഫ് ഒബ്ജക്ട് മൈനസ് വെലോസിറ്റി ഓഫ് ഒബ്സർവർ ആണ് റിലേറ്റീവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. വെക്ടോറിക്കലി കേട്ടോ, സെയിം ഡയറക്ഷൻ വരുമ്പോൾ മൈനസ് ചെയ്യണം മാഗ്നിറ്റ്യൂഡ് വൈസ്. സെയിം ഡയറക്ഷൻ വരുമ്പോൾ മാഗ്നിറ്റ്യൂഡ് വൈസ് മൈനസ് ചെയ്യണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോൾ മാഗ്നിറ്റ്യൂഡ് വൈസ് പ്ലസ് ചെയ്യണം. 90 ഡിഗ്രി വരുമ്പോൾ മാഗ്നിറ്റ്യൂഡ് വൈസ് റൂട്ട് ഓഫ് VA സ്ക്വയർ പ്ലസ് VB സ്ക്വയർ എടുക്കണം. തീറ്റ ആംഗിൾ വരുമ്പോൾ റൂട്ട് ഓഫ് VA സ്ക്വയർ പ്ലസ് VB സ്ക്വയർ മൈനസ് 2VA VB cos തീറ്റ. അതാണ് റിലേറ്റീവ് വെലോസിറ്റി കേട്ടോ. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഭാഗം കൂടി നോക്കാം മക്കളെ. റെയിന്റെ പ്രോബ്ലം കേട്ടോ. റെയിൻ പ്രോബ്ലം ആരോ വേണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെയിന്റെ പ്രോബ്ലം ഒക്കെ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഫിസിക്സിൽ ഒന്നും പഠിക്കാനില്ല ഈ ഭാഗത്ത് റെയിന്റെ പ്രോബ്ലം വരുമ്പോ. ഒന്നും എല്ലാവരും കൂടെ നോക്കിയിരിക്കണം. ശ്രദ്ധിച്ചോളോ മക്കളെ. സാധാരണ റെയിൻ എവിടേക്ക് പെയ്യുന്നത്? താഴേക്കാണ് പെയ്യുക അല്ലെ. താഴേക്കാണ് റെയിൻ വരുന്നത്. വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് റെയിന്റെ വെലോസിറ്റി. സോ സാധാരണ കേസിൽ വെലോസിറ്റി ഓഫ് റെയിൻ എന്ന് പറയുന്നത് മക്കളെ താഴേക്കാണ് അല്ലെ. താഴേക്കാണ്. ഒരു മനുഷ്യന് എന്ത് ചെയ്യുന്നു? ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു മനുഷ്യന് ഹൊറിസോണ്ടൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? വണ്ടിയിൽ പോവുകയോ ഓടിപ്പോവുകയോ എന്തെങ്കിലും ചെയ്യുന്നു. സൈക്കിളിൽ പോവുകയോ അങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം. സൈക്കിളിൽ പോകുന്നു, അല്ലെങ്കിൽ വണ്ടിയിൽ പോകുന്നു, അല്ലെങ്കിൽ ഓടിപ്പോകുന്നു. ഹൊറിസോണ്ടൽ ആയിട്ട് ഓടിപ്പോകുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ മക്കളെ, വെലോസിറ്റി ഓഫ് റെയിൻ എവിടേക്കാ? നേരെ താഴേക്കാ. വെലോസിറ്റി ഓഫ് റെയിൻ നേരെ എവിടേക്കാണ് മക്കളെ? താഴേക്കാണ് കേട്ടോ. ഇയാളാണെങ്കിൽ എന്താ ചെയ്യണം? ഇയാൾ സൈഡിലേക്ക് മൂവ് ചെയ്യാണ്. ആരാണോ ഒബ്സർവർ? റെയിൻ ആണോ ഒബ്സർവർ? മാൻ ആണോ ഒബ്സർവർ? ഒന്ന് പറഞ്ഞേ. ആരാണ് ഒബ്സർവർ? മാൻ ആണോ റെയിൻ ആണോ? ആരാ ഒബ്സർവർ ആയിട്ട് ആക്ട് ചെയ്യുക? റെയിൻ ആണോ മാൻ ആണോ? യെസ്, മാൻ ആണോ ഒബ്സർവർ ആയിട്ട് ആക്ട് ചെയ്യുക. റെയിൻ ഒരിക്കലും ഒബ്സർവർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒബ്സർവർ ആയിട്ട് ആക്ട് ചെയ്യണം മാൻ ആണ്. ആ മാൻ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. മാൻ ആരെ ഒബ്സർവ് ചെയ്യണേ? റെയിനെ ഒബ്സർവ് ചെയ്യണേ. സോ ഒബ്ജക്ട് റെയിൻ ആണ്. ഒബ്ജക്ട് റെയിൻ ആണ്. റെയിനും എന്ത് ചെയ്യുന്നുണ്ട്? വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. മാൻ ഒബ്സർവർ ആയിട്ടുള്ള മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. സോ ബോത്ത് ദേ ആർ മൂവിങ്. അവർ രണ്ടുപേരും മൂവിങ്ങിലാണ്. അപ്പൊ ഏത് വെലോസിറ്റി എടുക്കണം? രണ്ടുപേരും മൂവിങ്ങിലാണെങ്കിൽ ഏത് വെലോസിറ്റി എടുക്കണം? പറഞ്ഞോ. രണ്ടുപേരും മൂവിങ്ങിലാണെങ്കിൽ ഏത് വെലോസിറ്റി എടുക്കണം? അയ്യോ, റിലേറ്റീവ് വെലോസിറ്റി എടുക്കണം കേട്ടോ. അപ്പൊ ആ മനുഷ്യന് ഫീൽ ചെയ്യുന്ന വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. ശ്രദ്ധിച്ചോളട്ടെ മക്കളെ. വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് റെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് മാൻ വെക്ടോറിക്കലി. അൺഫോർച്ചുനേറ്റ്ലി ദേ ആർ ഇൻ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓർ ദേ ആർ ഇൻ 90 ഡിഗ്രി അല്ലെ. അവർ രണ്ടുപേരും 90 ഡിഗ്രിയിലാണ്. സോ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറയുന്നത് മക്കളെ റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VM സ്ക്വയർ. റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VM സ്ക്വയർ ആണ് മനുഷ്യന് ഫീൽ ചെയ്യുന്ന റെയിനിന്റെ വെലോസിറ്റി. മനുഷ്യന് ഫീൽ ചെയ്യുന്ന റെയിനിന്റെ വെലോസിറ്റി
കേട്ടോ. അപ്പൊ നമ്മൾ ഓടിക്കൊണ്ട് മഴ നനയുകയാണെങ്കിൽ, മക്കളെ ശ്രദ്ധിച്ചോളോ, നമ്മൾ ഓടിക്കൊണ്ട്, സൈക്കിൾ ഓടിക്കൊണ്ട് അല്ലെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മൾ മഴ നനയുകയാണെങ്കിൽ നമ്മൾക്ക് മഴ പെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത്, നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് റെയിൻ സ്ക്വയർ പ്ലസ് വെലോസിറ്റി ഓഫ് മാൻ സ്ക്വയറിന്റെ സമ്മ് റൂട്ട്. ഇതാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന വെലോസിറ്റി. കേട്ടോ, ശ്രദ്ധിച്ചോളോ, നമുക്ക് ഫീൽ ചെയ്യുന്ന വെലോസിറ്റി അതാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ഏത് വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇത് തീരുമാനിക്കാൻ. കേട്ടോ, വെലോസിറ്റി ഓഫ് റെയിൻ ആണോ നിങ്ങളുടെ, വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ ആണോ നിങ്ങൾ നോക്കണം. വെലോസിറ്റി ഓഫ് റെയിൻ ആണെങ്കിൽ VR ആണ്. ഇനി വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ ആണെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് ഈ സാധനമാണ്. കേട്ടോ, അപ്പൊ ഈ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറയുമ്പോൾ മനുഷ്യന് ഫീൽ ചെയ്യുന്ന വെലോസിറ്റി. വെലോസിറ്റി ഓഫ് റെയിൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി റെയിൻ വീഴുന്ന വെലോസിറ്റി. ക്ലിയർ ആയില്ലേ? ഇതിന്റെ ഡയറക്ഷൻ നമ്മൾ നോക്കുമ്പോൾ വളരെ വിറ്റ് ആയിട്ടുള്ള സാധനം ഉണ്ട് മക്കളെ. ഡയറക്ഷൻ ഇങ്ങനെ ചെരിഞ്ഞിട്ടാ വരിക. സോ ഈ വൈറ്റ് കളറിൽ കാണുന്ന വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ, വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറയുന്നത് ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ്. ക്ലിയർ ആയോ? അപ്പോ മഴ നമ്മൾ തന്നെ നോക്കിയാൽ മതി. നമ്മൾ വണ്ടികളിലേക്ക് പോകുമ്പോൾ, നമ്മൾ ഓടിക്കൊണ്ടൊക്കെ പോകുമ്പോൾ മഴ ഇങ്ങനെ ചെരിഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യും. കേട്ടോ, ചെരിഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യും. ഈ പണ്ട് ചില ആൾക്കാർ കോട്ടൊക്കെ ഇടുന്ന കണ്ടുണ്ടാവും, റെയിൻ കോട്ട് ഇടുന്ന കണ്ടുണ്ടാവും. ഫ്രണ്ട് കണ്ടുള്ളൂ, ബാഗ് ഓപ്പൺ ആക്കി വെക്കും. ഈ ബാക്ക് ഭാഗം റെയിൻ കോട്ട് ഓപ്പൺ ആക്കി വെക്കുന്ന കുറെ ആൾക്കാരെ നമ്മൾ ഈ റോഡിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ വിചാരിക്കും ബാക്ക് നനയില്ലെന്ന്. ബാക്ക് ഭാഗം ഓപ്പൺ ആക്കി വെക്കും, അടക്കില്ല, ബാക്ക് നനയില്ലെന്ന് വിചാരിക്കും. അപ്പൊ അവർക്ക് ആൻസർ എന്താ, വണ്ടിയിൽ പോവാണെങ്കിൽ നനയില്ല. കാരണം എന്താ, വണ്ടിയിൽ അയാൾ ഓടിച്ചോട്ട് പോകുമ്പോൾ റെയിൻ എങ്ങനെ വീഴുണ്ടാവുക, ചെരിഞ്ഞിട്ടാണ് വീഴുണ്ടാവുക. അപ്പൊ ഇതാണ് അയാൾക്ക് ഫീൽ ചെയ്യുന്ന വെലോസിറ്റി. കേട്ടോ, അയാൾക്ക് ഫീൽ ചെയ്യുന്ന വെലോസിറ്റിയാണ് റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് എന്താ മക്കളെ, VM സ്ക്വയർ. കേട്ടോ, അപ്പൊ റെയിൻ എന്ത് ചെയ്യുന്നുണ്ടാവും, കുറച്ച് ആംഗിൾ ഒന്ന് ചെരിയുണ്ടാവും. കേട്ടോ, തീറ്റ ആംഗിൾ ഒന്ന് എന്ത് ചെയ്തു, ഒന്ന് ചെരിഞ്ഞിട്ടാണ് പെയ്യുന്നത്. കേട്ടോ, ചെരിഞ്ഞിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കേട്ടോ, ആ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ആ ആംഗിൾ ഫിസിക്സ് ഒന്നുമില്ല, ഓൺലി ട്രിഗണോമെട്രി. നിങ്ങൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുള്ള ഏത് റിലേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പൊ ടാൻ തീറ്റ യൂസ് ചെയ്യാം. ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് ആരാ, VM ആണ് പറഞ്ഞത്. സോ VM ബൈ അഡ്ജസ്റ്റ് സൈഡ് VR. ഇനി സൈൻ തീറ്റ ഈക്വൽ ടു മക്കളെ, സൈൻ തീറ്റ ആരാ, ഓപ്പോസിറ്റ് ആരാ, VM ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് പറയുമ്പോൾ നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റി. കേട്ടോ, ഇനി കോസ് തീറ്റ ആണ് ചോദിച്ചാൽ കോസ് തീറ്റ ഈക്വൽ ടു VR ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് VR ആണ്. അപ്പോ ഇതിനൊന്നും യാതൊരുവിധ ഇക്വേഷൻസ് ഓഫ് ഫിസിക്സ് എക്സ്ട്രാ ഒന്നും പഠിപ്പിക്കുന്നില്ല. ഫിസിക്സ് ആകെ കൂടി പഠിപ്പിച്ചുള്ള ഇക്വേഷൻ റിലേറ്റീവ് വെലോസിറ്റിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. 90 ഡിഗ്രി വരുമ്പോൾ റൂട്ട് ഓഫ് VM സ്ക്വയർ പ്ലസ് VR സ്ക്വയർ ആണ്. ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ സൈൻ കോസ് ടാൻ എന്ത് വേണമെങ്കിലും എടുത്ത് ചെയ്യാം. കേട്ടോ, ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ മക്കളെ? യെസ്. കേട്ടോ, അപ്പൊ മഴ ചെരിഞ്ഞു വീഴുന്ന ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോട്ടോ, അതിലൊന്നും നമ്മൾ എന്തിനാ ബൈഹാർട്ട് പഠിക്കണം അറിയോ? നമ്മൾ ഈ ബൈഹാർട്ട് പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. നമ്മൾ സൈൻ തീറ്റയുടെ ഇക്വേഷൻ പഠിച്ചു, നമുക്ക് അത് മാത്രമേ ചെയ്യാറുള്ളൂ, വേറെ സംഭവം ഒന്നും ചെയ്യാറില്ല. അപ്പൊ അതാ പറഞ്ഞേ, അവിടെ അങ്ങനെ യാതൊരുവിധ എന്തില്ല, റെസ്ട്രിക്ഷൻസും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ നമുക്ക് എടുക്കാം, സൈനോ കോസോ ടാനോ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട്. അതിന് VR വെലോസിറ്റി ഓഫ് റെയിൻ നേരെ താഴേക്കും, വെലോസിറ്റി ഓഫ് മാൻ ഹോറിസോണ്ടലും, ചെരിഞ്ഞു വീഴുന്ന വെലോസിറ്റി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാനും ആണ്. അതൊന്നും നോക്കി വെച്ചോളൂ. ക്ലിയർ? യെസ്. ഇനി ഒരു റിവറിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് മക്കളെ. ഒരു റിവറിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, റിവർ ക്രോസിംഗ് പ്രോബ്ലം എന്ന് വിളിക്കുക. കേട്ടോ, പെട്ടെന്ന് പറയാം, നമുക്ക് അതിനുള്ള സമയം നോക്കാം. ഒരു റിവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. റിവറിന്റെ വെലോസിറ്റി ഇങ്ങോട്ടാണ്, റൈറ്റ് സൈഡിലേക്കാണ് റിവർ ഫ്ലോ ചെയ്യുന്നത്. വെലോസിറ്റി ഓഫ് റിവർ VR. അപ്പൊ ഒരു റിവർ ഫ്ലോ ചെയ്യുന്നുണ്ട്. റിവർ ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. എ എന്ന് പറയുന്ന ബാങ്കിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾക്ക് നേരെ എന്ത് ചെയ്യണം മക്കളെ, ഓപ്പോസിറ്റ് ബാങ്ക് ആയിട്ടുള്ള ബിയിലേക്ക് എത്തണം. അയാൾക്ക് നേരെ ഓപ്പോസിറ്റ് ബാങ്ക് ആയിട്ടുള്ള ബിയിലേക്ക് എത്തണം. അതായത് റിവർ ഒന്ന് ക്രോസ് ചെയ്യണം, റിവർ ഒന്ന് മുറിച്ച് കിടക്കണം. എവിടേക്കാ, എയിൽ നിന്ന് എവിടേക്ക് കിടക്കണേ, അയാൾക്ക് ബിയിലേക്ക് കിടക്കണേ. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് കിടക്കാന്ന് പറയുമ്പോൾ അയാൾ പോകുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്തിലൂടെയാണ്. ശ്രദ്ധിച്ചോളൂട്ടാ. അപ്പൊ അയാള് ആ റിവർ ക്രോസ് ചെയ്യുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്തിലൂടെയാണ്. എന്തുകൊണ്ട് ആ പാത്തിന്റെ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് വിളിക്കണേ, അത് സ്ട്രെയിറ്റാ. കേട്ടോ, അപ്പൊ എയിൽ നിൽക്കുന്ന ആൾക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ബാങ്കിൽ എത്തണം. ജസ്റ്റ് ഓപ്പോസിറ്റ് ബാങ്കിൽ എത്തുന്ന പറയുമ്പോൾ എന്താ, സ്ട്രെയിറ്റ് ലൈനിലാണ് പോകേണ്ട വരിക. അപ്പൊ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന പറയുമ്പോൾ എന്താ മക്കളെ, ആ റിവർ ക്രോസ് ചെയ്യുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്തിലാണ്. അപ്പൊ രണ്ട് രീതിയിലാണ് ഈ പ്രോബ്ലം ചോദിക്കുക. എ മാൻ വിഷസ് ടു ക്രോസ് ദ റിവർ എന്ന് പറഞ്ഞിട്ട് എയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ബാങ്കിലേക്ക് എത്താൻ, ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുള്ള സമയം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഈ വാക്ക് യൂസ് ചെയ്യാം, ഷോർട്ടസ്റ്റ് പാത്ത്. മക്കളെ, ജസ്റ്റ് ഓപ്പോസിറ്റ് കിടക്കുന്ന പോയിന്റിലേക്ക് എത്താനുള്ളത് എന്ന് പറയുന്ന കേസും ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്ന കേസും സെയിം ആണ്. അപ്പൊ ഷോർട്ടസ്റ്റ് പാത്തിലൂടെ റിവർ ക്രോസ് ചെയ്യാന്ന് പറയുമ്പോൾ നേരെ റിവർ ക്രോസ് ചെയ്യാം. നേരെ റിവർ ക്രോസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് പോയിന്റിൽ എത്തും. ക്ലിയർ? അപ്പൊ ഈ രണ്ട് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ജസ്റ്റ് ഓപ്പോസിറ്റ് പോയിന്റിലേക്ക് എത്താനുള്ള കണ്ടീഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടീഷൻ ചോദിക്കാം. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ, ശ്രദ്ധിച്ചോളാം. അപ്പൊ ഷോർട്ടസ്റ്റ് പാത്തിലേക്ക് എത്തണം മക്കളെ. അങ്ങനെ എത്തണമെങ്കിൽ അയാൾ ഇങ്ങനെ ചെരിഞ്ഞ് നീന്തണം.
ശ്രദ്ധിക്കട്ടോ, അയാൾ ഇങ്ങനെ ചെരിഞ്ഞ് നീന്തേണ്ടി വരും. അപ്പൊ നേരെ പോകണമെങ്കിൽ അയാൾ ചെരിഞ്ഞ് നീന്തണം. എന്തുകൊണ്ടാണ് ചെരിഞ്ഞ് നീന്തണം അറിയോ? അയാൾ ഇങ്ങനെ ചെരിഞ്ഞ് നീന്തിയാലാണ്, നോക്കട്ടെ മക്കളെ, അയാൾ ഇങ്ങനെ ചെരിഞ്ഞ് നീന്തിയാണ് റിവറിന്റെ ഒഴുക്കുണ്ട് അല്ലെ, റിവർ എവിടേക്കാ ഒഴുക്കണത്? ഈ സൈഡിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കണേ. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ചെരിഞ്ഞ് നീന്തിയാണ് റിവറിന്റെ ഒഴുക്കും കൂടി വരുമ്പോ രണ്ടുപേരുടെ ഇഫക്റ്റും വരുമ്പോ, അതായത് അയാളുടെ നീന്തണതിന്റെ ചെരിഞ്ഞ ഇഫക്റ്റും മക്കളെ, അയാൾ ഇങ്ങനെ ചെരിഞ്ഞാൽ പോണ റിവർ എടുത്തല്ല ചെയ്യണേ അല്ലെ. നമുക്ക് റിവറിൽ നീന്തിയവർക്കൊക്കെ അറിയാം, റിവർ നീന്തുമ്പോൾ എന്താ സംഭവിക്കുക? അതിങ്ങനെ തള്ളി കൊടുക്കും. അപ്പോ റിവറിൽ എന്ത് ചെയ്യുമ്പോൾ, നമ്മൾ ഫ്ലോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നീന്തുമ്പോൾ അയാൾ ചെരിഞ്ഞ് നീന്തുന്നു. ഈ ശരിക്കും അയാൾ ചെരിഞ്ഞാണ് നീന്തുന്നത്, VM, വെലോസിറ്റി ഓഫ് മാൻ, ചെരിഞ്ഞിട്ടാണ് നീന്തുന്നത്. പക്ഷെ ചെരിഞ്ഞ് നീന്തുന്നതിന്റെ ഒപ്പം തന്നെ റിവറിന്റെ ഒരു സൈഡിലേക്കുള്ള ഒരു പുഷും കാരണം കൊണ്ട് അയാൾ പോകുന്ന പാത്ത് ഇതാണ്. ശ്രദ്ധിച്ചോളൂട്ടോ, അയാൾ പോകുന്ന പാത്ത് ഇതാണ്. അപ്പൊ നമ്മള് പുറത്തു നിന്ന് ഒരു ബ്രിഡ്ജ് ഉണ്ടെന്ന് വിചാരിക്കാം, അവിടെ ബ്രിഡ്ജ് ഉള്ളപ്പോ എന്തിനാണ് നീന്തി പോകാന്ന് ചോദിക്കരുത് കേട്ടോ. അതേപോലെ ചോദ്യങ്ങളൊന്നും ഇവിടെ പ്രസക്തിയില്ല. അപ്പൊ നമ്മളൊരു ബ്രിഡ്ജ് ഉണ്ട്, അപ്പൊ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ മക്കളെ, നമുക്ക് ഫീൽ ചെയ്യുന്നത് അയാൾ നേരെ പോകുന്നതായിട്ടാണ് ഫീൽ ചെയ്യുക. നമുക്ക് ഫീൽ ചെയ്യുന്നത് അയാൾ നേരെ പോകുന്നതായിട്ട് ഫീൽ ചെയ്യാം. കാരണം എന്താണെന്നറിയോ? നമുക്ക് ഫീൽ ചെയ്യുന്നത് അയാളുടെ വെലോസിറ്റിയുടെ കൂടെ ആരുടെ വെലോസിറ്റി കൂടി വരുന്നുണ്ട് മക്കളെ, റിവറിന്റെ വെലോസിറ്റിയുടെ ഇഫക്റ്റ് കൂടി വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അയാൾ നേരെ പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അയാൾക്കറിയാം അയാൾ എങ്ങനെ നീന്തണേ, അയാൾ ഇങ്ങനെ ചെരിഞ്ഞിട്ട് നീന്തണം അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം കേട്ടോ. അപ്പൊ അയാൾക്ക് മാത്രമേ അറിയുള്ളൂ അയാൾ ചെരിഞ്ഞാണ് നീന്തണെന്ന്. പക്ഷെ നമുക്ക് തോന്നുമ്പോൾ എന്താ ചെയ്യുന്നത്? നമുക്ക് അയാൾ നേരെ പോകുന്നതായിട്ട് ഫീൽ ചെയ്യുള്ളൂ. കാരണം എന്താ? നമുക്ക് നമ്മൾ നോക്കുമ്പോൾ അയാളും മൂവ് ചെയ്യുന്നുണ്ട്, റിവറും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ടുപേരും ഒരു കമ്പൈൻഡ് ഇഫക്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾക്ക് നോക്കുമ്പോൾ എന്താ? അയാൾ നേരെയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ വിചാരം വരും, അയ്യോ അയാൾ നേരെ ആയിരിക്കും നീന്തുണ്ടാവാട്ടാ, നേരെ ആയിരിക്കും നീന്തി പോകണ്ടാവെന്ന് വിചാരിക്കരുത്. അയാൾ ചെരിഞ്ഞിട്ടാണ് നീന്തണേ, അത് അയാളോട് ചോദിക്കണം കേട്ടോ. അപ്പൊ വെലോസിറ്റി ഓഫ് മാൻ ഇതാണ് അയാൾ ശരിക്കും പോകുന്ന പാത്ത് മക്കളെ. അയാൾ ശരിക്കും ആ റിവർ ക്രോസ് ചെയ്യുന്ന പാത്ത് ഇതാണ്. ഈ വെലോസിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വെലോസിറ്റി ഓഫ് മാൻ സ്ക്വയർ. ഇതല്ല ഹൈപ്പോന്യൂസ്, ഇതാണ് വെലോസിറ്റി ഓഫ് റിവർ. അപ്പൊ വെലോസിറ്റി ഓഫ് മാൻ സ്ക്വയർ മൈനസ് വെലോസിറ്റി ഓഫ് റിവർ സ്ക്വയർ, ഇതാണ് ഈ വെലോസിറ്റി കേട്ടോ. അപ്പൊ ഒരാള് ഷോർട്ടസ്റ്റ് പാത്തിലൂടെ സ്ട്രെയിറ്റ് ആയിട്ട് റിവർ ക്രോസ് ചെയ്യണമെങ്കിൽ അയാൾ ചെരിഞ്ഞ് നീന്തണം. ആ ചെരിഞ്ഞ് നീന്തുന്ന ആംഗിൾ സപ്പോസ് തീറ്റ എന്ന് വിചാരിക്കാം മക്കളെ. തീറ്റ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ ഈ പണി രാജിവെച്ച് പോകണം. എന്നിട്ട് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം മക്കളെ? സൈൻ തീറ്റ യൂസ് ചെയ്യാം. സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് ആരാ? ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വെലോസിറ്റി ആരാ? വെലോസിറ്റി ഓഫ് റിവർ ബൈ ഹൈപ്പോന്യൂസ് ആരാ? വെലോസിറ്റി ഓഫ് മാൻ. Is it clear? അപ്പൊ സൈൻ തീറ്റ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തീറ്റ കണ്ടുപിടിക്കാം. ഇനി ടാൻ തീറ്റ വേണമെന്ന് നിങ്ങൾ ടാൻ തീറ്റ പറഞ്ഞു. ടാൻ തീറ്റ ഈക്വൽ ടു വെലോസിറ്റി ഓഫ് റിവർ ബൈ ഈ വെലോസിറ്റി, നേരെ പോകുന്ന വെലോസിറ്റി, അത് എത്രയാ? റൂട്ട് ഓഫ് VM സ്ക്വയർ മൈനസ് VR സ്ക്വയർ. ക്ലിയർ ആയോ? അപ്പോ പറഞ്ഞ് ശ്രദ്ധിക്കണം, ഒരാൾ റിവർ ഓപ്പോസിറ്റ് ബാങ്കിലേക്ക് ഷോർട്ടസ്റ്റ് പാത്തിലൂടെ ക്രോസ് ചെയ്യണമെങ്കിൽ അയാൾ മക്കളെ എന്ത് ചെയ്യണം? ചെരിഞ്ഞ് പോകണം. അപ്പൊ അയാൾ ചെരിഞ്ഞ് പോകുന്ന വെലോസിറ്റിയാണ് വെലോസിറ്റി ഓഫ് മാൻ. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നത്, പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഫീൽ ചെയ്യുന്നത് അയാൾ നേരെ പോകുന്നതാണ്. അതെന്തുകൊണ്ട് നേരെ പോകുന്ന ഫീൽ ചെയ്യണേ? അയാളുടെ വെലോസിറ്റിയും റിവറിന്റെ വെലോസിറ്റിയും കൂടിയിട്ടുള്ള ഇഫക്റ്റ് കൂടി ചേർന്നിട്ട് അയാൾ നേരെ പോകുന്നതായിട്ട് ഫീൽ ചെയ്യുള്ളൂ. ആ നേരെ പോകുന്ന വെലോസിറ്റി എന്താ മക്കളെ? പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കുക. റൂട്ട് ഓഫ് VM സ്ക്വയർ മൈനസ് VR സ്ക്വയർ. എത്ര സമയം എടുക്കും ഈ റിവർ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ? ടൈം ടേക്കൺ ടു ക്രോസ് റിവർ. എത്ര സമയം എടുക്കും ഈ റിവർ ഇങ്ങനെ ക്രോസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഒന്നുമില്ല. സമയം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. ടൈം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ് അല്ലെ. അപ്പൊ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയാണ്. അപ്പൊ ടൈം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. സോ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് നമുക്ക് വിടുത്തുനിന്ന് എടുക്കാം. വെലോസിറ്റി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് VM സ്ക്വയർ മൈനസ് VR സ്ക്വയർ. അതെന്തുകൊണ്ടാ? ഇതാണ് റിവറിന്റെ വിടുത്ത് കേട്ടോ, ഇതാണ് റിവറിന്റെ വിടുത്ത്. നേരെ പോകുന്ന വെലോസിറ്റി എത്ര നമ്മൾ പറഞ്ഞ? റൂട്ട് ഓഫ് VM സ്ക്വയർ മൈനസ് VR സ്ക്വയർ എന്നാണ് നേരെ പോകുന്ന വെലോസിറ്റി. അപ്പൊ നമ്മൾ ടൈം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണ്ടേ? ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണം. ഡിസ്റ്റൻസ് നമ്മൾ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് എടുക്കും. കണ്ട, ഇതാണ് സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ്, വിടുത്ത് ഓഫ് ദ റിവർ. അപ്പൊ ഡിസ്റ്റൻസ് നമ്മൾ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വെലോസിറ്റിയും സ്ട്രേറ്റ് ലൈൻ വെലോസിറ്റി ആയിരിക്കണം. സ്ട്രേറ്റ് ലൈൻ വെലോസിറ്റി എത്രയാണ് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്? റൂട്ട് ഓഫ് VM സ്ക്വയർ മൈനസ് VR സ്ക്വയർ കേട്ടോ. ഇതാണ് ഒരു റിവറിനെ ഷോർട്ടസ്റ്റ് പാത്തിലൂടെ ക്രോസ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഷോർട്ടസ്റ്റ് പാത്തിലൂടെ ക്രോസ് ചെയ്യാൻ കുറച്ച് ആംഗിൾ എന്ത് ചെയ്യണം മക്കളെ? ചെരിഞ്ഞ് പോകണം കേട്ടോ. കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ, ഡൗട്ടുകളൊന്നുമില്ലല്ലോ. ജസ്റ്റ് ട്രിഗണോമെട്രി ആണ്, വേറെ ഒന്നും ഇല്ലേ? ഡൗട്ട് ഉണ്ടോ? യെസ്. ഇനി ക്രോസിംഗ് ദ റിവർ ഇൻ ഷോർട്ടസ്റ്റ് ടൈം. മറ്റേത് ഷോർട്ടസ്റ്റ് പാത്തായിരുന്നു മക്കളെ, ഇത് ഷോർട്ടസ്റ്റ് ടൈം.
അതായത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് റിവർ ക്രോസ് ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് റിവർ ക്രോസ് ചെയ്യണം അങ്ങനെയും ചോദിക്കാം കേട്ടോ. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നേരത്തെ എന്തായിരുന്നു ഷോർട്ടസ്റ്റ് പാത്ത് ആയിരുന്നു, ഏറ്റവും കുറഞ്ഞ വഴിയായിരുന്നു. ഇപ്പൊ പറയുന്നത് എന്താ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഷോർട്ടസ്റ്റ് ടൈം കൊണ്ട് റിവർ ക്രോസ് ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യണ്ട, അയാൾ നേരെ ഇങ്ങനെ എടുത്ത് നീന്തുക. സോ അയാള് ഒരു ഇതുപോലും ചെരിഞ്ഞ് നീന്തിരുന്ന മക്കളെ അയാൾ എന്ത് ചെയ്യാം, നേരെ നീന്തിപ്പോക്കോ. നേരെ അയാൾ നീന്തിപ്പോയി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ അയാൾക്ക് ക്രോസ് ചെയ്യാം. അതായത് ഏറ്റവും കുറവ് സമയം കൊണ്ട് ഷോർട്ടസ്റ്റ് ടൈം കൊണ്ട് അയാൾക്ക് ക്രോസ് ചെയ്യാം. അപ്പൊ ഷോർട്ടസ്റ്റ് ടൈം കൊണ്ട് റിവർ ക്രോസ് ചെയ്യണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം മക്കൾ, നേരെ നീന്തി പോകണം. അതാണ് വെലോസിറ്റി ഓഫ് മാൻ, നേരെ വരച്ചു. പക്ഷെ അയാൾ നേരെ നീന്തുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ റിവറിന് ഇങ്ങോട്ടൊരു സൈഡിലേക്ക് ഒരു വലിവുണ്ട് അല്ലെ, റിവർ സൈഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുക്കുണ്ട് അല്ലെ, റിവറിന് ഒരു ഒഴുക്ക് സൈഡിലോട്ടുണ്ട്. അയാൾ നേരെ എന്ത് ചെയ്യുന്നേ, പക്ഷെ എന്ത് സംഭവിക്കും, ഈ റിവറിന്റെ ഇഫക്റ്റ് കൂടി വരാനോട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ ഇങ്ങനെ ചെരിഞ്ഞിട്ടാ പോവാ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് റിവറിന് പുറത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് മക്കളെ നമ്മളെ സംബന്ധിച്ച് അയാളുടെ വെലോസിറ്റി ഇത് ഇങ്ങനെ പോകുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അയാൾ ഇങ്ങനെയാണ് പോവാ, പക്ഷെ അയാൾക്കറിയാം അയാൾ ചെരിഞ്ഞിട്ടല്ല നീന്തുന്നത്, അയാൾ പരമാവധി എന്താ ചെയ്യുന്നത്, നേരെയാണ് നീന്തുന്നത്, അയാൾ നേരെയാണ് സ്വിം ചെയ്യണത്, നേരെയാണ് നീന്തി പോകുന്നത്. പക്ഷെ റിവർ സൈഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്യണ കാരണം കൊണ്ട് അയാൾ ശരിക്കും ഇങ്ങനെയാണ് പോവുക. ഈ വെലോസിറ്റി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എം സ്ക്വയർ, പൈതഗോറസ് തിയറം മാൻ, വളരെ സിമ്പിൾ ആണ് പൈതഗോറസ് തിയറം. ഇനി വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ടു ക്രോസ് റിവർ? റിവറിനെ ക്രോസ് ചെയ്യാൻ വേണ്ട സമയം എത്രയാ മക്കളെ? റിവറിനെ ക്രോസ് ചെയ്യാൻ വേണ്ട സമയം, ടൈമിന്റെ ഇക്വേഷൻ എന്താ, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അല്ലെ, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഏത് ഡിസ്റ്റൻസ് നമ്മൾ എടുക്കണേ, വിഡ്ത്ത്. മക്കളെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഏത് ഡിസ്റ്റൻസ് ആ, കറക്റ്റ് സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആ. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന ഡിസ്റ്റൻസ് സ്ട്രേറ്റ് ലൈൻ ആണ്, നമ്മളിവിടെ എടുക്കുന്ന ഡിസ്റ്റൻസ് സ്ട്രേറ്റ് ലൈൻ ആണ്, വിഡ്ത്ത് എടുത്തു. അപ്പൊ നമ്മൾ എടുക്കേണ്ട വെലോസിറ്റി എന്തായിരിക്കണം, സ്ട്രേറ്റ് ലൈൻ വെലോസിറ്റി ആയിരിക്കണം. ആരാ സ്ട്രേറ്റ് ലൈൻ വെലോസിറ്റി, ഇതാണോ ഇതാണോ മക്കളെ? വി എം ആണോ റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എം സ്ക്വയർ ആണോ സ്ട്രേറ്റ് ലൈൻ വെലോസിറ്റി? ഏതാ സ്ട്രേറ്റ് ലൈൻ വെലോസിറ്റി? Is that Vm or root of Vr square plus V? Vm ആണ് straight line velocity. So നമ്മൾ Vm എന്ന് എഴുതി കണ്ടോ. അപ്പൊ ടൈം ടേക്കൺ ടു ക്രോസ് റിവർ, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഡിസ്റ്റൻസ് സ്ട്രേറ്റ് എടുത്തു, വിഡ്ത്ത് എടുത്തെങ്കിൽ വെലോസിറ്റി സ്ട്രേറ്റ് എടുക്കണം. യൂസ് കോമൺ സെൻസ്, ഇറ്റ് ഈസ് സിംപ്ലി കോമൺ സെൻസ് കേട്ടോ. അതാണ് റിവർ ക്രോസിംഗ് പ്രോബ്ലം. അപ്പൊ ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം റിവർ ക്രോസ് ചെയ്യാൻ. അപ്പൊ ഷോർട്ടസ്റ്റ് ടൈമിൽ റിവർ ക്രോസ് ചെയ്യാൻ ചെരിഞ്ഞ് നീന്തണോ? ചോദ്യം, ഷോർട്ടസ്റ്റ് ടൈമിൽ റിവർ ക്രോസ് ചെയ്യാൻ ചെരിഞ്ഞ് നീന്തണോ? വേണ്ട, നേരെ നീന്തിയാൽ മതി. ഷോർട്ടസ്റ്റ് പാത്തില് റിവർ ക്രോസ് ചെയ്യാൻ എന്ത് ചെയ്യണം മക്കളെ? ഷോർട്ടസ്റ്റ് പാത്തില് റിവർ ക്രോസ് ചെയ്യാൻ ശരിയാം. ഓക്കെ, യെസ്, അത്രയോ കാര്യങ്ങളുള്ളൂ കേട്ടോ. ഇനി ടൈം ടേക്കൺ ടു ക്രോസ് ദ ബ്രിഡ്ജ് ബൈ എ ട്രെയിൻ. ഒരു ട്രെയിൻ ഒരു പാലം കടക്കാൻ വേണ്ട സമയം ചോദിക്കാം. ഒരു ട്രെയിൻ ഒരു പാലം കടക്കാൻ വേണ്ട സമയം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ടൈം ഈക്വൽ ടു, ശ്രദ്ധിച്ചോളൂട്ടാ, ടൈം ഈക്വൽ ടു എൽ പ്ലസ് എൽ ഡിവൈഡ് ബൈ വി കേട്ടോ. ഒരു ട്രെയിൻ പാലം കടക്കാനുള്ള സമയം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ട്രെയിൻ പാലം കടക്കാനുള്ള സമയം ചോദിച്ചു കഴിഞ്ഞാൽ എൽ പ്ലസ് എൽ ബൈ വി. അതിൽ എൽ എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ട്രെയിൻ, സ്മോളർ എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ബ്രിഡ്ജ്. അപ്പൊ ഒരു പാലം കടക്കാനുള്ള സമയമൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ, ടൈം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ലെങ്ത് ഓഫ് ട്രെയിൻ എടുക്കണം, ലെങ്ത് ഓഫ് പാലം എടുക്കണം. അപ്പൊ രണ്ടിന്റെയും ലെങ്ത് കൂട്ടുക ബൈ വെലോസിറ്റി ഇതാണ് ഒരു പാലം കടക്കാനുള്ള സമയം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ ഒരു ട്രെയിൻ എടുക്കുന്ന സമയം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിന്റെയും ലെങ്ത് കൂട്ടുക ബൈ വെലോസിറ്റി ചെയ്യാം. ക്ലിയർ? ഇനി രണ്ട് ട്രെയിനുകളും ഓവർടേക്ക് ചെയ്യാനുള്ള വെലോസിറ്റി, അങ്ങനെ സമയം അതൊക്കെ ചോദിക്കും. രണ്ട് ട്രെയിനുകൾ ഓവർടേക്ക് ചെയ്യണത്, ഒരു ട്രെയിൻ പോകുന്നു വി എ, ഇതിന്റെ ലെങ്ത് എൽ എ, മറ്റൊരു ട്രെയിൻ വരുന്നു മക്കളെ വി ബി, അതിന്റെ ലെങ്ത് എൽ ബി. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ടു ക്രോസ് ദ ട്രെയിൻ? ട്രെയിൻ ക്രോസ് ചെയ്യാനുള്ള സമയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ട്രെയിൻ ക്രോസ് ചെയ്യാനുള്ള സമയം നോക്കട്ടാ. ട്രെയിൻ ക്രോസ് ചെയ്യാനുള്ള സമയം ചോദിച്ചു കഴിഞ്ഞാൽ സമയത്തിന്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. ടൈമിന്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. എത്ര ഡിസ്റ്റൻസ് എടുക്കേണ്ടി വരും? രണ്ട് ട്രെയിനും ക്രോസ് ചെയ്യണം. അപ്പൊ രണ്ട് ട്രെയിനും ക്രോസ് ചെയ്യണമെങ്കിൽ രണ്ട് ട്രെയിനിന്റെ ലെങ്ത് കൂട്ടണം. നമ്മൾ നേരത്തെ പാലത്തിന്റെ ട്രെയിനിന്റെ ലെങ്ത് കൂട്ടിയ പോലെ ഇവിടെ ലെങ്ത് ഓഫ് ട്രെയിൻ എയും ലെങ്ത് ഓഫ് ട്രെയിൻ ബി എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം ബൈ വെലോസിറ്റി. മക്കളെ വെലോസിറ്റി ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ രണ്ട് ട്രെയിനുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനോടാ അല്ലെ? വി എയും വി ബിയും ഓപ്പോസിറ്റ് ഡയറക്ഷനോടാ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോ ഏത് വെലോസിറ്റി വരും? റിലേറ്റീവ് വെലോസിറ്റി വരും. കാരണം രണ്ട് ട്രെയിനും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ട് ട്രെയിനും മൂവ് ചെയ്യുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി വരും. ആൻഡ് ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ മക്കളെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം മക്കളെ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് വി എ പ്ലസ് വി ബി. ഇതാണ് ടൈം ടേക്കൺ ടു ക്രോസ് ദ ടു ട്രെയിൻസ്. അപ്പൊ രണ്ട് ട്രെയിനുകൾ ക്രോസ് ചെയ്യാനുള്ള സമയം ചോദിച്ചാൽ രണ്ട് ട്രെയിനിന്റെ ലെങ്ത് ഡിവൈഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി. ക്ലിയർ ആയോ?
Is that clear? Yes, okay. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഏതെടുക്കണ്ടേ? യെസ്, സർക്കുലർ മോഷൻ നമുക്ക് ചെയ്യണോ അതോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? സർക്കുലർ മോഷൻ ചെയ്യണോ? മക്കളെ സർക്കുലർ മോഷൻ ചെയ്യണോ? ഓ, ഓക്കെ ഓക്കെ. എല്ലാം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടാ. യെസ്, ഓക്കെ, കുഴപ്പമില്ല. പ്രോബ്ലംസ് ചെയ്ത് നോക്കിയില്ലേ നിങ്ങൾ? യൂണിറ്റ് 3-ലെ മോഷനെ പ്ലെയിനിലെ പ്രോബ്ലംസ് ചെയ്ത് നോക്കിയില്ലേ? നമ്മൾ പറഞ്ഞ കുറെ പ്രോബ്ലംസ് അവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് നോക്കിയില്ലേ? എയറോപ്ലെയിന്റെ പ്രോബ്ലം, ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം, റേഞ്ചും മാക്സിമം ആയിട്ട് നമ്മളുള്ള പ്രോബ്ലം, അങ്ങനെ കുറെ പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെ വന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കില്ലേ? യെസ്, ഓക്കെ, ചെയ്ത് നോക്കിയോളൂ കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് സർക്കുലർ മോഷൻ പെട്ടെന്ന് പറയാം. സർക്കുലർ മോഷൻ നമുക്ക് ആവശ്യമുള്ള ബേസിക് സർക്കുലർ മോഷൻ പറയണേ. വെർട്ടിക്കൽ സർക്കുലർ മോഷൻ നമുക്ക് വർക്ക് പവർ എനർജി എടുക്കുമ്പോൾ പറയാം കേട്ടോ. വെർട്ടിക്കൽ സർക്കുലർ മോഷൻ വർക്ക് പവർ എനർജി എടുക്കുമ്പോൾ പറയാം. അപ്പൊ നമുക്ക് വേണ്ടത് വെറും സാധാ സർക്കുലർ മോഷൻ. എന്താ മക്കളെ സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ? ഒബ്ജക്ട് ഈസ് മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത് അല്ലെ? ഒരു ഒബ്ജക്ട് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നതാണ് സർക്കുലർ മോഷൻ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ആർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഒരു ഒബ്ജക്ട് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നതാണ് മക്കളെ എന്ത്? നമ്മുടെ സർക്കുലർ മോഷൻ. നമ്മൾ ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് മക്കളെ യൂണിഫോം സർക്കുലർ മോഷൻ. തുടക്കത്തിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. മക്കളെ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ സ്പീഡ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. സ്പീഡ് കോൺസ്റ്റന്റ് ആയ സർക്കുലർ മോഷൻ, റേഡിയസും കോൺസ്റ്റന്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കണ്ട, റേഡിയസ് കോൺസ്റ്റന്റ് എന്നുള്ള ടേം നിങ്ങൾ നോക്കണ്ട. സ്പീഡ് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സർക്കുലർ മോഷൻസിനെയാണ് നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ വിളിക്കുന്നത്. ഞാൻ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് ഞാൻ ഇതുവരെ ആ വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല മക്കളെ. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് ഞാൻ പറയാറില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വെലോസിറ്റി എന്താ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പോ സർക്കുലർ മോഷന്റെ ഓരോ ഭാഗം എടുക്കുമ്പോഴും എന്ത് സംഭവിക്കും? ടാൻജന്റ് വരച്ച് നമുക്ക് ആ ഭാഗത്തെ വെലോസിറ്റി കിട്ടും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ദ ടാൻജന്റ് ഡ്രോൺ ഫ്രം എനി പോയിന്റ് വിൽ ഗിവ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ ഓരോ സർക്കുലർ മോഷന്റെ ഓരോ ഭാഗത്ത് നമ്മൾ ടാൻജന്റ് വരയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതായത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നുണ്ട്. വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആയ കാരണം കൊണ്ട് വെക്ടറിന്റെ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണല്ലോ. അപ്പൊ വെക്ടറിന്റെ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആയ കാരണം കൊണ്ട് വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്ന കാരണം കൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം? വെലോസിറ്റിയിൽ ചേഞ്ച് സംഭവിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോ സ്പീഡ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാലും ഞാൻ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും പറയാൻ പാടില്ല. സർക്കുലർ മോഷനിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയാൻ പാടില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ പറയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ പറഞ്ഞൂടെ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഡയറക്ഷൻ മാത്രമേ മാറി കളിക്കണുള്ളൂ. ഈ ഡയറക്ഷൻ മാറി കളിക്കുന്നതുകൊണ്ട് നമുക്ക് വെലോസിറ്റി മൊത്തത്തിൽ കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താന്ന് പറയാം? നമുക്ക് കോൺസ്റ്റന്റ് എന്ന് പറയാം. അപ്പൊ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സർക്കുലർ മോഷൻസിനെയാണ് നമ്മൾ വിളിക്കുന്നത് മക്കളെ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പൊ ഒരു ഒബ്ജക്ട് സർക്കുലർ ട്രാക്കിൽ മൂവ് ചെയ്യുന്ന സർക്കുലർ മോഷൻ, നമ്മൾ ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്ന യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ സ്പീഡും വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ് മക്കളെ? കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയാൻ പാടില്ല. ക്ലിയർ ആയോ? യെസ്, ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ സർക്കുലർ മോഷൻ ആയിട്ട് പറയുന്നത്. ഇനി ഫസ്റ്റ് നമ്മൾ പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. വാട്ട് ഈസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്? മക്കളെ എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ആംഗിൾ സെപ്റ്റ് ബൈ റേഡിയസ് വെക്ടർ അല്ലെ? ഒരു റേഡിയസ് വെക്ടർ നിങ്ങൾക്കറിയാം. പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് സെന്റർ ആണെന്ന് വിചാരിക്കുക. ഇനീഷ്യലി ബോഡി എ ലാന്ന് വിചാരിക്കുക. ഇനീഷ്യലി ബോഡി എ ലാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മക്കളെ സി നിന്ന് എ വരയ്ക്കുന്നതാണ് അതിന്റെ റേഡിയസ് വെക്ടർ. മക്കളെ റേഡിയസ് വെക്ടർ അതാണ് കേട്ടോ. റേഡിയസ് വെക്ടർ സപ്പോസ് നമുക്ക് എന്ത് കൊടുക്കാം? R1 കൊടുക്കാം. R1 ആണ് റേഡിയസ് വെക്ടർ. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഒബ്ജക്ട്, ഇപ്പൊ ഇനീഷ്യലി ഒബ്ജക്ട് എവിടെ? എയിലാണ്. അപ്പൊ അതിന്റെ റേഡിയസ് വെക്ടർ R1 ആണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഒബ്ജക്ട് എവിടേക്ക് എത്തി? ബിയിലേക്ക് എത്തി. ഇത്രയും ദൂരം കവർ ചെയ്തു മക്കളെ. ഇത്രയും ദൂരം എന്ത് ചെയ്തു? ഒബ്ജക്ട് കവർ ചെയ്തു. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പൊ ഒബ്ജക്ട് എവിടേക്ക് എത്തി മക്കളെ? ബിയിലേക്ക് എത്തി. ബിയിലേക്ക് എത്തുമ്പോൾ ഇതാണ് പുതിയ റേഡിയസ് വെക്ടർ R2. അതാണ് പുതിയ റേഡിയസ് വെക്ടർ R2. അപ്പോ R1 എന്ന് പറഞ്ഞ പഴയ റേഡിയസ് വെക്ടർ, R1 എന്ന് പറയുന്ന പഴയ റേഡിയസ് വെക്ടർ കുറച്ച് ആംഗിൾ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? കുറച്ച് ആംഗിൾ സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. സോ വാട്ട് ഈസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്? ഒരു ഒബ്ജക്ട് മൂവ് ചെയ്യുമ്പോൾ, ഒരു ഒബ്ജക്ട് സർക്കുലർ ട്രാക്കിൽ മൂവ് ചെയ്യുമ്പോൾ ആ
ഒബ്ജക്റ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസ് വെക്ടർ സ്വെപ്റ്റ് ചെയ്ത് കളയുന്ന അല്ലെങ്കിൽ കവർ ചെയ്ത് കളയുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കേട്ടോ. അപ്പൊ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആംഗിൾ സ്വെപ്റ്റ് ബൈ റേഡിയസ് വെക്ടർ. ആംഗിൾ സ്വെപ്റ്റ് ബൈ റേഡിയസ് വെക്ടർ. ഇസ് എ ക്ലിയർ? ആംഗിൾ സ്വെപ്റ്റ് ബൈ റേഡിയസ് വെക്ടർ ആണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ ആണോ മക്കളെ? യെസ്. ഇനി ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം, പെട്ടെന്ന് പറയാം, ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതാ അപ്പൊ ഇനീഷ്യൽ പൊസിഷൻ ഏതാ? എ ആണ്. ഫൈനൽ പൊസിഷൻ ഏതാ? ബി ആണ്. ഇനീഷ്യൽ പൊസിഷൻ എയും ഫൈനൽ പൊസിഷൻ എന്താണ് മക്കളെ? ബിയുമാണ്. R1 ആണ് ഇനീഷ്യൽ റേഡിയസ് വെക്ടർ, R2 ആണ് ഫൈനൽ റേഡിയസ് വെക്ടർ. മക്കളെ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് വരയ്ക്കുന്ന സ്ട്രേറ്റ് ലൈൻ, സ്ട്രേറ്റ് ലൈൻ ഡ്രോൺ ഫ്രം ഇനീഷ്യൽ ടു ഫൈനൽ പോയിന്റ്. ആരോ മാർക്ക് അടക്കണ്ട് കേട്ടോ, ആരോ മാർക്ക് അടക്കണ്ട് വെച്ചിട്ടുണ്ട്. The straight line drawn from initial to final point is known as a displacement vector. S. Is that clear? അപ്പൊ ഈ വൈറ്റ് കളറിൽ അവിടെ കാണുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്, വൈറ്റ് കളറിൽ അവിടെ കാണുന്ന ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. ഇനീഷ്യൽ പോയിന്റ് നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് വരയ്ക്കുന്ന സ്ട്രേറ്റ് ലൈൻ ആണത്. ഇത് സാധാ ഡിസ്പ്ലേസ്മെന്റ്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. ഈസ് ദാറ്റ് ക്ലിയർ? അപ്പൊ തീറ്റ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്, എസ് എന്ന് പറയുന്നത് സാധാ ഡിസ്പ്ലേസ്മെന്റ് ആണ്. മനസ്സിലായോ മക്കളെ? എസ് സാധാ ഡിസ്പ്ലേസ്മെന്റ്, തീറ്റ എന്ന് പറയുമ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണോ? യെസ്. അതാ ഓക്കെ. ഇനി നമുക്ക് എന്ത് പറയാം മക്കളെ? വെക്ടർ ലോ ഓഫ് അഡീഷൻ എടുത്തു കഴിഞ്ഞാൽ, ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ എടുത്തു കഴിഞ്ഞാൽ ഏതോ ഒരു വെക്ടർ ഓപ്പോസിറ്റ് ഓർഡറില നോക്കണേ. നമ്മൾ നോക്കുമ്പോൾ അതാ R1ന്റെ ഡാർഷ് പഠിക്കുക, R1 ഡാർഷ് ഇങ്ങോട്ടാ അല്ലെ, നമ്മൾ റേഡിയസ് വെക്ടറിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡാർഷ് ഇങ്ങോട്ടാ, R2ന്റെ ഡാർഷ് ഇങ്ങോട്ടാ മക്കളെ. ഏതോ ഒരു വെക്ടർ ഓപ്പോസിറ്റ് ഓർഡറില, ഐഡന്റിഫൈ ദാറ്റ് വെക്ടർ. ഏത് വെക്ടർ ഓപ്പോസിറ്റ് ഓർഡറിൽ? ഈസ് ഇറ്റ് R1 ഓർ R2? യെസ്. ആരാണ് മക്കളെ? R1ന്റെ ഡയറക്ഷൻ പഠിക്കാം മക്കളെ. R1ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാ, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാ, R2 അങ്ങോട്ടാ. അപ്പോ ആരാണോ ഓപ്പോസിറ്റ് ഓർഡറിൽ നിൽക്കുന്നത്? R2 ആണോ ഓപ്പോസിറ്റ് ഓർഡറിൽ നിൽക്കുന്നത്? ആരാണോ ഓപ്പോസിറ്റ് ഓർഡറിൽ നിൽക്കുന്നത് അവനാണ് റിസൾട്ടന്റ്. അപ്പോ R2 ആണ് നമ്മുടെ ഓപ്പോസിറ്റ് ഓർഡറിൽ നിൽക്കുന്നത്. സോ R2 വെക്ടർ ഈസ് ദ റിസൾട്ടന്റ് ഓഫ് S വെക്ടർ പ്ലസ് R1 വെക്ടർ. R1 വെക്ടർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മക്കളെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഈക്വൽ ടു R2 വെക്ടർ മൈനസ് R1 വെക്ടർ. So final radius vector minus initial radius vector is നമുക്ക് കിട്ടും സാധാ ഡിസ്പ്ലേസ്മെന്റ്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. യൂസ് എ ബ്രെയിൻ. ദിസ് ഈസ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ R2 മൈനസ് R1. ഇനി വെക്ടർ സബ്ട്രാക്ഷന്റെ ഇക്വേഷൻ എന്താ മക്കളെ? ഞാൻ ഇത് മാറ്റാൻ പോവാണേ. വെക്ടർ സബ്ട്രാക്ഷൻ ഇക്വേഷൻ എന്താ? വെക്ടർ സബ്ട്രാക്ഷൻ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു S equal to R2 minus R1. What is A minus B? Root of A square plus B square minus 2AB cos theta. Clear? Root of A square plus B square minus 2AB cos theta. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് S വെക്ടർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് A സ്ക്വയർ. മക്കളെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ R സ്ക്വയർ ആണ്. നിങ്ങൾക്കറിയാം R1 ഉം R2 മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആണ് അല്ലേ? മോഡുലസ് ഓഫ് R1 ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് R2 ഈക്വൽ ടു R, ബിക്കോസ് അവർ രണ്ടുപേരും റേഡിയസ് വെക്ടറാ, റേഡിയസ് സെയിം ആണ്. അപ്പോ ആ മാഗ്നിറ്റ്യൂഡ് വൈസ് എഴുതുമ്പോൾ അവർ ഈക്വൽ ആണ്. അപ്പോ ഈ റൂട്ടിനുള്ളിൽ എഴുതുന്ന മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പൊ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ, R സ്ക്വയർ പ്ലസ് R സ്ക്വയർ മൈനസ് 2AB 2R സ്ക്വയർ കോസ് തീറ്റ. സോ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഇട്ടാ മക്കളെ ശ്രദ്ധിച്ചോളാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഈക്വൽ ടു റൂട്ട് ഓഫ് 2R സ്ക്വയർ ഇൻടു 2R സ്ക്വയർ മൈനസ് 2R സ്ക്വയർ കോസ് തീറ്റ അല്ലെ? 2R സ്ക്വയർ കോസ് തീറ്റ. സോ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഈസ് ഈക്വൽ ടു മക്കളെ നമുക്ക് 2R സ്ക്വയർ കോമൺ ആയി പുറത്തേക്ക് എടുത്താൽ 1 മൈനസ് കോസ് തീറ്റ. വാട്ട് ഈസ് 1 മൈനസ് കോസ് തീറ്റ? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. സോ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഈസ് ഈക്വൽ ടു 2R സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ ഇൻടു 1 മൈനസ് കോസ് തീറ്റയ്ക്ക് വരും 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. മക്കളെ 2 into 2 4. റൂട്ടിനെ പുറത്തെടുക്കുമ്പോൾ 2. സോ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, സാധാ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 2 into R സ്ക്വയർ റൂട്ടിന് പുറത്തെടുക്കുമ്പോൾ R സൈൻ സ്ക്വയർ തീറ്റ പുറത്തെടുക്കുമ്പോൾ മക്കളെ സൈൻ തീറ്റ ബൈ 2. സോ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഈക്വൽ ടു 2R സൈൻ തീറ്റ ബൈ 2. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും നമ്മുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നമ്മളുള്ള ഇക്വേഷൻ, സാധാ ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 2 into radius into sin theta. What is theta? Angular displacement. So this is the relation between angular displacement and normal displacement. Clear ആയോ? 2R sin theta by 2. ഇനി for very small angles നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ചെറിയ ആംഗിളുകളാണെങ്കിൽ sin theta by 2 is approximately equal to theta by 2. വലിച്ചിട്ടുണ്ടല്ലോ? Very small angle sin theta is approximately equal to theta. So sin theta by 2 is approximately equal to
theta by 2. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ displacement, modulus of displacement, linear displacement is equal to 2 into r into theta by 2. മക്കളെ 2 വെട്ടിപ്പോയി. So angular displacement is equal to s by r. Angular displacement is equal to സാധാ displacement by radius vector. സാധാ displacement by radius vector എന്നുള്ള ഇക്വേഷൻ കിട്ടും for very small angles. മക്കളെ very small angle മാത്രമാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. For general angle ഇത് നമുക്ക് യൂസ് ചെയ്യാം. Modulus of r equal to modulus of s equal to 2r sin theta by 2. Clear ആയോ മക്കളെ? So angular displacement എന്താ? It is angle swept by radius vector. Angular displacement സാധാ displacement തമ്മിലുള്ള റിലേഷൻ എന്താ മക്കളെ? Modulus of സാധാ displacement, modulus of linear displacement equal to 2 into radius into sin theta by 2. And for very small angles our relation കുറച്ചുകൂടി സിമ്പിൾ ആയി. Angular displacement equal to സാധാ displacement by radius vector. Is that clear? സാധാ displacement by radius vector. Radius സാധാ displacement by radius. മക്കളെ ക്ലിയർ ആയോ? അപ്പൊ ഈ ആംഗിൾ സെപ്റ്റ് ബൈ റേഡിയസ് വെക്ടർ ആണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. സാധാ ഡിസ്പ്ലേസ്മെന്റ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് റേഷ്യോ എഴുതി വെച്ചോളൂ 2r sin theta by 2. അത് വളരെ ചെറിയ ആംഗിൾ ആണെങ്കിൽ മാത്രം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു സാധാ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ റേഡിയസ്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് സാധാരണ രീതിയിൽ മക്കളെ സ്കേലർ ആയിട്ടാണ് കണക്കൂട്ടുക. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് കണക്കൂട്ടുന്നത്. ശ്രദ്ധിച്ചോളൂ, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് സ്കേലാർ ആണ്. പക്ഷേ വളരെ ചെറിയ ടൈം ഇന്റർവെൽ എടുക്കുന്ന വളരെ ചെറിയ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, very small angular displacement can be treated as vector. അപ്പോൾ വളരെ ചെറിയ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. വളരെ വലിയ ഇന്റർവെല്ലുള്ള ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് സ്കേലർ ആണ്. അത് ശ്രദ്ധിച്ചു വെച്ചോളൂ. ഒരു സർക്കുലർ മോഷൻ കവർ ചെയ്യുമ്പോൾ 2π ആണ് ഫേസ് ആംഗിൾ. രണ്ട് സർക്കുലർ മോഷൻ ആണെങ്കിൽ 4π ആണ് ഫേസ് ആംഗിൾ, അല്ല 4π ആണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. അത് നമുക്കറിയാം. ഒരു സർക്കുലർ മോഷൻ 2π ആംഗിൾ, രണ്ട് സർക്കുലർ മോഷൻ ആണെങ്കിൽ 4π ആംഗിൾ, 10 സർക്കുലർ മോഷൻ ആണെങ്കിൽ 10 into 2π 20π ആംഗിൾ, 100 സർക്കുലർ മോഷൻ ആണെങ്കിൽ 200π ആംഗിൾ ആണ് നമ്മുടെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് വരിക കേട്ടോ. അപ്പൊ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഈ തുടങ്ങിയ സ്ഥലത്ത് ഇങ്ങനെ തിരിച്ചെത്തുമ്പോൾ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് 0 ആയി പോകും. അതേപോലെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തുടങ്ങിയ സ്ഥലത്ത് ഇങ്ങനെ തിരിച്ചെത്തുമ്പോൾ 0 ആയി പോവില്ല. അതൊരു സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2π, രണ്ടാമത്തെ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 4π, മൂന്നാമത്തെ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 6π, അങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആംഗുലർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റി ക്ലിയർ ആയി മക്കളെ? ആ മുമ്പത്തെ പോയിന്റ് ക്ലിയർ ആയില്ലേ? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് അത്രേ ഉള്ളൂ. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ സെപ്റ്റ് ബൈ റേഡിയസ് വെക്ടർ. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് സാധാരണ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് മാഗ്നിറ്റ്യൂഡ് 2r sin theta by 2. ഫോർ വെരി സ്മോൾ ആംഗിൾ കേസിൽ തീറ്റ ബൈ തീറ്റ ഈക്വൽ s by r കേട്ടോ. അത്ര കാര്യങ്ങളുള്ളൂ. ഇനി ആംഗുലർ വെലോസിറ്റി മക്കളെ. ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം മക്കളെ. സാധാ വെലോസിറ്റി എന്താ? സാധാ വെലോസിറ്റി എന്ന് പറയുന്നത് സാധാ വെലോസിറ്റി ഈക്വൽ ടു സാധാ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെ? സാധാ വെലോസിറ്റി ഈസ് ഈക്വൽ ടു സാധാ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വളരെ സാധാരണമായി ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇവിടെ ആംഗുലർ വെലോസിറ്റി ആണ്. അത്ര വ്യത്യാസം. അപ്പൊ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ക്ലിയർ ആയില്ലേ? അപ്പൊ സാധാ വെലോസിറ്റി സാധാ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെങ്കിൽ ആംഗുലർ വെലോസിറ്റി എന്ന മക്കളെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ആൻഡ് ഒമേഗ ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. അപ്പൊ സന്തുഷ്ടമായി ഒമേഗ ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. സോ ഡി തീറ്റ ബൈ ഡി ടി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഒമേഗ കിട്ടും. സോ ഒമേഗ ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. ക്ലിയർ ആയില്ലേ? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ടൈം വെച്ച് എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്ത് അപ്പൊ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ കിട്ടും. ഇനി ഫോർ വെരി ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുന്നത് വളരെ ചെറിയ ആംഗിളിന്റെ കേസുകളാണ്. വളരെ ചെറിയ ഇന്റർവൽ ഓഫ് ടൈമിലാണ് നമുക്ക് ഈ ഇക്വേഷൻ ഒമേഗ ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. വളരെ ചെറിയ ഇന്റർവൽ. അതിന് മക്കളെ തീറ്റയ്ക്ക് നമ്മൾ ഒരു സാധനം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഡി ബൈ ഡി ടി ഓഫ് തീറ്റയ്ക്ക് പകരം നമ്മൾ പഠിപ്പിച്ച s by r എന്നാണ്. വളരെ ചെറിയ ഇന്റർവൽ ആണെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. വളരെ ചെറിയ ഇന്റർവൽ ആണെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ s by r. അപ്പൊ നമുക്ക് അവനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മക്കളെ 1/r കോമൺ ആയി പുറത്തേക്ക് എടുത്തു. 1/r പുറത്തേക്ക് എടുത്ത ബാക്കി ds by dt വരും മക്കളെ. ds by dt സാധാ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. s എന്ന് പറയുമ്പോൾ സാധാ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്താ? സാധാ വെലോസിറ്റി. സോ ആംഗുലർ വെലോസിറ്റി ഒമേഗ ഈക്വൽ ടു 1/r into ds by dt സാധാ വെലോസിറ്റി. സോ ഒമേഗ ഈക്വൽ ടു v by r. കേട്ടുണ്ടാവില്ല അങ്ങനെ ഇക്വേഷൻ മക്കളെ? ഒമേഗ ഈക്വൽ ടു v by r. ആറിന്റെ എടുത്താൽ മക്കളെ r ഒമേഗ ഈക്വൽ ടു v. സോ സാധാ വെലോസിറ്റി ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലർ വെലോസിറ്റി. സാധാ വെലോസിറ്റി ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലർ വെലോസിറ്റി. ക്ലിയർ ആയോ? സാധാ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റി നമ്മൾ റിലേഷൻ ആണ്. സാധാ വെലോസിറ്റി ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലർ വെലോസിറ്റി. Is that clear?
ക്ലിയർ ആയോ മക്കളെ? യെസ്. അപ്പൊ സാധാ വെലോസിറ്റി എന്താ? സാധാ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ആംഗുലർ വെലോസിറ്റി എന്താ? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഒമേഗ ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. തീറ്റയ്ക്ക് വരെ എസ് ബൈ ആർ കൊടുത്തിട്ട് നമുക്ക് എഴുതിയത് വി ഈക്വൽ ടു ആർ ഒമേഗ ആണ് നമ്മൾ എഴുതി വെച്ചു. ഇനി വെക്ടോറിക്കലി റെപ്രസെന്റ് ചെയ്യണമെന്ന് അവർ പറയുകയാണെങ്കിൽ വെക്ടർ വി ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. വെക്ടർ വി ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. ഇത് ചോദിച്ചോളൂ ആളച്ചേഴ്സ്, ഇത് പഠിച്ചോളൂ. ഇത് ചോദിച്ചിട്ടുണ്ട്. വെക്ടർ വി ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. ഇത് വെക്ടോറിക്കലി സാധാ മാഗ്നിറ്റ്യൂഡ് വരുമ്പോൾ വി ഈക്വൽ ടു ആർ ഒമേഗ. Is that clear? അപ്പൊ നമ്മൾ ആംഗുലർ വെലോസിറ്റിയും കഴിഞ്ഞു. ആംഗുലർ വെലോസിറ്റി ഇസ് ആൻ ആക്സിയൽ വെക്ടർ. കേട്ടോ, അതൊരു ആക്സിയൽ വെക്ടർ ആണ്. അപ്പൊ ആംഗുലർ വെലോസിറ്റി കഴിഞ്ഞു. പറയട്ടെ, അടുത്ത് പറയട്ടെ. യെസ്, ഓക്കെ. ആംഗുലർ വെലോസിറ്റി കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ പെട്ടെന്ന് പറയാം മക്കളെ. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്തായി? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ മക്കളെ, ഒരു ഒബ്ജക്റ്റ് സർക്കുലർ ട്രാക്കിൽ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ പറയുന്നത് യൂണിഫോം സർക്കുലർ മോഷൻ പറഞ്ഞേ. സോ മോഡുലസ് ഓഫ് വെലോസിറ്റി, ഐ മീൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി സെയിം ആണ്. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത്. സോ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ചേഞ്ചസ് കണ്ടിന്യൂസ്ലി അല്ലെ. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്താൽ മാത്രമേ ഒരു ബോഡിക്ക് സർക്കുലർ ട്രാക്കിൽ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ സർക്കുലർ ട്രാക്കിൽ പിടിച്ചു വെക്കണമെങ്കിൽ ഇറ്റ്സ് വെലോസിറ്റി കണ്ടിന്യൂസ്ലി ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് മാറുന്നതിനെ കുറിച്ച് നമ്മൾ ഇവിടെ സംസാരിക്കുന്നില്ല, ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് യൂണിഫോം സർക്കുലർ മോഷൻ. സോ വി ആർ ഡീലിംഗ് വിത്ത് യൂണിഫോം സർക്കുലർ മോഷൻ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി റിമെയിൻസ് ദ സെയിം, ബട്ട് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. ദാറ്റ്സ് വൈ വി ക്യാൻ സേ ദാറ്റ് വെലോസിറ്റി വെക്ടർ ഇസ് ചേഞ്ചിങ്. വെലോസിറ്റി വെക്ടർ ചേഞ്ചിങ് ആണ്, അതിന്റെ ഡയറക്ഷൻ മാത്രമാണ് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല മക്കളെ? ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ കാരണക്കാരനായ ആക്സലറേഷൻ, ദ ആക്സലറേഷൻ റെസ്പോൺസിബിൾ ഫോർ ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഇൻ എ യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷനിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഒന്നും സംഭവിക്കില്ല. അവിടെ മാറ്റി വെക്കണം മക്കളെ. മാഗ്നിറ്റ്യൂഡ് ഒന്നും സംഭവിക്കില്ല. അതിന്റെ ഡയറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യുന്ന ആക്സലറേഷൻ ഈസ് നോൺ ആസ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആൻഡ് whose value is equal to v square by r. Centripetal acceleration is equal to v square by r. അപ്പൊ സെൻട്രിപെറ്റൽ ആക്സലറേഷന്റെ ഡ്യൂട്ടി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഡ്യൂട്ടി അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ മാത്രം. സ്പീഡ് കൂട്ടുന്നില്ല. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിൽ മാറ്റം വരുത്തുന്നില്ല. വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. അങ്ങനെ ഡയറക്ഷൻ മാത്രം ചേഞ്ച് ചെയ്യുന്ന ആക്സലറേഷൻ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ മക്കളെ, ഈ ആക്സലറേഷൻ ഡയറക്ഷൻ ഡയറക്റ്റിംഗ് ടുവേർഡ്സ് സെന്റർ. സെന്ററിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സർക്കിളിന്റെ സെന്ററിലേക്കാണ് അതിന്റെ എന്ത് വരുന്നത് മക്കളെ? ഡയറക്ഷൻ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഓരോ പൊസിഷൻ എത്തുമ്പോഴും അവിടെ നിന്ന് സെന്ററിലേക്കാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷന്റെ ഡയറക്ഷൻ വരുന്നത്. കേട്ടോ, ആ സെൻട്രിപെറ്റൽ ആക്സലറേഷന്റെ ഡ്യൂട്ടി എന്താ മക്കളെ? വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഒരു കാരണവശാലും എഫക്ട് ചെയ്യുന്നില്ല. മാഗ്നിറ്റ്യൂഡ് റിമെയിൻസ് സെയിം. സോ യൂണിഫോം സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുമ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറ്റുള്ള ആക്സലറേഷൻ ആണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. v square by r. ക്ലിയർ ആയില്ലേ മക്കളെ? v square by r. ഇനി സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു മക്കളെ v square by r എന്ന് എഴുതി. v ഈക്വൽ ടു r ഒമേഗ നമുക്ക് എഴുതാം. സോ ഇറ്റ് ഈസ് r omega square by r. So centripetal acceleration is equal to r omega square. Centripetal acceleration is equal to മറ്റൊരു ഇക്വേഷൻ v square by r ന് പകരം r omega square. r omega square എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് സെൻട്രിപെറ്റൽ ആക്സലറേഷനിൽ യൂസ് ചെയ്യാം. So centripetal acceleration is equal to r omega square. ക്ലിയർ ആയോ മക്കളെ? r omega square. ഇവന്റെ ഡ്യൂട്ടി എന്താ? ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് മാത്രം. സ്പീഡ് കൂട്ടാൻ പറ്റും മക്കളെ. അപ്പൊ it cannot increase the speed. So what is the work done by സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കഴിഞ്ഞു. r omega square. ഇനി ഒമേഗ ഈക്വൽ ടു നമുക്ക് ഒമേഗ ഈക്വൽ നമ്മൾ പല ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞു തരാം. ഒമേഗ ഈക്വൽ ടു 2 pi by t. What is t? Time period. സോ ഒമേഗ 2 pi by t ആണെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ മറ്റൊരു ഇക്വേഷൻ വരുന്നു മക്കളെ. r into ഒമേഗ സ്ക്വയറിന് പകരം 4 pi square by t square. Centripetal acceleration is equal to r into 4 pi square by t square എന്നുള്ള ഇക്വേഷൻ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒമേഗ ഈക്വൽ ടു മക്കളെ 2 pi f കേട്ടിട്ടുണ്ടാവല്ലോ. 2 pi into frequency. So centripetal acceleration is equal to r into 2 pi f the whole square. That is equal to r into 4 pi square f square. That is the centripetal acceleration. അപ്പൊ centripetal acceleration അടുത്ത ഇക്വേഷൻ എന്താ? അയ്യോ, എന്താണ് ഇക്വേഷൻ മക്കളെ? r into 4 pi f square. r into 4 pi square by t square. r omega square. a is equal to v square by r. ക്ലിയർ? ഇനി മക്കളെ വളരെ ഭീകരമായിട്ടുള്ള അടുത്തൊരു ഇക്വേഷൻ കൂടി പറഞ്ഞുതരാം.
നോക്കിക്കോ, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു, നോക്കട്ടാ, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. നമ്മൾ എഴുതി വി സ്ക്വയർ ബൈ ആർ. ഈ വി സ്ക്വയർ ബൈ ആറിനെ വി ഇൻറ്റു വി ബൈ ആറിന് എഴുതി കൂടെ, കുഴപ്പമില്ലല്ലോ. വി സ്ക്വയർ ബൈ ആറിന് നമുക്ക് വി ഇൻറ്റു വി ബൈ ആർ എന്ന് എഴുതാം. അതിൽ വി ബൈ ആർ എന്താ? വാട്ട് ഈസ് വി ബൈ ആർ? മക്കളെ വി ബൈ ആർ എന്താ? നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞാണ് വി ബൈ ആർ, സാധാ വെലോസിറ്റി ബൈ റേഡിയസ്. വാട്ട് ഈസ് വി ബൈ ആർ? ഒമേഗ, ആംഗുലർ വെലോസിറ്റി. സോ ഇറ്റ് ഈസ് ആംഗുലർ വെലോസിറ്റി ഇൻറ്റു വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റി ഇൻറ്റു ലീനിയർ വെലോസിറ്റി ചെയ്താലും സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. എന്തൊക്കെ റിലേഷൻ ആണ് നോക്കിട്ടാ. വി സ്ക്വയർ ബൈ ആർ, ആർ ഒമേഗ സ്ക്വയർ, വി ഇൻറ്റു ഒമേഗ, പിന്നെ ആർ ഇൻറ്റു 4π സ്ക്വയർ ബൈ ടി സ്ക്വയർ, ആർ ഇൻറ്റു 4π സ്ക്വയർ എഫ് സ്ക്വയർ. ഇത് വേറെ ചോദിക്കില്ല. ഡ്യൂട്ടി എന്താ? ഡയറക്ഷൻ മാറ്റാൻ മാത്രമേ ഡ്യൂട്ടി ഉള്ളൂ. സ്പീഡിൽ എന്ത് ചെയ്യില്ല മക്കളെ? ചേഞ്ച് ചെയ്യില്ല. ഇനി സെൻട്രിപിറ്റൽ ഫോഴ്സ് വെച്ചാലോ? സെൻട്രിപിറ്റൽ ഫോഴ്സ് ചെയ്യാൻ എളുപ്പമാണ്. മാസ് ഇൻറ്റു സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. ഇതിന്റെ കൂടെ ഒക്കെ എം ചേർക്കാം. എം വി സ്ക്വയർ ബൈ ആർ, എം ആർ ഒമേഗ സ്ക്വയർ, എം ഇൻറ്റു ആർ ഇൻറ്റു 4π സ്ക്വയർ ബൈ ടി സ്ക്വയർ, എം ഇൻറ്റു ആർ ഇൻറ്റു 4π സ്ക്വയർ എഫ് സ്ക്വയർ, എം ഇൻറ്റു ആർ ഇൻറ്റു ഒമേഗ, സോറി എം ഇൻറ്റു വി ഇൻറ്റു ഒമേഗ. ഇതൊക്കെയാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ചോദിച്ചാലുള്ള ഇക്വേഷൻ. കണ്ടോ? അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സ് ചോദിച്ചാലുള്ള ഇക്വേഷൻ നമ്മൾ മാസ് കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യണം, വേറെ പരിപാടികളൊന്നുമില്ല. വർക്ക് ഡൺ ബൈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, വർക്ക് ഡൺ ബൈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ 0 ആണ്. കേട്ടോ, ശ്രദ്ധിച്ചോളൂ. വർക്ക് ഡൺ ബൈ സെൻട്രിപിറ്റൽ ഫോഴ്സ് 0 ആണ്. അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സും വർക്കും തമ്മിലുള്ള സോറി, വർക്ക് ഡൺ ബൈ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്താണ്? 0 ആണ്. അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല? വർക്ക് ചെയ്യാൻ പറ്റില്ല. വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമ്മൾ ഈ വർക്ക് എനർജി തിയറം പഠിച്ചിട്ടുണ്ടാവും. വർക്ക് എനർജി തിയറം പഠിച്ചാൽ വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പഠിച്ചാൽ ഓർമ്മയുണ്ടാവും. വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് എനർജി തിയറം എന്നൊരു തിയറം ഉണ്ട്. അപ്പൊ വർക്ക് ഡൺ ബൈ സെൻട്രിപിറ്റൽ ഫോഴ്സ് 0 ആണെങ്കിൽ മക്കളെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഉണ്ടാക്കാനുള്ള കഴിവും 0 ആണ്. അതാണ് സ്പീഡിൽ ചേഞ്ച് ഉണ്ടാക്കാനുള്ള കഴിവ്. സ്പീഡിൽ ചേഞ്ച് ഉണ്ടാക്കാനുള്ള കഴിവും 0 ആണ്. അപ്പൊ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. വർക്ക് ഡൺ എന്താണ് മക്കളെ? 0 ആണ്. ഇതൊക്കെയാണ് നമ്മള് മനസ്സിലാക്കേണ്ടത്. കേട്ടോ? അപ്പോ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടിയില്ലെങ്കിൽ ആക്സിലറേഷൻ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാ? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്, അതാണ് ഈ സെൻട്രിപിറ്റൽ ആക്സിലറേഷന്റെ പ്രത്യേകത. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നതിനെ എല്ലാം നമ്മൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് വിളിക്കണേ. വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്ന കാരണം കൊണ്ടുള്ളതാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. കേട്ടോ? അപ്പൊ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുമ്പോഴല്ല കേട്ടോ മക്കളെ. സെൻട്രിപിറ്റൽ ആക്സിലറേഷന് മാഗ്നിറ്റ്യൂഡ് മാറ്റാനുള്ള കഴിവില്ല. പക്ഷെ എന്ത് മാറ്റും? ഡയറക്ഷൻ മാറ്റിക്കൊണ്ടിരിക്കും. ഡയറക്ഷൻ മാറ്റുന്നതുകൊണ്ട് വെലോസിറ്റി വെക്ടർ മാറും. വെലോസിറ്റി വെക്ടർ മാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും വെക്ടോറിക്കലി. കേട്ടോ? ആ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ചെയ്താൽ നമുക്ക് ഇത് കിട്ടുന്ന ആക്സിലറേഷൻ ആണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. അപ്പൊ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഡ്യൂട്ടി വെലോസിറ്റി ചേഞ്ച്, മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്താനല്ല, ഡയറക്ഷൻ ചേഞ്ച് വരുത്താനാണ്. അപ്പൊ ഡയറക്ഷൻ ചേഞ്ച് വരുന്ന സ്ഥലങ്ങളിൽ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയാലും അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ഏത് ആക്സിലറേഷൻ ആണ്? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആണ്. കേട്ടോ? അപ്പൊ അത് ശ്രദ്ധിച്ചു വെച്ചോളൂ, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. ഇനി നമ്മൾ നോക്കുക, നോൺ യൂണിഫോം സർക്കുലർ മോഷനെ കുറിച്ച് പറയാം. നോൺ യൂണിഫോം സർക്കുലർ മോഷൻ മക്കളെ, നോൺ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ പറഞ്ഞോളൂ, എന്താ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ? സ്പീഡ് മാറുന്നുണ്ടാവും, സ്പീഡ് ചേഞ്ച് ചെയ്യണ്ടാവും, കൂടെ കുറയോ ചെയ്യാം. അപ്പൊ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നവരെയാണ് നമ്മൾ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ വിളിക്കുക. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കട്ടെ. സ്പീഡ് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുന്നു. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവുന്നു. അതേപോലെ സ്പീഡ് എന്ത് ചെയ്യുന്നു മക്കളെ? ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാവുന്നു. കേട്ടോ? നേരത്തെ കേസിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ഉണ്ടാകുന്നുള്ളൂ. അതാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. ആ ചേഞ്ച് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. ഇപ്പൊ നമ്മൾ പറയുന്നത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് വരെ ചേഞ്ച് ചെയ്യുന്നു. കാരണം എന്താ? നമ്മൾ ഡീൽ ചെയ്യുന്നത് നോൺ യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പൊ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ഡീൽ ചെയ്യുന്ന സമയത്ത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാവുന്നു. മക്കളെ, ഇസ് ദാറ്റ് ക്ലിയർ? മാഗ്നിറ്റ്യൂഡിൽ എന്തുണ്ടാവുന്നു? ചേഞ്ച് ഉണ്ടാകുന്നു. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ വെലോസിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യും. മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കുമ്പോൾ അങ്ങനെ വെലോസിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ആംഗുലാർ വെലോസിറ്റിയും കൂടും കുറയും ചെയ്യും. ആംഗുലാർ വെലോസിറ്റിയും കൂടും കുറയും ചെയ്യും. കേട്ടോ? അപ്പൊ നേരത്തെ കേസിൽ ആംഗുലർ വെലോസിറ്റിക്ക് മാറ്റുണ്ടായിരുന്നില്ല, ആംഗുലർ വെലോസിറ്റി സെയിം ആയിരുന്നു. ഇപ്പോഴത്തെ കേസിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നതുകൊണ്ട് ആംഗുലർ വെലോസിറ്റിയിൽ എന്തുണ്ടാവും മക്കളെ? ചേഞ്ച് ഉണ്ടാവും. ആംഗുലർ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന മറ്റൊരു ടേമാണ് ആംഗുലാർ ആക്സിലറേഷൻ. ആംഗുലാർ ആക്സിലറേഷൻ മക്കളെ, അപ്പൊ ആംഗുലാർ ആക്സിലറേഷൻ ഉണ്ടാവണമെങ്കിൽ ആംഗുലാർ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവണം. ആംഗുലാർ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ
that should be non-uniform circular motion. That should be non-uniform circular motion. കേട്ടോ? അപ്പൊ നോൺ യൂണിഫോം ആയിട്ടുള്ള സർക്കുലർ മോഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആംഗുലർ ആക്സിലറേഷൻ ആൽഫയ്ക്ക് റോൾ ഉള്ളൂ. മക്കളെ ആംഗുലർ ആക്സിലറേഷൻ ആൽഫ ഈക്വൽ ടു സാധാ ആക്സിലറേഷൻ എന്താ? സാധാ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ സാധാ വെലോസിറ്റി ബൈ ടൈം അല്ലെ? അപ്പോ ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഒരു മക്കളെ ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി, ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി ബൈ ടൈം ആണ് നമ്മുടെ എന്ത്? ആൽഫ. സോ ആൽഫ ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. ആൽഫ ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി എന്ന് നമുക്ക് കിട്ടും. സോ ഡി ഒമേഗ ബൈ ഡി ടി ആണ് നമ്മുടെ എന്ത് മക്കളെ? ആൽഫ എന്ന് പറയുന്നത്. ഈസ് ദാറ്റ് ക്ലിയർ? അപ്പൊ ആൽഫ നമുക്ക് കിട്ടി ഡി ഒമേഗ ബൈ ഡി ടി, ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി ബൈ ടൈം. കേട്ടോ മക്കളെ, ഇതും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഈ ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയുന്നതും വെക്ടർ ക്വാണ്ടിറ്റി ആണ്. കേട്ടോ, ആംഗുലർ ആക്സിലറേഷന്റെ ഡയറക്ഷൻ ഇനി ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ആംഗുലർ ആക്സിലറേഷന്റെ ഡയറക്ഷൻ ആംഗുലർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ തുല്യമാണെങ്കിൽ, when the velocity are in the direction of acceleration in the direction of velocity, when the direction of angular acceleration is in the direction of angular velocity, then angular velocity increases. മക്കളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുക. അവരുടെ ഡയറക്ഷൻ വരുമ്പോൾ കൂട്ടാണ് ചെയ്യുക. അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ആംഗുലർ ആക്സിലറേഷനും ആംഗുലർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ സെയിം ആണെങ്കിൽ ആംഗുലർ വെലോസിറ്റി increases. When angular acceleration is opposite to angular velocity, angular velocity ക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക മക്കളെ? ആംഗുലർ വെലോസിറ്റിയുടെ വാല്യൂ കുറയ്ക്കുകയാണ് ചെയ്യുക. യൂസ് യുവർ ബ്രെയിൻ. കേട്ടോ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ആൽഫ ഈക്വൽ ടു വരും മക്കളെ ഡി ഒമേഗ ബൈ ഡി ടി. ക്ലിയർ ആയില്ലേ മക്കളെ? ഡി ഒമേഗ ബൈ ഡി ടി. യെസ്, സോറി, അതാണ് ആംഗുലാർ ആക്സിലറേഷൻ. സോ ആംഗുലാർ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മക്കളെ ഡി ഒമേഗ ബൈ ഡി ടി. കിട്ടി, ഡി ഒമേഗ ബൈ ഡി ടി. ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവും. ഇനി ഒമേഗ ഈക്വൽ ടു നമ്മൾ എന്താ പഠിച്ചത് മക്കളെ? ഒമേഗ ഈക്വൽ ടു വി ബൈ ആർ എന്ന് പഠിച്ചിട്ടുണ്ട്. ഒമേഗ ഈക്വൽ ടു വി ബൈ ആർ. അപ്പോ ഡി ബൈ ഡി ടി ഓഫ് വി ബൈ ആർ, d by dt of v by r. So acceleration, angular acceleration alpha equal to 1 by r into dv by dt. dv by dt. dv, v എന്ന് പറയുമ്പോൾ സാധാ വെലോസിറ്റി ബൈ ടൈം. സാധാ വെലോസിറ്റി ബൈ ടൈം എന്താ? സാധാ ആക്സിലറേഷൻ. കേട്ടോ, ഇത് v ആണ്, വെറും v ആണ്. അപ്പൊ സാധാ ആക്സിലറേഷൻ. സോ ആൽഫ ഈക്വൽ ടു 1 by r into മക്കളെ ഈ സാധാ ആക്സിലറേഷൻ നമ്മൾ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് വിളിക്കുക. ഇതൊക്കെ കണക്ട് ചെയ്ത് ശ്രദ്ധിച്ചോളൂ. നമ്മൾ അവസാനം പോയി ഇതിനെ കണക്കിനൊക്കെ നല്ലത് നമ്മൾ ഇതിനെ പഠിച്ച് പോവാം. അപ്പൊ സാധാ വെലോസിറ്റിയിലുണ്ടാകുന്ന ചേഞ്ച് ബൈ ടൈം എന്ന് പറഞ്ഞാൽ അത് ഏത് ആക്സിലറേഷൻ ആണ്? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആണ്. അങ്ങനെ ഒരു ആക്സിലറേഷൻ ഉണ്ട്. സോ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആർ ആൽഫ. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? ആർ ആൽഫ വരും. കേട്ടോ, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആർ ആൽഫ വരും. ആൻഡ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ വെക്ടോറിക്കലി പറയുകയാണെങ്കിൽ ആൽഫ ക്രോസ് ആർ. ആൽഫ ക്രോസ് ആർ ആണ് നമ്മുടെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. കേട്ടോ, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ, അതായത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു, നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ സ്പീഡ് ചേഞ്ച് ചെയ്യും, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ചേഞ്ച് ചെയ്യും. അങ്ങനെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്ന കേസുകളിൽ മാത്രമേ ആംഗുലർ ആക്സിലറേഷന് സ്കോപ്പ് ഉള്ളൂ. സോ ആംഗുലർ ആക്സിലറേഷൻ ആൽഫ ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. അങ്ങനെ ആംഗുലർ ആക്സിലറേഷനും സാധാ ആക്സിലറേഷൻ അവിടെ ഉണ്ടാവുള്ളൂ മക്കളെ. സാധാ ആക്സിലറേഷൻ ടി, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ നമ്മൾ വിളിക്കുക. അപ്പൊ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആർ ആൽഫ. അപ്പൊ നോൺ യൂണിഫോം സർക്കുലർ മോഷനിലെ ടാൻജൻഷ്യൽ ആക്സിലറേഷന് സ്കോപ്പ് ഉള്ളൂ. കേട്ടോ, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അവിടെ സ്പീഡ് ചേഞ്ച് ചെയ്യും. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അവിടെ സ്പീഡ് ചേഞ്ച് ചെയ്യും. അവിടെ അങ്ങനെയാണെങ്കിൽ മാത്രമേ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ നടക്കുള്ളൂ. അപ്പൊ നോൺ യൂണിഫോം സർക്കുലർ മോഷൻ നടക്കണമെങ്കിൽ there must be a tangential acceleration. യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ അവിടെ എന്തുണ്ടായാൽ മതി മക്കളെ? അവിടെ മറ്റേ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ടായാൽ മതി. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ നിങ്ങൾ ഇതുമായിട്ട് കണക്ക് യോജിപ്പിക്കുകയും ചെയ്യരുത്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ പാവമാണ്, അത് അവിടെ ഇരുന്നോട്ടെ. കേട്ടോ, അവന് എന്ത് മാത്രമേ ഡ്യൂട്ടി ഉള്ളൂ? ഡയറക്ഷനിൽ എന്ത് വരുത്താനുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ, ചേഞ്ച് വരുത്താനുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അവിടെ ഇരിക്കട്ടെ. എടിക്ക് എന്ത് വരുത്താനുള്ള കഴിവുണ്ട് മക്കളെ? മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ can change the magnitude of velocity and centripetal acceleration can change the direction of velocity. മക്കളെ മനസ്സിലായില്ലേ? അപ്പൊ ഒരാൾക്ക് ഡയറക്ഷൻ മാറ്റാനുള്ള കഴിവ്, ഒരാൾക്ക് എന്താ മാറ്റാനുള്ള കഴിവ്? മറ്റേ മാഗ്നിറ്റ്യൂഡ് മാറ്റാനുള്ള കഴിവ്. അപ്പൊ നമ്മൾ സർക്കുലർ മോഷൻ പറയുമ്പോൾ ഇതാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഡയറക്ഷൻ AT. ഇതാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഡയറക്ഷൻ. ഈ ആക്സിലറേഷൻ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട് മക്കളെ? വെലോസിറ്റിയുടെ ചേഞ്ച് വരുത്താനുള്ള കഴിവുണ്ട്. കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. സ്പീഡ്, മാഗ്നിറ്റ്യൂഡ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. ഇതാണ് ഏത് ആക്സിലറേഷൻ? നമ്മുടെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇവന് ആകെ കൂടി ഒറ്റ ജോലിയുള്ളൂ ഈ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. എന്ത് മാറ്റുള്ള? ഡയറക്ഷൻ മാറ്റുള്ള ജോലി മാത്രമേ ഉള്ളൂ. അപ്പോ ഒരു നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ അറ്റ് എ ടൈം രണ്ട് ആക്സിലറേഷൻസ് അവിടെ ആക്ട് ചെയ്യും. അറ്റ് എ ടൈം രണ്ട് ആക്സിലറേഷൻ ഒരു നോൺ യൂണിഫോം സർക്കുലർ മോഷനിൽ ആക്ട് ചെയ്യും. ഏതൊക്കെയാ? ടാൻജൻഷ്യലും സെൻട്രിപെറ്റലും. കേട്ടോ, രണ്ട് ആക്സിലറേഷൻ ആക്ട് ചെയ്യും. അപ്പൊ റിസൾട്ടന്റ് ആക്സിലറേഷൻ മക്കളെ, റിസൾട്ടന്റ് ഒക്കെ ശ്രദ്ധിച്ചോളൂ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നീറ്റിന്റെ അടക്കം. റിസൾട്ടന്റ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്
root of AT square plus AC square എന്നാണ്. Resultant acceleration is equal to root of AT square plus AC square. അറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോ ഇവിടുത്തെ ആംഗിൾ തീറ്റ വന്നെങ്കിൽ തീറ്റ എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കാറില്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കുക. അല്ലെ, നിങ്ങൾ വീട്ടിലാണ്, സോറി. അപ്പൊ കണ്ടുപിടിക്കാറില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പരിപാടി അവസാനിപ്പിച്ച് വീട്ടിൽ പോവാ. കാരണം ഈ തീറ്റ നമുക്ക് തന്നു കഴിഞ്ഞാൽ ടാൻ തീറ്റ ഈക്വൽ ടു മക്കളെ ഓപ്പോസൈഡ്, ഇതാണ് സൈഡ് ഓപ്പോസൈഡ്. ഈ ഓപ്പോസൈഡ് എന്ന് പറയുമ്പോൾ ആർക്ക് തുല്യ, AC ക്ക് തുല്യമാണ്. സോ ഓപ്പോസൈഡ് AC ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് AT. സോ ടാൻ തീറ്റ ഈക്വൽ ടു AC ബൈ AT. Resultant acceleration is equal to root of AT square plus AC square. ഏത് മോഷനിലുണ്ടാവുള്ളൂ മക്കളെ, ഏത് മോഷനിലാണ്? നോൺ യൂണിഫോം സർക്കുലർ മോഷൻ. ഇൻ ദ കേസ് ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ, പിടിച്ചോ, യൂണിഫോം സർക്കുലർ മോഷനിൽ ഒരേ ഒരു ആക്സിലറേഷൻ AC. നോൺ യൂണിഫോമിൽ രണ്ട് ആക്സിലറേഷൻ AC പ്ലസ് AT. ഐ മീൻ വെക്ടോറിക്കലി. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കണം. Is that clear? Yes. എല്ലാവരും പറയണം കേട്ടോ, ക്ലിയർ ആയത്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, യൂണിഫോം സർക്കുലർ മോഷനിൽ ഏത് ആക്സിലറേഷൻ ഉള്ളൂ? യൂണിഫോം സർക്കുലർ മോഷനിൽ ഏത് ആക്സിലറേഷൻ ഉള്ളത്? സെന്റിമീറ്റർ ആക്സിലറേഷൻ. നോൺ യൂണിഫോമിലാണെങ്കിൽ ഏതൊക്കെ ആക്സിലറേഷൻ ഉണ്ട് മക്കളെ? നോൺ യൂണിഫോം ആണെങ്കിൽ ഏതൊക്കെ ആക്സിലറേഷൻ ഉണ്ട്? യെസ്, അത്രേ ഉള്ളൂ പരിപാടി കേട്ടാ. വേറെ ഒന്നും നോക്കണ്ട, വളരെ സിമ്പിൾ ആണ് ഫിസിക്സ്. ഒന്നും ആലോചിച്ച് ചെയ്താൽ മതി കേട്ടോ. യെസ്, അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം മക്കളെ. പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതേപോലെയാണ് റിപ്പീറ്റ് ചെയ്തത്. ഇനി ഞാനായിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട ആവശ്യം ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല എന്ന് തോന്നുന്നു. കുറെ ക്വസ്റ്റ്യൻസ് അതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളായിട്ട് എന്ത് ചെയ്യുക, ആ സാധനം ചെയ്ത് നോക്കുക. നമുക്ക് സമയത്തിന്റെ ഒരു ഇതുണ്ട്, അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, ഓക്കെ. ഇനി നമുക്ക് അപ്പോ വർക്ക് ഡൺ ബൈ സെന്റിപിറ്റൽ ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അതുകൊണ്ട് ചോദിക്കട്ടെ, വർക്ക് ഡൺ ബൈ സെന്റിപിറ്റൽ ഫോഴ്സ്. യെസ്, 0. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. യെസ്, നമുക്ക് സമയം കളയാനില്ല, നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം. ലോസ് ഓഫ് മോഷൻ. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ് അല്ലെ? നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻസ് ചെയ്താൽ കിട്ടാറേ ഇല്ല നമുക്ക്, അതാണ് അതിന്റെ ഏറ്റവും വലിയ സിംപ്ലിസിറ്റി. യെസ്, നമുക്ക് അടുത്ത ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, യെസ് മക്കളെ, ലോസ് ഓഫ് മോഷനിൽ നിങ്ങൾ ആ മറ്റേ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കട്ടോ. ചെയ്ത് നോക്കാനൊന്നുമില്ല, നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് തന്നെയാണല്ലോ ആ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ചെയ്ത് നോക്കിയവർക്ക് അറിയാം, കുറച്ച് പേർക്കെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ആ പോയിന്റുകൾ അതേപോലെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. നമ്മുടെ അടുത്ത ഭാഗം ലോസ് ഓഫ് മോഷൻ ആണ്. ഇപ്പൊ ലോസ് ഓഫ് മോഷൻ ഒന്ന് നോക്കി വെക്കുക. എന്താ എന്തരേ വേമ്പറേ. ആ ശരി, ആ ശരി, ഓക്കെ. യെസ്, ലോസ് ഓഫ് മോഷൻ സ്റ്റാർട്ട് ചെയ്യല്ലോ നമുക്ക്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഇനേഷ്യ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇനേഷ്യ ഒക്കെ നമുക്ക് എന്താ പറയാം, ടെൻഡൻസി ഓഫ് ആൻ ഒബ്ജക്ട് ടു റിമെയിൻ ഇൻ പ്രസന്റ് സ്റ്റേറ്റ്, അതൊക്കെ നമ്മൾ പറയുന്നില്ല. നമുക്ക് അതിന്റെ മെറിറ്റിലേക്ക് കടന്നു ചെല്ലാം. ആദ്യം തന്നെ വാട്ട് ഈസ് മൊമെന്റം? നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് മൊമെന്റം ആണ് മക്കളെ. മൊമെന്റം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? മൊമെന്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ മോഷന്റെ ക്വാണ്ടിറ്റി, അളവ് കേട്ടോ. ഒരു ഒബ്ജക്റ്റിന്റെ ക്വാണ്ടിറ്റി, ഐ മീൻ മോഷന്റെ വാല്യൂ. സോ വാല്യൂ ഓഫ് മോഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മോഷനെ നമ്മൾ എന്ത് വിളിക്കണം മക്കളെ? മൊമെന്റം എന്ന് പറഞ്ഞാൽ വിളിക്കണേ. മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. മൊമെന്റം P ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് കേട്ടോ. മൊമെന്റം P ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആൻഡ് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. മക്കളെ വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളാം. അപ്പൊ അതിനെന്തുണ്ടാവും? ഡയറക്ഷൻ ഉണ്ടാവും. അപ്പൊ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ഈ സെയിം ആസ് ദാറ്റ് ഓഫ് വെലോസിറ്റി. വെലോസിറ്റി ഏത് ഡയറക്ഷനിലോട്ടാണോ അതേ ഡയറക്ഷനിലോട്ട് തന്നെ എന്തുണ്ടാവുക? മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പൊ മൊമെന്റം വെക്ടർ ക്വാണ്ടിറ്റി ആണ്. യൂണിറ്റ് അല്ല, ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. It is the quantity of motion and it is the direction of momentum is same as that of
വെലോസിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ മക്കളെ യൂണിറ്റ് വളരെ സിമ്പിൾ ആണ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വെലോസിറ്റി യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ഒരു മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ വെക്ടർ ആണല്ലോ, വെക്ടർ ആവുമ്പോൾ നിങ്ങൾ അപകടകരമായിട്ടൊരു സംഭവം നിങ്ങൾ നോക്കി വെച്ചോളൂ മക്കളെ. വെക്ടർ ആവുമ്പോൾ 3 കമ്പോണൻസ്, അലോങ് എക്സ് ആക്സിസ്, അലോങ് വൈ ആക്സിസ്, അലോങ് ഇസഡ് ആക്സിസ് കേട്ടോ, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ, ഈ 2 കമ്പോണന്റുകൾ വെച്ച് ഇഷ്ടം പോലെ പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാം. അപ്പോ വെക്ടർ ആണോ കമ്പോണന്റുകൾ വെച്ച് പഠിക്കാൻ ഏറ്റവും സേഫ്, അതായത് എക്സ് കമ്പോണന്റ് ഓഫ് മൊമെന്റം മക്കളെ. എക്സ് കമ്പോണന്റ് ഓഫ് മൊമെന്റം എന്ന് പറയുമ്പോൾ എം ഇൻറ്റു വി എക്സ്, മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ. മാസ് മാറില്ല, കാരണം മാസ് ഏത് ഡയറക്ഷൻ എടുത്താലും സെയിം ആ. വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ. മൊമെന്റത്തിന്റെ വൈ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ മക്കളെ മാസ് ഇൻറ്റു വൈ കമ്പോണന്റ്. മൊമെന്റത്തിന്റെ ഇസഡ് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻ ഇസഡ് കമ്പോണന്റ് കേട്ടോ. ശ്രദ്ധിച്ചോളൂട്ടാ. നിങ്ങൾ ഇപ്പൊ ചെരിഞ്ഞിട്ടൊക്കെ മൊമെന്റം ചോദിക്കുകയാണെങ്കിൽ, എന്റെ പൊന്നു മക്കളെ, ചെരിഞ്ഞിട്ടൊക്കെ മൊമെന്റം ചോദിക്കുകയാണെങ്കിൽ അതിനെ 2 കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് മോസ്റ്റ് സിമ്പിൾ വേ. അല്ല, ഇതൊന്നും അറിയാത്തവർക്കാണ് ബുദ്ധിമുട്ട് വരിക. ഈ മൊമെന്റം ഒരു ബോഡി ചേർന്നിട്ട് ഒരു സർഫസിൽ വന്നിരിക്കുന്നു, എന്ത് സംഭവിക്കുന്നു അത് ബുദ്ധിമുട്ടുണ്ടാവും കുറെ പേർക്ക്, കാരണം അവർക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, മൊമെന്റം ചേർന്നിട്ടാണെങ്കിൽ വി ഹാവ് ടു റിസോൾവ് ദാറ്റ് മൊമെന്റം ഇൻടു 2 കമ്പോണൻസ്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ, എക്സ് കമ്പോണന്റ് ആൻഡ് വൈ കമ്പോണന്റ്. അത്രയും മാത്രമുള്ള പരിപാടി കേട്ടോ. അപ്പൊ മൊമെന്റത്തിന് 3 കമ്പോണന്റ്. അപ്പൊ വെക്ടോറിക്കലി നമ്മൾ എന്ത് ചെയ്യുമ്പോൾ മൊമെന്റം എഴുതുമ്പോൾ മക്കളെ, വെക്ടർ P vector equal to Px I cap കണ്ട, Py j cap plus Pz k cap. അപ്പൊ IZ IJK ഫോർമാറ്റിൽ നമുക്ക് ഇത് എഴുതാം. എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മക്കളെ, MVx I cap അല്ലെ, momentum vector is equal to mass into velocity x I cap plus mass into velocity j cap plus mass into velocity z k cap. ഈ IJK ഫോർമാറ്റിൽ എഴുതുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, അഭിരാമി എന്താ പ്രശ്നം? അഭിരാമിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ, ഉണ്ടോ? എന്താണ് പ്രശ്നം? ആണോ? നെറ്റ് കണക്ഷന് പ്രശ്നമാണോ? യെസ്, ഓക്കെ. അപ്പൊ നോക്കൂട്ടോ, അത് ശരിയാണെന്ന് നോക്കൂ. ബാക്കി ആർക്കെങ്കിലും പ്രശ്നമില്ലല്ലോ? വീഡിയോയ്ക്ക് വല്ല പ്രശ്നമൊന്നുമില്ലല്ലോ ബാക്കി കുട്ടികൾക്ക്? ഇല്ല. ഓക്കെ, അപ്പൊ അഭിരാമി ഒന്ന് നോക്കിയോളൂ. അവിടുത്തെ മോളുടെ അവിടുത്തെ നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കാം. അപ്പൊ അതൊന്ന് നോക്കാം കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ മൊമെന്റം നമ്മൾ എഴുതുമ്പോ എക്സ് വൈ സെഡ് എന്ന് നമ്മൾ പറയും കേട്ടോ. എക്സ് വൈ സെഡില് നമ്മൾ കൊടുത്ത് എഴുതാം കേട്ടോ. മൊമെന്റം പി ഈക്വൽ ടു, അപ്പൊ നമുക്ക് എം വി എക്സ് ഐ ക്യാപ്പ് പ്ലസ് എം വി വൈ ജെ ക്യാപ്പ് പ്ലസ് എം വി സെഡ് കെ ക്യാപ്പ് എന്ന് കൊടുക്കാം. മോഡുലസ് ഓഫ് മൊമെന്റം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ റൂട്ട് ഓഫ്, നമ്മൾ വെക്ടോറിയലൊക്കെ ട്രീറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. സോ ഇതാണ് മൊമെന്റത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. യൂണിറ്റ് പറഞ്ഞു, വെക്ടർ പറഞ്ഞു, അതിന്റെ എക്സ് വൈ സെഡ് കമ്പോണന്റുകളൊക്കെ നമ്മൾ പറഞ്ഞു. ചെരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ റിസോൾവ് ചെയ്യും മക്കളെ, അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. റിസോൾവ് ചെയ്യാണ്ട് നിങ്ങൾ ഈ ചെരിഞ്ഞു നിൽക്കുന്ന വെക്ടർ റിസോൾവ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മേലെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ക്വസ്റ്റ്യൻ തെറ്റാണ്. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിയാൽ മതി. വെറുതെ എന്ത് ചെയ്യണ്ട, ആ ക്വസ്റ്റ്യൻ വേണ്ടി സമയം കളയണ്ട. റിസോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് കേട്ടോ, വിട്ട് കളയാതെ, വെറുതെ വിട്ട് കളയണം. യെസ്, ഓക്കെ. ഇനി അടുത്ത എന്താ നമുക്ക് അടുത്ത് പറയാനുള്ളത് മക്കളെ, ന്യൂട്ടന്റെ ലോകളെ. ന്യൂട്ടന്റെ ലോകളെ ഫസ്റ്റ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോകളൊന്നുമല്ല. ഫസ്റ്റ് ലോ നമുക്കറിയാം, എവറി ബോഡി കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. അതായത് ഒരു ബോഡിയിലെ മേലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്തില്ലെങ്കിൽ ആ ബോഡി റെസ്റ്റിലോ യൂണിഫോം മോഷനിലോ കണ്ടിന്യൂ ചെയ്യും. വളരെ സിമ്പിൾ ആണ്, അതൊന്നും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ ഒരു ബോഡിയിലേക്ക് അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യണം മക്കളെ. ഇപ്പോ ഈ ബോഡിയിലേക്ക് 5 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു, അവിടുന്ന് 5 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു. 5 ന്യൂട്ടൺ 2 ഫോഴ്സിൽ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരു ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. എന്തുകൊണ്ട് ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്, നെറ്റ് ഫോഴ്സ് 0 ആണ്. ഒരാൾ ഇവിടുന്ന് 5 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു, അവിടുന്ന് 5 ന്യൂട്ടൺ ആക്ട് ചെയ്യുമ്പോൾ നെറ്റ് എടുക്കുമ്പോൾ എന്ത് വരും മക്കളെ, 0 വരും. അപ്പൊ നെറ്റ് എടുക്കുമ്പോൾ 0 വരുന്ന ഫോഴ്സുകളൊക്കെ ബാലൻസ്ഡ് ഫോഴ്സുകളാണ്. ഈ ബാലൻസ്ഡ് ഫോഴ്സുകൾക്ക് ഈ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മക്കളെ, മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോ ന്യൂട്ടൺ പറഞ്ഞിട്ട് മൂവ് ചെയ്യണമെങ്കിൽ, ഒരു ബോഡി മൂവ് ചെയ്യണമെങ്കിൽ, ഒരു ബോഡി റെസ്റ്റിൽ നിന്ന് മൂവ്മെന്റ് ആരംഭിക്കണമെങ്കിൽ there should be an unbalanced force. ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് വേണമെന്നാണ് ന്യൂട്ടൺ പറയുന്നത്.
കേട്ടോ. അപ്പൊ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഇല്ലാതിരിക്കുകയാണെങ്കിൽ, അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഇല്ലെങ്കിൽ, അതായത് ആ ഫോഴ്സ് പുറത്തുനിന്ന് വരണം കേട്ടോ. പുറത്തുനിന്ന് വരുന്ന ഫോഴ്സുകൾക്ക് മാത്രമേ മോഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചേഞ്ച് സ്റ്റേറ്റിൽ ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ എന്നാണ് ന്യൂട്ടൺ പറഞ്ഞത്. നല്ലൊരു രസകരമായിട്ടുള്ള കോൺസെപ്റ്റാ. അപ്പൊ പുറത്തുനിന്ന് ഒരു ഫോഴ്സ് വരികയും ആ ഫോഴ്സ് അൺബാലൻസ്ഡ് ആവുകയും ചെയ്താൽ മാത്രമേ റസ്റ്റിലുള്ള ബോഡിക്ക് മൂവ് ചെയ്യാനോ മൂവിലുള്ള ബോഡിക്ക് റസ്റ്റിലാവാനോ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. അപ്പൊ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സും ഇല്ലെങ്കിൽ, ഫോഴ്സ് ഇല്ലെങ്കിൽ ഒരു ബോഡി ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത് ആ അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. റസ്റ്റിലോ യൂണിഫോം മോഷനിലോ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. അത് അത്ര വലിയ പ്രാധാന്യമുള്ള. സെക്കൻഡ് ലോ വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ. റേറ്റ് ഓഫ് ദ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു the force is directly proportional to rate of change of momentum and the direction of force is same as the direction of change in momentum. അപ്പോ ഫോഴ്സ് എന്ന് പറയുന്നത് മക്കളെ, ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിഫറൻസിയേഷൻ പഠിച്ച എല്ലാവർക്കും അറിയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം, ഐ മീൻ റേറ്റ് എന്ന് പറയുമ്പോൾ dp/dt ആണ്, അതായത് ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുമ്പോൾ മക്കളെ എന്താ, dp/dt ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ആണ് ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫോഴ്സ്, സോറി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, അതാണ് ഫോഴ്സ്. ഇനി ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എവിടേക്കാ? ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫോഴ്സ് മുകളിലേക്കാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ആ ബോഡിയുടെ മൊമെന്റത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചും മുകളിലേക്കാക്കണം. ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ മുകളിലേക്ക്. ഈ പല കുട്ടികളും അത് മൊമെന്റത്തിന്റെ ഡയറക്ഷൻ മുകളിലേക്ക് എന്നൊക്കെ പറഞ്ഞു വെക്കും മക്കളെ, അതൊക്കെ തെറ്റാണ് കേട്ടോ. ഫോഴ്സ് മൊമെന്റത്തിൽ ചേഞ്ച് ആണ് ഉണ്ടാക്കുന്നത്. മൊമെന്റം ഉണ്ടാക്കുന്നവൻ ഫോഴ്സ് എന്ന് ഞാനിവിടെ ആരും പറയുന്നില്ല. ഫോഴ്സ് മൊമെന്റത്തിൽ ചേഞ്ച് ഉണ്ടാക്കുന്നു. ഫോഴ്സിന്റെ ഡയറക്ഷനും മൊമെന്റത്തിന്റെ ചേഞ്ചിന്റെ ഡയറക്ഷനും സെയിം ആണ്. ക്ലിയർ? ഫോഴ്സിന്റെ ഡയറക്ഷനും മൊമെന്റത്തിലെ ചേഞ്ചിന്റെ ഡയറക്ഷനും സെയിം ആണ്. ഫോഴ്സ് മുകളിലേക്കാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ് മുകളിലേക്ക്, അല്ലാണ്ട് ബോഡി മുകളിലേക്ക് മൂവ് ചെയ്യുന്നൊന്നും ഒരാളും പറയാൻ പാടില്ല. ഒരാളും ദയവ് ചെയ്ത് പറയരുത്. അപ്പൊ ഫോഴ്സ് മുകളിലേക്കാണെങ്കിൽ ബോഡി മുകളിലേക്ക് പൊന്തിപ്പോന്നു എന്നൊന്നും പറയരുത്. ഫോഴ്സ് മുകളിലേക്കാണെങ്കിൽ ബോഡിയുടെ മൊമെന്റത്തിന്റെ ചേഞ്ചിന്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്. അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം ആർ ഈക്വൽ. അപ്പൊ എഫ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം മക്കളെ? dp/dt എന്ന് എഴുതാം. എഫ് ഈക്വൽ ടു dp/dt. ഇവിടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ. ഫോഴ്സ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ dpx/dt. കണ്ടോ, സിമ്പിൾ ആണ്. ഫോഴ്സ് ഇൻ y എന്ന് പറയുമ്പോൾ dpy/dt. ഫോഴ്സ് ഇൻ z എന്ന് പറയുമ്പോൾ dpz/dt. കണ്ടോ, അപ്പൊ IJK ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേ ചെയ്യരുത്. ഇപ്പൊ ഞാൻ പറയാം, ഫോഴ്സ് ഈക്വൽ ടു 3i + 4j. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഫോഴ്സ് ഈക്വൽ ടു 3i + 4j എന്നുള്ള എന്താ അർത്ഥം? ഒരു അർത്ഥമില്ല. അതില് df അല്ല, എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ 3 ആണ്. എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ 3 ആണ്. y ഡയറക്ഷനിലുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ 4 ആണ്. ഈ എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? എക്സ് ഡയറക്ഷനിലുള്ള മൊമെന്റം ബൈ ടൈം, ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം, dpx/dt. y ഡയറക്ഷനിലുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ dpy/dt. വളരെ സിമ്പിൾ ആണ് മക്കളെ, അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഇനി അപ്പോ എക്സ് വൈ സെഡ് കമ്പോണന്റ് വെച്ച് എന്ത് ചെയ്യാൻ നിങ്ങൾ ഒന്ന് പഠിക്കുക. അപ്പൊ ഫോഴ്സ് വെക്ടർ ഈസ് ഈക്വൽ ടു മക്കളെ, ഫോഴ്സ് വെക്ടർ ഈസ് ഈക്വൽ ടു dpx/dt i cap പ്ലസ് dpy/dt j cap പ്ലസ് dpz/dt k cap. കേട്ടോ, ഇതാണ് വെക്ടർ ഫോം. വെക്ടർ ഫോം പഠിച്ചു എളുപ്പം. അപ്പൊ എക്സ് കമ്പോണന്റ് ഓഫ് മൊമെന്റത്തിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ടൈം വെച്ച്, വൈ കമ്പോണന്റ് ഓഫ് മൊമെന്റത്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇസഡ് കമ്പോണന്റ് ഓഫ് മൊമെന്റത്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് വൈ സെഡ് കമ്പോണന്റ് ഓഫ് എന്ത് കിട്ടും? നമുക്ക് ഫോഴ്സ് കിട്ടും കേട്ടോ. അപ്പൊ ഫോഴ്സിന് നമ്മൾ വെക്ടോറിക്കലി എന്ത് ചെയ്യണം മക്കളെ? ട്രീറ്റ് ചെയ്യണം. ക്ലിയർ ആയില്ല മക്കളെ? ഇത് ഡൗട്ട് ഉണ്ടോ? ഇതാണ് സെക്കൻഡ് ലോ. ക്ലിയർ ആയില്ലേ? അഭിരാമി ലാഗ് തീർന്നോ? യെസ്, ഓക്കെ. അപ്പോ മക്കളെ ഇത് ക്ലിയർ ആയില്ലേ? അപ്പോ ഓരോ ഡയറക്ഷനിലോട്ടുള്ള മക്കളെ, ഡയറക്ഷൻ പ്രധാനപ്പെട്ടതാണ്. ഓരോ ഡയറക്ഷനിലോട്ടുള്ള എന്ത് ചെയ്യണം? ഓരോ ഡയറക്ഷനിലോട്ടുമുള്ള മൊമെന്റത്തിനെ ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അതാത് ഡയറക്ഷനിലോട്ടുള്ള ഫോഴ്സ് കിട്ടും. അങ്ങനെ നമ്മൾ നോക്കി വരുമ്പോൾ എഫ് ഈക്വൽ ടു dp/dt എന്ന് നോക്കി വരുന്നു മക്കളെ. എഫ് ഈക്വൽ ടു dp/dt, then d/dt ഓഫ് m into v. d/dt ഓഫ് m into v നമ്മൾ എടുത്തു. അതിൽ മാസ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് മാസ് കണ്ടീഷൻ ആണ് പറയണേ. അപ്പൊ മാസ് കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒരു മക്കളെ dv/dt. വാട്ട് ഈസ് dv/dt? ആക്സിലറേഷൻ. സോ ഫോഴ്സ് F ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ. ഫോഴ്സ് F ഈസ് ഈക്വൽ ടു
മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് കിട്ടും. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സ് ഡയറക്ഷനിലെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു എക്സ് ഡയറക്ഷനിലെ ആക്സിലറേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചോട്ടാ, എക്സ് ഡയറക്ഷനിലെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എക്സ് ഡയറക്ഷനിലെ ആക്സിലറേഷൻ, വൈ ഡയറക്ഷനിലെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു വൈ ഡയറക്ഷനിലെ ആക്സിലറേഷൻ. സോ നമുക്ക് ഫോഴ്സ് വെക്ടർ ഈക്വൽ ടു എം എ എക്സ് ഐ ക്യാപ് പ്ലസ് എം എ വൈ ജെ ക്യാപ് പ്ലസ് എം എ ഇസഡ് കെ ക്യാപ് എന്നും എഴുതാം, ഇതും എഴുതാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരിക്കലും വെക്ടർ കണ്ടു കഴിഞ്ഞാൽ പേടിക്കരുത്. ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത്, ഈ ക്ലാസ് നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്യുന്ന സമയത്ത് വെക്ടർ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പേടിക്കരുത് എന്നുള്ള സ്ഥിതിക്ക് നമ്മൾ എത്തണം. അതാണ് എന്റെ ലക്ഷ്യം കേട്ടോ. വെക്ടർ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, പേടിക്കരുത്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഫോഴ്സ് എഫ് ഈക്വൽ നമ്മൾ നേരത്തെ പറഞ്ഞേ 3i ക്യാപ് പ്ലസ് 4j ക്യാപ്. അതിന്റെ മാസ് 1 കിലോഗ്രാം എന്ന് വിചാരിക്കാം മക്കളെ. മാസ് 1 കിലോഗ്രാം. മാസ് 1 കിലോഗ്രാം എഴുതി വെക്കാം മക്കളെ. എഫ് എക്സ് എത്രയാണ് മക്കളെ? ഫോഴ്സ് ഇൻ എക്സ് 3 ആണ്. ഫോഴ്സ് ഇൻ വൈ എത്ര മക്കളെ? 4 ആണ് അല്ലെ. ഫോഴ്സ് ഇൻ എക്സ് 3 ആണ്, ഫോഴ്സ് ഇൻ വൈ എന്താണ്? 4 ആണ്. മാസ് എത്ര മക്കളെ? 1 ആണ് അല്ലെ. സോ വാട്ട് ഈസ് ആക്സിലറേഷൻ ഇൻ എക്സ്? ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ മക്കളെ എഫ് എക്സ് ബൈ എം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/1. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ആക്സിലറേഷൻ വൈ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എഫ് ബൈ ഡിവൈഡ് ബൈ എം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/1. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. So what is the acceleration vector? It is 3i cap plus 4j cap. What is the magnitude of acceleration? Root of 3 square plus 4 square, that is equal to 5. Is that clear? അപ്പൊ എക്സ് വൈ സെഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കേണ്ട, ഐ ജെ കെ എന്ന് നമ്മൾ പേടിപ്പിക്കേണ്ട, ഓരോന്നിനും സെപ്പറേറ്റ് എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ എക്സ് ഡയറക്ഷനിലെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എക്സ് ഡയറക്ഷനിലെ മൊമെന്റത്തിന്റെ ചേഞ്ച് ബൈ ടൈം, അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിലെ ആക്സിലറേഷൻ ടു മാസ്. വൈ ഡയറക്ഷനിലെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ വൈ ഡയറക്ഷനിലെ ആക്സിലറേഷൻ ടു മാസ്, അല്ലെങ്കിൽ വൈ ഡയറക്ഷനിലെ മൊമെന്റത്തിന്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇസഡ് ഡയറക്ഷനിലെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ മാസിന്റെ ഇസഡ് ആക്സിസിലെ ആക്സിലറേഷൻ, അല്ലെങ്കിൽ ഇസഡ് ഡയറക്ഷനിലുള്ള മൊമെന്റത്തിന്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇസഡ് ക്ലിയർ? അപ്പൊ ഫോഴ്സ് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് മക്കളെ, പേടിക്കരുത്. ക്ലിയർ ആയോ? യെസ്, ഓക്കെ. അപ്പോ അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ ഈ മനുഷ്യന്മാരായ അവരുടെ അവസാന കാലത്ത് വരെ ഓർമ്മയുള്ള ഇക്വേഷൻ. നിങ്ങൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ മറക്കും മക്കളെ. നിങ്ങൾ 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ചിലപ്പോൾ മറന്നു പോകും. പക്ഷെ ന്യൂട്ടന്റെ തേർഡ് ലോ നമ്മൾ ഒരിക്കലും മറക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആരോട് വേണമെങ്കിൽ ചോദിച്ചാൽ അവർ പറയും ന്യൂട്ടന്റെ തേർഡ് ലോ. എന്നാൽ ന്യൂട്ടന്റെ തേർഡ് ലോ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതെങ്കിലും ഒരു ആക്ഷന് തുല്യവും ഓപ്പോസിറ്റുമായിട്ടുള്ള മറ്റൊരു റിയാക്ഷൻ ഉണ്ടായിരിക്കും. ഫോർ എവറി ആക്ഷൻ ദർ മസ്റ്റ് ബി ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മളൊരു ബോഡിയിലേക്ക് ഒരു ആക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ബോഡി തിരിച്ച് നമുക്ക് ഒരു റിയാക്ഷൻ തരും കേട്ടോ. ഇപ്പൊ നമ്മൾ നീന്തുക എന്ന് വിചാരിക്കുക. നമ്മൾ നീന്തുമ്പോൾ എന്താ ചെയ്യണം? നമ്മൾ താഴെ ബാക്കിലോട്ട് വെള്ളത്തിന് ബാക്കിലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ വെള്ളം നമ്മൾ മുമ്പിലോട്ട് പുഷ് ചെയ്യും. അതാണല്ലോ നമ്മൾ മുമ്പിലോട്ട് പോകുന്നത്. ഇപ്പൊ വഞ്ചിയിൽ പോകുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് എന്ത് ചെയ്യുമ്പോൾ നമ്മൾ വഞ്ചി ഇങ്ങനെ തുഴയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് മക്കളെ? വെള്ളത്തിന് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ബാക്കിലോട്ടാണെങ്കിൽ വെള്ളം നമുക്ക് തിരിച്ച് വഞ്ചിക്ക് കൊടുക്കുന്ന ഫോഴ്സ് മുമ്പിലോട്ടാണ്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇപ്പൊ ഞാൻ ഈ ബോർഡിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ബോർഡ് തിരിച്ച് എനിക്ക് തരുന്നുണ്ട്, ഒരു ഫോഴ്സ് തരുന്നുണ്ട്. അപ്പൊ അതാണ് എന്റെ പ്രത്യേകത. അപ്പൊ ആക്ഷനും റിയാക്ഷനും ഉണ്ടായിരിക്കും. അപ്പൊ ആക്ഷൻ ആരാണ്, റിയാക്ഷൻ ആരാണ്, അതിനൊന്നും ഇവിടെ റോൾ ഇല്ലാത്ത. ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും ആക്ഷൻ ആവും, മറ്റൊന്നും തരുന്നത് എപ്പോഴും റിയാക്ഷൻ ആവും, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മൾ വെള്ളത്തിൽ കൊടുക്കുന്ന ആക്ഷൻ വെള്ളം നമുക്ക് തിരിച്ചു തരുന്ന റിയാക്ഷൻ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ വെള്ളത്തിൽ കൊടുക്കുന്ന റിയാക്ഷൻ ആവാം, വെള്ളം നമുക്ക് തരുന്ന ആക്ഷൻ ആവാം. അങ്ങനെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിളിച്ചുകൊണ്ട് ഇവിടെ യാതൊരു പ്രശ്നമില്ല. ഇപ്പൊ ഞാനൊരു ഫ്ലോറിൽ നിൽക്കുമ്പോൾ ഞാൻ എന്റെ വെയിറ്റ് ഫ്ലോറിലേക്ക് ആക്ട് ചെയ്യുന്നു, അത് റിയാക്ഷൻ ആവാം. തിരിച്ച് ആ ഫ്ലോർ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചൊരു ആക്ഷൻ തരുന്നുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ആക്ഷൻ ആവാം, തിരിച്ച് ഫ്ലോർ തരുന്ന റിയാക്ഷൻ ആവാം. അതൊക്കെ അങ്ങനെ പേര് മാറുന്നതൊന്നും കുഴപ്പമില്ല. അപ്പൊ ആക്ഷൻ റിയാക്ഷൻ, അപ്പൊ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതാണ് ന്യൂട്ടന്റെ തേർഡ് ലോ. ഈ ആക്ഷൻ റിയാക്ഷൻ പെയർ അല്ലെങ്കിൽ ആക്ഷൻ റിയാക്ഷൻ ആക്ടിങ് ഓൺ ഡിഫറെന്റ് ബോഡീസ്. ആക്ഷനും റിയാക്ഷനും ആക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ബോഡികളാണ്. അതായത് ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നു എന്ന് വിചാരിക്കാം. ഞാനിവിടെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കണേ? എന്റെ വെയിറ്റ് ഈ പ്ലാറ്റ്ഫോമിലേക്ക്, ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് മക്കളെ, കാണുന്നില്ലേ നിങ്ങൾക്ക്? ഉണ്ട് കേട്ടോ. അപ്പോ ഞാനിവിടെ നിൽക്കുമ്പോൾ എന്റെ വെയിറ്റ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആക്ട് ചെയ്യുന്നു. സോ എന്റെ വെയിറ്റ് ആണ് ആക്ഷൻ. സോ ആക്ഷൻ ഈസ് ആക്ടിങ് ഓൺ ദ പ്ലാറ്റ്ഫോം. ആക്ഷൻ എവിടേക്ക് ആക്ട് ചെയ്യുന്ന? പ്ലാറ്റ്ഫോമിലേക്ക് ആക്ട് ചെയ്യുന്നത്. പ്ലാറ്റ്ഫോം എനിക്ക് തിരിച്ചെന്ത് വരുന്നുണ്ടാവും? ഒരു റിയാക്ഷൻ തരുന്നുണ്ടാവും. തിരിച്ച് എനിക്ക് തരുന്നത്. സോ റിയാക്ഷൻ ഈസ് ആക്ടിങ് ഓൺ മീ. സോ ആക്ഷൻ ഈസ് ആക്ടിങ് ഓൺ ദ പ്ലാറ്റ്ഫോം ആൻഡ് റിയാക്ഷൻ ഈസ് ആക്ടിങ് ഓൺ മീ. So action and reaction are acting on two different bodies. Hence they will not cancel with each other. അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല മക്കളെ? They will not cancel with each other. അവർ ഒരിക്കലും ക്യാൻസൽ ചെയ്യില്ല, ഒരിക്കലും ക്യാൻസൽ ചെയ്യില്ല. അപ്പൊ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് വരെ ഉണ്ട് ഇവിടെ.
Why action and reaction does not cancel with each other? അവിടെ എന്താർത്ഥം? ആക്ഷനും റിയാക്ഷനും ഡിഫറെന്റ് ബോഡിയിലാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ ലോകത്ത് കേട്ടോ, ന്യൂട്ടന്റെ തേർഡ് ലോ അത്രയും ഇമ്പോർട്ടന്റ് എന്ന് പറയാനുള്ള കാരണം, ഈ ലോകത്ത് ഏതെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻ ഉണ്ടാവും. അതായത് എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ഫോഴ്സുകളൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് പെയറുകളായിട്ടായിരിക്കും, രണ്ടെണ്ണമായിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യാൻ മക്കളെ. ആക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പെയർ മാത്രമായിട്ട്. നമുക്ക് ആക്ഷൻ മാത്രമായിട്ട് ഒരു സ്ഥലത്ത് കാണാൻ പറ്റില്ല, അവിടെ റിയാക്ഷൻ ഉണ്ടായിരിക്കും. നമുക്ക് റിയാക്ഷൻ മാത്രമായിട്ട് ഒരു കാണാൻ പറ്റില്ല. സോ ഫോഴ്സസ് എക്സിസ്റ്റ് ഇൻ ദിസ് യൂണിവേഴ്സ് ഇൻ പെയർസ് കേട്ടോ. ആ പെയറുകളായിട്ടാണ് എന്ത് ചെയ്യുക, ഫോഴ്സുകൾ എക്സിസ്റ്റ് ചെയ്യാന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ന്യൂട്ടന്റെ തേർഡ് ലോ ആണ്. ഇനി ഈ ആക്ഷനും റിയാക്ഷനും ഉണ്ടാകുന്നത് സൈമിൾട്ടേനിയസ്ലി ആണ്. അതായത് ആക്ഷൻ ആദ്യം ഉണ്ടായി എന്നിട്ട് റിയാക്ഷൻ ഉണ്ടാവണം, അങ്ങനെയൊന്നുമില്ല. ആക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് തന്നെ അപ്പം തന്നെ എന്തുണ്ടാവും മക്കളെ, റിയാക്ഷൻ ഉണ്ടാവും. സോ ദർ ഇസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ. ഒരു ടൈം ലാഗ് ഇല്ല, ആക്ഷനും റിയാക്ഷൻ തമ്മിൽ ഒരു ടൈം ലാഗ് ഒന്നുമില്ല. നമ്മൾ ഒരു ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിന് എന്ത് കിട്ടും, റിയാക്ഷൻ കിട്ടും കേട്ടോ. അല്ലാതെ ആക്ഷൻ ആക്ട് ചെയ്ത് കുറെ സമയം കഴിഞ്ഞിട്ട് റിയാക്ഷൻ കിട്ടുക, അങ്ങനെ പരിപാടി ഇല്ല. Is that clear for you? അപ്പോൾ ഇതാണ് മക്കളെ ന്യൂട്ടന്റെ തേർഡ് ലോ. സോ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് an equal and opposite reaction. ക്ലിയർ ആണോ? യെസ്, ഓക്കെ, അത് ക്ലിയർ ആണ്. ഇനി മക്കളെ ചെറുതായിട്ട് നമുക്ക് ചെറിയൊരു ഇക്വിലിബ്രിയം കേസ് പറയാം. ചെറിയൊരു ഇക്വിലിബ്രിയം കണ്ടീഷൻ. നമ്മൾ മൊത്തത്തിലൊരു ഇക്വിലിബ്രിയം പറയുന്നില്ല. മൊത്തത്തിൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ നമ്മൾ റൊട്ടേഷണൽ മോഷൻ കൂടി പഠിക്കണം. റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം പറയണം. നമ്മൾ അതൊന്നും പറയില്ല. നമ്മൾ ഇവിടെയുള്ള നമ്മുടെ സാധാ മോഷനിലുള്ള ഇക്വിലിബ്രിയം പറയുമ്പോൾ മക്കളെ എപ്പോഴാണ് ഇക്വിലിബ്രിയം ഉണ്ടാവുക, നെറ്റ് ഫോഴ്സ് സീറോ ആവുമ്പോൾ കേട്ടോ. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എപ്പോഴാണ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ഉണ്ടാവും മക്കളെ, നെറ്റ് ഫോഴ്സ് സീറോ ആകുമ്പോൾ ഇക്വിലിബ്രിയം ആണ്. അപ്പൊ നെറ്റ് ഫോഴ്സ് സീറോ ആണെങ്കിൽ ആ ബോഡി ഇക്വിലിബ്രിയത്തിലാന്ന് പറയാം. ആ ബോഡി ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ എന്താ പ്രത്യേകത, ഒന്നുകിൽ ആ ബോഡി റെസ്റ്റിലായിരിക്കും കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ, വെറുതെ നമ്മൾ ഇക്വിലിബ്രിയം പഠിച്ചിട്ട് കാര്യമില്ല. ഒന്നുകിൽ ആ ബോഡി റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ആ ബോഡി എന്തായാലും യൂണിഫോം മോഷനിലായിരിക്കും കേട്ടോ. അപ്പൊ ഈ ലോകത്തെ ഏതെങ്കിലും ഒരു ബോഡി റെസ്റ്റിലിരിക്കുന്നുണ്ടാവാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ, ഇക്വിലിബ്രിയത്തില. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു ടേബിൾ ഇരിക്കുന്നു, ഇക്വിലിബ്രിയത്തില. ബോക്സ് ഇരിക്കുന്നു, ഇക്വിലിബ്രിയത്തില. ബാഗ് ഇരിക്കുന്നു, ഇക്വിലിബ്രിയത്തില. ബുക്ക് ഇരിക്കുന്നു, ഇക്വിലിബ്രിയത്തില. നമ്മുടെ വീട്ടിലുള്ള കുറെ സാധനങ്ങൾ വെറുതെ ഇരിക്കുന്നുണ്ട്, അവരൊക്കെ ഇക്വിലിബ്രിയത്തില. നമ്മളും വെറുതെ ഇരിക്കുന്നു, അതും ഇക്വിലിബ്രിയത്തിലാണ് കേട്ടോ. നമ്മൾ വെറുതെ ഇരിക്കുന്നു, പലതരത്തിലും വെറുതെ ഇരിക്കുന്നു, പിന്നെ വെറുതെ ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നു, ക്ലാസ്സിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു, അതും ഇക്വിലിബ്രിയാണ്. ഓക്കെ, അപ്പൊ ആര് വെറുതെ ഇരുന്നാലും അത് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, ചില കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, ഡൗട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ് എന്ന് നമ്മൾ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ് എന്ന് സാറിന് എങ്ങനെയാണ് മനസ്സിലായത്, അങ്ങനെ ചോദിക്കും. അപ്പൊ ചില പ്രോബ്ലം നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ മക്കളെ നമുക്ക് ഇവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ യൂസ് ചെയ്യാം. അപ്പൊ അവർ ചോദിക്കും, ഇത് എങ്ങനെയാണ് ഇത് ഇവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ് യൂസ് ചെയ്യാന്ന് നമുക്ക് മനസ്സിലായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പം പറയും, കുട്ടികളോട് പറയും, ഈ പ്രോബ്ലത്തിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ്, അല്ലെ, കുറച്ച് ബ്ലോക്കുകളോ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ കമ്പോണന്റുകളൊക്കെ വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചോ, ഈ കമ്പോണന്റുകളൊക്കെ റെസ്റ്റിലാണെന്ന് അവര് ഏതെങ്കിലും ഒരു വാക്ക് അവിടെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് അവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ യൂസ് ചെയ്യാം. അപ്പൊ വെറുതെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്ട് നിങ്ങൾ അവിടെ പ്രോബ്ലത്തിൽ കാണുന്നുണ്ടെങ്കിൽ, റെസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ പ്രസൻസ് നിങ്ങളുടെ പ്രോബ്ലത്തിൽ ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഇക്വിലിബ്രിയം കണ്ടീഷൻ കേട്ടോ. അപ്പൊ ഇക്വിലിബ്രിയം കണ്ടീഷൻ എവിടെ യൂസ് ചെയ്യണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെറ്റ് ഫോഴ്സ് സീറോ ആണ്, അതായത് റെസ്റ്റിലോ യൂണിഫോം മോഷനിലോ മൂവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതെന്താണ് മക്കളെ, അവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ യൂസ് ചെയ്യാം. അതാണ് നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു സീറോ. നെറ്റ് ഫോഴ്സ് സീറോ ആണെങ്കിൽ മക്കളെ ആക്സലറേഷൻ mx ആണ്, അപ്പൊ ma ആണ്, അപ്പൊ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു സീറോ വരും കേട്ടോ. അപ്പൊ ഫോഴ്സ് ആക്ട് ചെയ്തില്ലെങ്കിൽ അവിടെ ആക്സലറേഷൻ ഇല്ല. ഫോഴ്സ് ആക്ട് ചെയ്തില്ലെങ്കിൽ അവിടെ ആക്സലറേഷൻ ഇല്ല. അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇല്ല. അവിടെ വെലോസിറ്റി ഇല്ല എന്നല്ല സാറ് പറഞ്ഞത്, അവിടെ വെലോസിറ്റി ഉണ്ടാകാം, ആ ബോഡി മൂവ് ചെയ്യാം. ശ്രദ്ധിച്ചോളൂട്ടോ, പല കുട്ടികൾക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്, ഫോഴ്സ് ഇല്ലെങ്കിൽ ബോഡി മൂവ് ഇല്ല. ആ ധാരണയൊക്കെ തെറ്റാണ്. ഫോഴ്സ് ഇല്ലെങ്കിൽ ആക്സിലറേഷൻ ഇല്ല, ആക്സിലറേഷൻ ഇല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇല്ല. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷൻ ഇല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇല്ല, ബട്ട് വെലോസിറ്റി ഉണ്ടാകാം. അപ്പൊ ഫോഴ്സ് ഇല്ല പറയുമ്പോൾ വെലോസിറ്റി ഉണ്ടാവും. അതേത് വെലോസിറ്റി ആയിരിക്കും? അത് യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. ഓ ഡെഫിനറ്റ്ലി അത് യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. സോ അപ്പോ നെറ്റ് എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയത്തിൽ എന്താ മക്കളെ, ma സീറോ ആയിരിക്കും, മാസിന്റെ ആക്സിലറേഷൻ സീറോ ആയിരിക്കും, അപ്പൊ ആക്സിലറേഷൻ സീറോ ആയിരിക്കും. ഇനി എപ്പോഴാണ് നമ്മൾ ഇക്വിലിബ്രിയത്തിലാണ് ഐഡന്റിഫൈ ചെയ്യുക? മക്കൾ ഒന്ന് ശ്രദ്ധിച്ചോളാം. ഇപ്പൊ ഒരു ബോഡിയിലേക്ക് 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ മക്കളെ, ഒരു ബോഡിയിലേക്ക് 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് F1, ഇതാണ് F2,
ഇതാണ് F3. അങ്ങനെ 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നു. ആ 3 ഫോഴ്സുകൾ ഒരേ ഓർഡറിൽ വരച്ചു വെച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരേ ഓർഡറിലാണ് വരച്ചു വെച്ചത്. ഡിഫറെന്റ് ഓർഡർ, ഓപ്പോസിറ്റ് ഓർഡറിൽ ഒന്നല്ല വരച്ചു വെച്ചത്. ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന പോലെ ഈ 3 ഫോഴ്സുകൾ F1, F2, F3, 3 forces are drawn in the same order. കേട്ടോ, അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ ഓർഡറിൽ വരച്ചു വെച്ച് അവരെ വരച്ചപ്പോ നമുക്ക് എന്ത് കിട്ടി, ഒരു ക്ലോസ്ഡ് ഷേപ്പ് കിട്ടി. ഇപ്പൊ 3 ഫോഴ്സ് ആണെങ്കിൽ 3 ഫോഴ്സ് ഉണ്ടാക്കുന്ന ഒരു ക്ലോസ് ഷേപ്പ് ട്രയാങ്കിളാ. 4 ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ എന്താ നമ്മൾ ക്വാഡ്രിലാറ്റർ എന്നോ അങ്ങനെ പറയാറുണ്ടല്ലോ നമ്മൾ 4 ഇതുണ്ടെങ്കിൽ. യെസ്, ഓക്കെ. 5 ഉണ്ടെങ്കിൽ നമ്മൾ പെന്റഗൺ. യെസ്. അപ്പോ ഇപ്പൊ ഇവിടെ 3 ഫോഴ്സ് ഉള്ളു. ഈ 3 ഫോഴ്സുകൾ നമ്മൾ ഒരേ ഓർഡറിൽ വരച്ചപ്പോ എന്ത് ചെയ്തു, നമുക്കൊരു ക്ലോസ്ഡ് ഫിഗർ അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടിയെങ്കിൽ അതിന്റെ അർത്ഥം മക്കളെ നെറ്റ് ഫോഴ്സ് ഈക്വൽ 0 ആണ്. ശ്രദ്ധിച്ചോളൂട്ടാ. ഇതൊരു നീറ്റ് 2000 എന്റെ ഓർമ്മ ശരിയാണ് 2017 19 വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അപ്പൊ 3 ഫോഴ്സുകൾ ഒരു ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്നത്, 3 ഫോഴ്സുകൾ ഒരു ബോഡിയിലേക്ക് ആക്ട് ചെയ്തിട്ട് ഇക്വിലിബ്രിയം കണ്ടീഷൻ ചോദിച്ചിരിക്കുന്നു. മക്കളെ 3 ഫോഴ്സുകൾ ആക്ട് ചെയ്തിട്ട് ഇക്വിലിബ്രിയം കണ്ടീഷൻ ചോദിച്ചിരിക്കുന്നു. എങ്ങനെയാ ഇത്, എങ്ങനെ ഈ 3 ഫോഴ്സുകൾ ഇങ്ങനെ നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ട്രയാങ്കിൾ ഷേപ്പിൽ വരച്ചു കഴിഞ്ഞാൽ അതിന് 3 ഫോഴ്സുകൾ ഒരേ ഓർഡറിൽ വരച്ചിട്ട് അതെന്ത് ചെയ്യണം, ക്ലോസ്ഡ് ഷേപ്പിലേക്ക് വരികയാണെങ്കിൽ അവിടെ എന്താണ്, അത് ഇക്വിലിബ്രിയം ആണ്. നെറ്റ് ഫോഴ്സ് ഈക്വൽ 0 ആണ്. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ മക്കളെ ആക്സിലറേഷൻ ഈക്വൽ 0 ആണ്. ദിസ് ബോഡി ഇൻ യൂണിഫോം വെലോസിറ്റി. ദിസ് ബോഡി ഇസ് ഇൻ യൂണിഫോം വെലോസിറ്റി. നീറ്റ് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞതാ. ഇതേപോലെ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് അവർ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു 3 ഫോഴ്സുകളാണ് ഒരു ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്നതെങ്കിൽ വിച്ച് ആർ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്, വിച്ച് ആർ ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് കറക്റ്റ് എന്ന് ചോദിച്ചു. അതിലൊരു ഓപ്ഷൻ ആയിരുന്നു ദ ബോഡി ഈസ് മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി. അപ്പൊ പലർക്കും അത് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാത്ത പിള്ളേരുണ്ടാവട്ടാ. ഇത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആണെന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും. പക്ഷെ നെറ്റ് ഫോഴ്സ് 0 ആണെന്നൊപ്പം തന്നെ ആക്സിലറേഷൻ 0 ആണെന്ന് ചിന്തിക്കണം. അപ്പോൾ വെലോസിറ്റി എന്തായിരിക്കും മക്കളെ, യൂണിഫോം ആണെന്ന് ചിന്തിക്കണം. അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു വരാം. അപ്പൊ ഇങ്ങനെ ഒരു ഫിഗർ തന്നു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു ബോഡി യൂണിഫോം വെലോസിറ്റിയാണ്, ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു ബോഡി യൂണിഫോം വെലോസിറ്റിയാണ്. ക്ലിയർ ആയില്ല മക്കളെ? അപ്പൊ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നെറ്റ് ഫോഴ്സ് 0. എങ്ങനെയാ ഒരു ഡയഗ്രാം വരച്ച് നമ്മൾ ഇക്വിലിബ്രിയം നോക്കുക, 3 ഫോഴ്സുകളോ 4 ഫോഴ്സുകളോ ഉണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യുക, സെയിം ഓർഡറിൽ വരച്ചു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ഷേപ്പ് കിട്ടി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നെറ്റ് ഫോഴ്സ് ഈക്വൽ 0, ആക്സിലറേഷൻ ഈസ് ഈക്വൽ 0, ദ ബോഡി can move in uniform motion. കേട്ടോ, റെസ്റ്റിലിരിക്കണം നിർബന്ധമില്ല, യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യാം. ക്ലിയർ? ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ? യെസ്, ഓക്കെ. അടുത്ത് നമുക്ക് ഇമ്പൾസ് പറയാം. കേട്ടോ, ഇമ്പൾസ്. അപ്പോ എന്താണ് മക്കളെ ഇമ്പൾസ്? ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഫോഴ്സ് വളരെ ചെറിയ സമയത്തേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇഫക്റ്റ് ആണ് ഇമ്പൾസ്. കേട്ടോ, വളരെ വലിയൊരു ഫോഴ്സ് വളരെ ചെറിയൊരു സമയത്തേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കണം മക്കളെ, ഇമ്പൾസ് എന്ന് പറഞ്ഞ് വിളിക്കണം. കേട്ടോ, അപ്പൊ ഇമ്പൾസിന്റെ റെപ്രസെന്റേഷൻ നമുക്ക് ജെ എന്നിടാം. ഓക്കെ, അപ്പൊ ജെ ഈക്വൽ ടു ഇമ്പൾസ് ഈസ് ഈക്വൽ ടു മക്കളെ ഫോഴ്സ് ഇൻറ്റു ടൈം. ശ്രദ്ധിച്ചോളൂട്ടോ മക്കളെ, ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. അപ്പൊ വളരെ വലിയൊരു ഫോഴ്സ് വളരെ ചെറിയ സമയത്തേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ ഇമ്പൾസ് ആണ് നടന്നിരിക്കുന്നത്. അപ്പൊ ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്താ, ഫോഴ്സ് ഇൻറ്റു ടൈം. ഇമ്പൾസിന്റെ മക്കളെ യൂണിറ്റ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ ഇമ്പൾസിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ആണ് വരിക. അതേപോലെ നമുക്ക് ഒരു കാര്യം കൂടി പറയാം, ഇമ്പൾസ് ജെ ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി ടി അങ്ങനെയും പറയാം. കേട്ടോ, വളരെ ചെറിയ സമയമാകുമ്പോൾ നമുക്ക് എഫ് ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. അപ്പൊ ഇമ്പൾസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി ടി, ജെ ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി ടി. യെസ്. ഇനി അതിന്റെ സ്കേലാർ ആണോ വെക്ടർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പൾസ് എന്ത് ക്വാണ്ടിറ്റി ആണ് മക്കളെ, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതിന് എന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ ഇമ്പൾസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സിന് ഈക്വലന്റ് ആണ്. സോ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോ വെക്ടർ ക്വാണ്ടിറ്റി ആണ് ഇമ്പൾസ്. ആ വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഇമ്പൾസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈക്വലന്റ് ടു എന്തിന് ഈക്വലന്റ് ആണ് മക്കളെ, ഈക്വലന്റ് ടു നമ്മുടെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സിന് ഈക്വലന്റ് ആണ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ എന്താ, എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. സെക്കൻഡ് ലോ, എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നുള്ള ഇക്വേഷൻ അറിയാം. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, ഫോഴ്സ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഇനി ഈ ടൈമിന് നിങ്ങൾ എടുത്താൽ എന്ത് വരും മക്കളെ, എഫ് ഇൻറ്റു ടി ഈക്വൽ ടു ഡി പി എന്ന് വരും. എഫ് ഇൻറ്റു ടി ഈക്വൽ എഫ് ഇൻറ്റു ഡി ടി ഈക്വൽ ടു ഡി പി. വാട്ട് ഈസ് എഫ് ഇൻറ്റു ഡി ടി? ഫോഴ്സ് ഇൻറ്റു ടൈം. എഫ് ഇൻറ്റു ഡി ടി അതെന്താ മക്കളെ, ഇമ്പൾസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ എഫ് ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത് മക്കളെ ഇമ്പൾസ് ആണ്. സോ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. നിങ്ങൾ എൻട്രൻസിന് പഠിക്കുന്ന കുട്ടികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. കേട്ടോ, ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ചേഞ്ച് ഇൻ മൊമെന്റം ആണെന്നുള്ള കാര്യം ശ്രദ്ധിച്ചു വെച്ചോളൂ. അതായത്
ഒരു ബോഡിയുടെ ഇമ്പൾസ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബോഡിയുടെ ഇമ്പൾസ് നിങ്ങളോട് എന്ത് ചെയ്യുകയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഫോഴ്സ് ഇൻടു ടൈം അങ്ങനെ തന്നിട്ട് നോക്കണം. ഫോഴ്സ് ഇൻടു ടൈം. ഇപ്പൊ ഫോഴ്സും ടൈമും നേരിട്ട് തന്നെങ്കിൽ വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇമ്പൾസ് കിട്ടും. ഇനി അഥവാ അങ്ങനെ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും നോക്കണം. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും നോക്കണം? ചേഞ്ച് ഇൻ മൊമെന്റ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും നോക്കണം. അതായത് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഞാനിത് മാറ്റിയാണേ, ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. മക്കളെ ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. കേട്ടോ, ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റ് ആണ് ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം ഫോർമാറ്റിലും ചെയ്യാൻ പറ്റുമോ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കേട്ടോ, അപ്പൊ മിക്കവാറും ഇത് തന്നെയാണ് നമ്മളോട് ചോദിക്കാറ്. അപ്പൊ ഫൈനൽ മൊമെന്റത്തിനുള്ള കണ്ടുപിടിക്കാനുള്ള ഫാക്ടേഴ്സ് തരും, ഇനീഷ്യൽ മൊമെന്റം കണ്ടുപിടിക്കാനുള്ള ഫാക്ടേഴ്സ് തരും. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറയും? ഇമ്പൾസ് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ ഇമ്പൾസ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ചെയ്താൽ നമുക്ക് അപ്പൊ തന്നെ എന്ത് കിട്ടും? ഇമ്പൾസ് കിട്ടും. ക്ലിയർ ആയില്ലേ? പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, വെക്ടോറിക്കലി മൈനസ് ചെയ്യണം. എന്റെ പൊന്നു മക്കളെ, നിങ്ങളോട് പറയാനുള്ള കാര്യം, ഏതൊക്കെ ക്വാണ്ടിറ്റികൾ വെക്ടർ ആണോ അവരെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ വെക്ടോറിക്കലി ട്രീറ്റ് ചെയ്യണം. സോ ഇവിടെ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റ് എന്ന് പറഞ്ഞു. മൊമെന്റും വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ യു ഹാവ് ടു സബ്ട്രാക്ട് വെക്ടോറിക്കലി. അതിന് നിങ്ങൾ വെക്ടോറിക്കലി സബ്ട്രാക്ട് ചെയ്യണം. നിങ്ങൾ അതിനെ വെക്ടോറിക്കലി എന്ത് ചെയ്തേ പറ്റൂ? സബ്ട്രാക്ട് ചെയ്തേ പറ്റൂ. ക്ലിയർ ആയോ? അപ്പൊ വെക്ടോറിക്കലി വേണം എന്ത് ചെയ്യാൻ? നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യാൻ. അപ്പൊ ഫൈനൽ മൊമെന്റ് മൈനസ് ഇനീഷ്യൽ മൊമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വെക്ടോറിക്കലി ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഇമ്പൾസ് കിട്ടും. ഇനി നമ്മൾ ഇമ്പൾസിന്റെ ഇക്വേഷൻ നമ്മൾ ഒരു പ്രാവശ്യം കൂടി നമ്മൾ എഴുതണം. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ടൈം, എഫ് ഇൻടു ഡി ടി. ഈ ഫോഴ്സ് വേരിയബിൾ ഫോഴ്സ് ആയിരുന്നെങ്കിൽ, ഈ ഫോഴ്സിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ വേരിയബിൾ ഫോഴ്സ് വരികയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. വേരിയബിൾ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മോഷൻ വൺ ഡയമെൻഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സാധനം വേരി ചെയ്യുകയാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഏതാ? ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വേരിയബിൾ ആണെങ്കിൽ ഒരു സാധനം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? യെസ് 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 അതിനുള്ള ആൻസർ ഒരു കുട്ടി നമ്മുടെ കൃഷ്ണേന്ദു പറഞ്ഞു കഴിഞ്ഞു. ഒരു ഫംഗ്ഷൻ വേരിയബിൾ ആണെങ്കിൽ യു ഹാവ് ടു ഇന്റഗ്രേറ്റ് ദാറ്റ്. ഇന്റഗ്രേഷൻ മെത്തേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞിട്ടായിരുന്നു. എപ്പോഴാണ് ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുക? നമ്മൾ കുറെ കാര്യങ്ങൾ ബൈഹാർട്ട് പഠിച്ചു പോകേണ്ടത് ശരിയാവില്ല. നമുക്ക് ബൈഹാർട്ട് പഠിച്ചു പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല? അച്ചീവ്മെന്റ് ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എപ്പോഴാണ് എന്നെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇന്റഗ്രേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? വേരിയബിൾ ആയിട്ടുള്ള കേസുകൾ വരുമ്പോൾ, വേരിയബിൾ ഫംഗ്ഷൻസ് വരുമ്പോഴാണ് ഇന്റഗ്രേഷൻ യൂസ് ചെയ്യേണ്ടി വരിക. അപ്പോ ഇമ്പൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇമ്പൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഫോഴ്സ് ഈക്വൽ ടു AT പ്ലസ് BT സ്ക്വയർ. അങ്ങനെ ടൈമിന്റെ ഒരു ഫംഗ്ഷനിലാണ് ഫോഴ്സ് എന്ന് വിചാരിക്കാം. അപ്പൊ ഫോഴ്സ് മറ്റേ കോൺസ്റ്റന്റ് ആണോ മക്കളെ എന്ന് ചോദിച്ചാൽ അല്ല, ഇറ്റ് ഇസ് വേരിയബിൾ ഫംഗ്ഷൻ ആണ് അല്ലെ, ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഇമ്പൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പൊ തന്നെ ഇന്റഗ്രൽ എഫ് ഇൻടു ഡി ടി എന്ന് ചെയ്യേണ്ടി വരും. ഇന്റഗ്രൽ എഫ് ഡി ടി. കേട്ടോ, അത്രയുള്ള പരിപാടി. അപ്പൊ ഫോഴ്സിനെ ടൈം വെച്ച് എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇമ്പൾസ് കിട്ടും. അപ്പൊ നമുക്ക് ഇമ്പൾസിന് 3 ഇക്വേഷൻ. ഫോഴ്സ് ഇൻടു ടൈം. ആ ഫോഴ്സിന്റെ ടൈം എപ്പോഴാണ് യൂസ് ചെയ്യുക? ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ് യൂസ് ചെയ്യുക. വെറുതെ കോൺസ്റ്റന്റ് ഫോഴ്സും അതിനുള്ള സമയം തന്നെങ്കിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഇമ്പൾസ് കിട്ടും. ക്ലിയർ? അപ്പൊ ഇമ്പൾസ് കിട്ടി. ഇനി നമ്മള് മറ്റേ മൊമെന്റം തന്നിട്ട് ഇമ്പൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിക്കുക. അതായത് ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. യു കൻ ഗെറ്റ് ദാറ്റ്. ഇനി ഫോഴ്സ് വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും മക്കളെ? ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. എഫ് ഡി ടി ഇന്റഗ്രൽ എഫ് ഡി ടി. അതാണ് ഇമ്പൾസ്. അത് തന്നെയാണ് ചേഞ്ച് ഇൻ മൊമെന്റം. നിങ്ങളോട് ഇമ്പൾസ് അത് തന്നെയാണ് മക്കളെ ചേഞ്ച് ഇൻ മൊമെന്റം. ഇപ്പൊ ഫോഴ്സ് വേരിയബിൾ ഫംഗ്ഷൻ ആണ്, ടൈം വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് അപ്പോഴും എന്ത് കിട്ടും? ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടും. നിങ്ങൾ തെറ്റിക്കല്ലേ? അപ്പൊ ഇമ്പൾസ് മാത്രം കണ്ടുപിടിക്കാനല്ല, അതും ചേഞ്ച് ഇൻ മൊമെന്റം ഇമ്പൾസ് സെയിം ആണ്. കേട്ടോ, അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. അത് നിങ്ങളൊരു തിയറം തന്നെയുണ്ട്, ഇമ്പൾസ് മൊമെന്റം തിയറം. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ എഫ് ഡി ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പൾസ് കിട്ടും. അല്ലെങ്കിൽ അത് തന്നെയാണ് നമുക്ക് എന്ത്? ചേഞ്ച് ഇൻ മൊമെന്റം ആയിട്ട് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതാ ഒരു ഗ്രാഫ്, ഫോഴ്സ് ടൈം ഗ്രാഫ്. മക്കളെ ഒരു ഫോഴ്സ് ടൈം ഗ്രാഫ് തരും. ഫോഴ്സിന്റെയും ടൈമിന്റെയും ഗ്രാഫ് തന്നിട്ട് ഇമ്പൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്പൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? ഏരിയ അണ്ടർ ദ ഗ്രാഫ്, ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ് ചെയ്താൽ ഇമ്പൾസാ. അപ്പൊ എത്ര മെത്തേഡുകളാണ് നോക്കട്ടെ ഇമ്പൾസ് കണ്ടുപിടിക്കാൻ? 4 മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫോഴ്സ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് കണ്ടുപിടിക്കാൻ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. വേരിയബിൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഡി ടി ഇന്റഗ്രൽ, കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻടു ടി, മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ദാറ്റ് ഈസ് ഇമ്പൾസ്. ഈസ് ദാറ്റ് ക്ലിയർ? മക്കളെ അത് ക്ലിയർ ആയോ? അപ്പൊ അതാണ് മക്കളെ എന്ത്? ഇമ്പൾസ്. ഡൗട്ട് ഉണ്ടോ മക്കളെ? അപ്പൊ ഇമ്പൾസ് എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു ഫോഴ്സ് ചെറിയ സമയത്തേക്ക് ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. എഫ് ഇൻടു ഡി ടി, ന്യൂട്ടൺ സെക്കൻഡ്, യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്, വെക്ടർ ക്വാണ്ടിറ്റി, ഫോഴ്സിന്റെ അതേ ഡയറക്ഷൻ.
പിന്നെ ഇമ്പൾസ് പിടിക്കണം 4 മെത്തേഡുകൾ എഫ് ഇൻറ്റു ഡി ടി, ഇന്റഗ്രൽ എഫ് ഡി ടി, ഏരിയ അണ്ടർ എഫ് ടി ഗ്രാഫ്, ഫൈനൽ മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ക്ലിയർ മക്കളെ? ക്ലിയർ ആയോ? യെസ്. ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടാ. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇത് ഇവിടുത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 പേര് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ബാക്കി കുറെ പേര് വെറുതെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവരോടുകൂടിയാ ചോദിക്കണേ. എല്ലാവർക്കും പറയാം, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണമെങ്കിൽ പറഞ്ഞോട്ടാ. യെസ്, ഓക്കെ. അപ്പൊ നമ്മള് ഇമ്പൾസിന്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് ഇമ്പൾസിനെ 2 എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. 2 എക്സാമ്പിൾസ് അല്ല, ഞാൻ പ്രോബ്ലം ചെയ്യുന്ന 2 കാര്യങ്ങൾ പറഞ്ഞത്. അതാ, ഒരു ബോഡിയിൽ നോക്കൂ, ഒരു ബോഡി ഓഫ് മാസ് എം, ഒരു ബോഡി ഓഫ് മാസ് എം ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി u ആൻഡ് ഹിറ്റ്സ് ദ വാൾ. ഒരു വാളിനെ ഇടിച്ചു മക്കളെ, ഒരു വാളിനെ ഇടിച്ചു, തട്ടി, അത് എന്ത് ചെയ്യുന്നു? ആൻഡ് റിട്ടേൺസ് ബാക്ക് വിത്ത് ദ സെയിം വെലോസിറ്റി. റിട്ടേൺസ് ബാക്ക് വിത്ത് ദ സെയിം വെലോസിറ്റി ആ ബോഡി. സോ വാട്ട് ഈസ് ദ impulse? What is impulse? Impulse എത്രയാ മക്കളെ? യെസ്, ഇമ്പൾസ് എത്രയാ? വേം പറയൂ. ഒരാൾ പറഞ്ഞു അല്ലെ, ഇമ്പൾസ് 0. എന്തുകൊണ്ട് 0? അത് നമ്മൾ നോക്കി നോക്കിയേ. അത് അങ്ങോട്ട് പോകുന്നത് യു വെലോസിറ്റിയിലാണ്. എം മാസ് യു വെലോസിറ്റി അങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് തിരിച്ചു വരുന്നതും അതേ സംഭവത്തിലാണ് അല്ലെ. അപ്പൊ യു സെയിം ആണ്. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ 0 എഴുതി കേട്ടോ. തെറ്റാണ്, അത് തെറ്റാണ്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, ഞാൻ സത്യമായി പറയുന്നു. എന്തു പറയുന്നു? മൊമെന്റം ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. നിങ്ങൾ സൗകര്യപൂർവ്വം അത് മറന്നു പോകുന്നു മക്കളെ. നിങ്ങൾ എവിടെ നിങ്ങൾക്ക് മറവ് സംഭവിക്കുന്നു അവിടെ നിങ്ങൾ പരാജയപ്പെടുന്നു. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞതാ, മൊമെന്റം വെക്ടർ ക്വാണ്ടിറ്റി ആണ്, മൊമെന്റം വെക്ടർ ക്വാണ്ടിറ്റി ആണ്. മൈനസ് ചെയ്യുമ്പോൾ നമ്പറുകൾ മൈനസ് ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളെ തലച്ചോറിലെ ഒരു ഭാഗം വെക്ടറിന് വേണ്ടി മാറ്റിവെക്കൂ. വെക്ടോറിക്കലി ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കൂ. നിങ്ങൾ സ്കേലാർ പഠിച്ചതുകൊണ്ടാ നിങ്ങൾ വിചാരം ഫൈനൽ മൊമെന്റം എം ഇൻറ്റു യു, ഇനീഷ്യൽ മൊമെന്റം എം ഇൻറ്റു യു, സോ മൈനസ് ചെയ്യുമ്പോൾ 0 കേട്ടോ. 0 നിങ്ങൾ തെറ്റുകയാണ്. അപ്പൊ മൊമെന്റം വെക്ടർ ആണോ സ്കേലർ ആണോ? എനിക്ക് ഞാൻ ചോദിക്കട്ടെ, മൊമെന്റം വെക്ടർ ആണോ സ്കേലർ ആണോ? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതറിയാലോ, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റ് എത്ര വരിക? നമ്മൾ ഫൈനൽ മൊമെന്റത്തിന് -mu എന്ന് എടുക്കാം. ഡയറക്ഷൻ മാറി ഫൈനൽ മൊമെന്റത്തിന് -mu എന്ന് എടുക്കാം. ഇനീഷ്യൽ മൊമെന്റം +mu. തെറ്റില്ലല്ലോ. ഇനീഷ്യൽ മൊമെന്റം അങ്ങോട്ട് പോകുന്നത് അത് +mu, ഇങ്ങോട്ട് വരുന്നത് -mu. ഇനീഷ്യൽ ഫൈനൽ മൊമെന്റം. So what is change in momentum? ഇനി നിങ്ങൾക്ക് എടുക്കാം -mu, that is equal to -2mu, that is a change in momentum. ചില പ്രോബ്ലത്തിന് വെറും 2mu ആണല്ലോ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണുള്ളൂ. 2mu എന്ന് കണ്ടാലും നിങ്ങൾ എഴുതിക്കോട്ടാ. -2mu കാണാണ്ട് നിങ്ങൾ വെറും 2mu എന്ന് കണ്ടാലും നിങ്ങൾക്ക് എഴുതിക്കോ, കുഴപ്പമില്ല. Is that clear? 0 ആണോ 2mu ആണോ? 0 ആണോ 2mu ആണോ? എനിക്ക് വളരെയധികം സന്തോഷമാണ് നിങ്ങൾ ഇവരെ തെറ്റിക്കുമ്പോ. 0 ആണോ 2mu ആണോ? ഓക്കെ. ഈ 0 തെറ്റിക്കോ മക്കളെ? യെസ് കേട്ടാ. എനിക്ക് സന്തോഷിക്കാനുള്ള വകുപ്പ് തരരുത് കേട്ടാ. ഓക്കെ, ഞാൻ വെറുതെ പറഞ്ഞാണ്, ഇനി നിങ്ങൾ അത് വിചാരിക്കണ്ട. ഓക്കെ, അപ്പൊ 2mu ആണ്. ശ്രദ്ധിച്ചോളൂ. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ എത്രമാത്രം ചെയ്യുന്നു നോക്കട്ടെ. അതാ, ഇതൊക്കെ ഈ നേരത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടല്ലോ. നേരത്തെ ക്വസ്റ്റ്യൻ എത്ര തവണ ഏതൊക്കെ എൻട്രൻസ് ചോദിച്ചിട്ടുണ്ടോ അവനെ അറിയില്ല. ആ ക്വസ്റ്റ്യൻ തന്നെ അറിയില്ല എത്ര തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, ഇതൊരു വോള്, ഇതൊരു മാസ് എം യു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, തട്ടി തിരിച്ചു വരുന്നു. ആലോചിച്ച് പറഞ്ഞോട്ടാ. ഞാനിതൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തെറ്റിക്കുമ്പോണ്ടല്ലോ ഇടണല്ലോ അതിനും. യെസ്, ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തീറ്റ ഒബേസ് ലോ ഓഫ് റിഫ്ലക്ഷൻ ഒബേസ് ചെയ്തിട്ടുണ്ട്. 2 ആംഗിളും തീറ്റയാണ്. ആലോചിച്ച് പറഞ്ഞാൽ മതി, വെറുതെ സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. യു തന്നെയാണ്, ഇങ്ങോട്ട് പോകുന്നതും യു തന്നെയാണ്. സോ വാട്ട് ഈസ് ചേഞ്ച് ഇൻ മൊമെന്റം? അതെ, വെറുതെ സാറ് സമയം കളയണ്ട സാർ കേട്ടാ. സാർ തന്നെ പറയുന്നതായിരിക്കും അതിന്റെ ഏറ്റവും ബെസ്റ്റ് അല്ലെ. വെറുതെ എന്ത് ചെയ്യണ്ട, സമയം കളയാൻ നിൽക്കണ്ട.
ഓക്കെ, അപ്പൊ നമുക്ക് തന്നെ പറയാം. നോക്ക, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ചെരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ കമ്പൗണ്ട് എടുക്കണം, ചെരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ കമ്പൗണ്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വെക്ടർ ക്വാണ്ടിറ്റി ആണല്ലോ മൊമെന്റം, കമ്പൗണ്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളെ ഇതാണ് തീറ്റ എങ്കിൽ ഈ ആംഗിളും തീറ്റയാണ് അല്ലെ, അതറിയാലോ, ഈ ആംഗിൾ തീറ്റയാണ്. സോ കമ്പൗണ്ട് എടുക്കാം മക്കളെ, ഇത് യു കോസ് തീറ്റ, എം യു കോസ് തീറ്റ, മൊമെന്റത്തിന്റെ കമ്പൗണ്ട് ആണ് എം യു കോസ് തീറ്റ. തീറ്റ വഴി പോകുന്ന കമ്പോണന്റ് കോസ് കമ്പോണന്റ്. അതിന് വെർട്ടിക്കൽ ആയിട്ടുള്ള കമ്പോണന്റ് മക്കളെ എം യു സൈൻ തീറ്റ. ക്ലിയർ ആണല്ലോ? എം യു സൈൻ തീറ്റ. അപ്പൊ നമ്മൾ എടുത്തു. ഈ തട്ടി തിരിച്ചു വരുന്ന കേസ് എടുക്കുക മക്കൾ, ഇതാണ് തീറ്റ അല്ലെ, ഇതും തീറ്റ തന്നെയാണ് കേട്ടോ. തീറ്റ വഴി പോകുന്ന കമ്പോണന്റ് എം യു കോസ് തീറ്റ, തട്ടി തിരിച്ചു വരുന്ന കമ്പോണന്റ് എം യു സൈൻ തീറ്റ. തട്ടി തിരിച്ചു വരുന്ന കേസ് നോക്കട്ടോ, എം യു കോസ് തീറ്റ, എം യു സൈൻ തീറ്റ, എം യു സൈൻ തീറ്റ, എം യു കോസ് തീറ്റ. കൊച്ചു കുട്ടികൾ വരെ ശ്രദ്ധിക്കും, എം യു സൈൻ തീറ്റ, എം യു സൈൻ തീറ്റ. മക്കൾ നോക്കിയേ, ഇതും എം യു സൈൻ തീറ്റ, ഇതും എം യു സൈൻ തീറ്റ. ആ എം യു സൈൻ തീറ്റയ്ക്ക് മാറ്റം വരുന്നുണ്ടോ? വെർട്ടിക്കൽ കമ്പോണന്റിന് ഇവിടെ വല്ല ചേഞ്ചും കാണുന്നുണ്ടോ? നിങ്ങൾ വെർട്ടിക്കൽ കമ്പോണന്റ് ചേഞ്ച് കാണുന്നുണ്ടോ? പറയും, നിങ്ങൾക്ക് നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെർട്ടിക്കൽ കമ്പോണന്റ് വല്ല ചേഞ്ചും കാണുന്നുണ്ടോ? ഇല്ല. വെർട്ടിക്കൽ കമ്പോണന്റ് ഒരു ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ലല്ലോ, ഇല്ല. അപ്പൊ ഏത് കമ്പോണന്റ് മാത്രം മാറിയിട്ടുള്ളോ? ഹൊറിസോണൽ കമ്പോണന്റ്, ഹൊറിസോണൽ കമ്പോണന്റ് മാത്രം മാറിയിട്ടുള്ളോ? അതും ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാ ചെയ്തേ. അപ്പൊ സീറോ എടുക്കണോ? സീറോ എടുക്കരുത്, ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ -2mv നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോ വാട്ട് ഈസ് ചേഞ്ച് ഇൻ മൊമെന്റം? സോ വാട്ട് ഈസ് ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഈക്വൽ ടു -2mu cos theta. -2mu cos theta is answer. -2mu cos theta. ക്ലിയർ ആയോ മക്കളെ? അപ്പോ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ചേഞ്ച് വന്നത്. അപ്പൊ -2mu cos theta. Is that clear? ക്ലിയർ ആയോ? യെസ്, ഓക്കെ. അപ്പൊ അതാണ് മക്കളെ ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിക്കണം. അപ്പൊ -2mu cos theta ആണ് ചേഞ്ച് ഇൻ മൊമെന്റം. ഇനി ഫോഴ്സ് ചോദിച്ചെങ്കിൽ ഈ -2mu cos theta ബൈ ടൈം, ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ആണ് ഫോഴ്സ്. അപ്പൊ ഫോഴ്സ് ചോദിക്കാൻ ചിലപ്പോ, അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം മാത്രമല്ല ഫോഴ്സ് ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? -2mu cos theta ബൈ ടൈം. ഇത് വെച്ചിട്ട് പ്രോബ്ലം ഉണ്ട് കേട്ടോ, നീറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ എന്താ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ മൊമെന്റം വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഇമ്പൾസ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഫോഴ്സ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ ട്രീറ്റ് ദം ആസ് വെക്ടേഴ്സ്. വെക്ടർ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? അവരെ ട്രീറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആയില്ലേ മക്കളെ? യെസ്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അതും ഇമ്പോർട്ടന്റ് ആണ്. അതും നമുക്ക് പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാ പ്രോബ്ലം ചോദിക്കാം. കൺസർവേഷൻ ഓഫ് മൊമെന്റം നമുക്ക് അടുത്ത ടോപ്പിക് കേട്ടോ, കൺസർവേഷൻ ഓഫ് മൊമെന്റം. എന്താ മക്കളെ കൺസർവേഷൻ ഓഫ് മൊമെന്റം? ഇഫ് നമുക്കറിയാം എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു dp/dt. ഇതാണ് ന്യൂട്ടന്റെ ഏത് ലോ? തേർഡ് ലോ. എക്സ്റ്റേണൽ ഫോഴ്സ് ഈക്വൽ ടു dp/dt. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ സിസ്റ്റം, അതായത് സിസ്റ്റത്തിന് മേലെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് 0. ഇപ്പൊ ഒരു സിസ്റ്റത്തിന് മേലെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ബോഡീസ് കേട്ടോ. ഇപ്പൊ ഗൺ ആൻഡ് ബുള്ളറ്റ്, ഗണ്ണും ബുള്ളറ്റും കളക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് സിസ്റ്റമായി മാറി. ബുള്ളറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ അത് ഒബ്ജക്ട് കേട്ടോ. ഗണ്ണ് മാത്രം എടുക്കുകയാണെങ്കിൽ അത് ഒബ്ജക്ട്. ഗണ്ണും ബുള്ളറ്റും ഒരുമിച്ചെടുക്കുമ്പോൾ സിസ്റ്റം കേട്ടോ. വഞ്ചിയും തുഴച്ചിൽ കാരണം, വഞ്ചി മാത്രം എടുക്കുമ്പോൾ ഒബ്ജക്ട്, തുഴയുന്ന ആൾ എടുക്കുമ്പോൾ ഒബ്ജക്ട്, വഞ്ചിയും ആ തുഴയുന്ന ആളും കൂടി ഒരുമിച്ചെടുക്കുമ്പോൾ ഇറ്റ്സ് എ സിസ്റ്റം. അപ്പോ ഒരു സിസ്റ്റത്തിലേക്ക് എന്താ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, ഒരു സിസ്റ്റത്തിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്തുണ്ടാവുക മക്കളെ? dp = 0, ദാറ്റ് ഈസ് മൊമെന്റം ഈസ് കോൺസ്റ്റന്റ്. dp = 0, that is momentum is constant. അതായത് ഇനീഷ്യൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം, ഫൈനൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. അപ്പൊ ഒരു സിസ്റ്റത്തിന്റെ പോലെ മേലെ ഏത് ഫോഴ്സ് മക്കളെ? എക്സ്റ്റേണൽ ഫോഴ്സ് കേട്ടോ. എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു സിസ്റ്റത്തിന്റെ മേലെ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, if there is no external force acting on the system, the momentum of the total momentum of the system remains the same. That means initial momentum is equal to final momentum. That is conservation of momentum. മക്കളെ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് വിളിക്കുക. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ എന്താ കൺസർവേഷൻ ഓഫ് മൊമെന്റം? ഒരു സിസ്റ്റത്തിന്റെ മേലെ എന്ത് ആക്ട് ചെയ്യുന്നില്ല? ഒരു സിസ്റ്റത്തിന്റെ മേലെ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്തില്ലെങ്കിൽ, ആ സിസ്റ്റത്തിന്റെ മൊമെന്റം എന്തായിരിക്കും? കൺസർവ്ഡ് ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും, ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇനീഷ്യൽ മൊമെന്റും ഫൈനൽ മൊമെന്റും സെയിം ആയിട്ട് എഴുതാം. Is that clear for you? Is that clear? യെസ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പല എക്സാമിനും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്ക്
പറഞ്ഞു തന്നെ കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞു തന്നെ. ഒരു ബോംബ് ഉണ്ട്, ഇതാണ് ഇത് ചോദിച്ച് അവർക്കും അടുത്ത് ചെയ്ത് ഞങ്ങൾക്കും അടുത്തു കേട്ടോ. അതേപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ബോംബ് ഉണ്ട്, ബോംബ് ഇനീഷ്യലി റെസ്റ്റിലാണ്, ബോംബ് ഇനീഷ്യലി റെസ്റ്റിലാണ്, പൊട്ടനാക്കാൻ മുമ്പ്, ബ്ലാസ്റ്റ് ചെയ്യാനാക്കാൻ മുമ്പ് റെസ്റ്റിലാണ്. സോ ഇനീഷ്യൽ മൊമെന്റം ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി അല്ലെ. ഇനീഷ്യൽ മൊമെന്റം ഈസ് ഈക്വൽ ടു 0. അപ്പൊ അതിൽ ഡൗട്ട് ഇല്ലല്ലോ മക്കളെ, ഇനീഷ്യൽ മൊമെന്റ് 0 ആണ്. ബോംബ് ബ്ലാസ്റ്റ് ചെയ്തു, അത് പൊട്ടിത്തെറിച്ചു. ഈ പൊട്ടിത്തെറിക്കുന്ന ഫോഴ്സ് ഇന്റേണൽ എക്സ്റ്റേണലാ. ഒന്ന് പറഞ്ഞേ, ഇന്റേണൽ എക്സ്റ്റേണൽ ഫോഴ്സ് പൊട്ടിത്തെറിക്കുന്നത് ഇന്റേണൽ ഫോഴ്സ് ആണ് അല്ലെ. അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പൊ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. സോ ദ ഫോഴ്സ് ഇസ് പ്യൂർലി ഇന്റേണൽ ഇൻ നേച്ചർ. അപ്പോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ മൊമെന്റത്തിൽ ചേഞ്ച് വരുന്നില്ല. ഇനീഷ്യൽ മൊമെന്റ് എത്രയായിരുന്നു മക്കളെ? ഇനീഷ്യൽ മൊമെന്റ് 0 ആയിരുന്നു. ബോംബ് പൊട്ടുന്നേക്കാൾ മുമ്പുള്ള മൊമെന്റ് 0 ആണെങ്കിൽ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കഷ്ണങ്ങൾ പറന്നു പോകുന്നതും എന്റെ മൊമെന്റം, എല്ലാ കഷ്ണങ്ങളുടെയും മൊമെന്റ് എടുത്ത് സംവിധം എന്ത് വരണം? 0 വരണം കേട്ടോ. എല്ലാ കഷ്ണങ്ങളുടെയും മൊമെന്റത്തിന്റെ സംബന്ധം വരണം 0 വരണം. Why? Because the blasting is due to internal force. There is no external force acting on the bomb. So if there is no external force acting on the bomb, the total momentum of the bomb remains the same. That means initial momentum of the bomb is equal to final momentum of the fragments. So initial momentum of the bomb is equal to 0. Why? Initially bomb is at rest. So initial momentum of the bomb is equal to 0. So the total momentum of the fragments is also equal to 0. കേട്ടോ. മൊത്തം അതിന്റെ ഫ്രാഗ്മെന്റ്സും എന്താണ് മക്കളെ? 0 വരണം. M1 സെക്കൻഡ് കഷ്ണത്തിന്റെ മാസ്, M2 തേർഡ് കഷ്ണത്തിന്റെ മാസ്, M3 3 കഷ്ണങ്ങളായിട്ട് പോകുന്നു കേട്ടോ മക്കളെ. ഇവരുടെ ഫസ്റ്റ് കഷ്ണത്തിന്റെ വെലോസിറ്റി v1, സെക്കൻഡ് ഫ്രാഗ്മെന്റിന്റെ v2 ആൻഡ് തേർഡ് പാർട്ടിന്റെ വെലോസിറ്റി v3. അങ്ങനെ 3 കഷ്ണങ്ങളായിട്ട് ഈ ബോംബ് പൊട്ടിത്തെറിച്ച് പോണേ. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാട്ടോ, 3 കഷ്ണങ്ങൾ ചോദിക്കുക. 2 കഷ്ണം ചോദിക്കുന്ന പരിപാടി അവർക്ക് ഇല്ല സാധാരണക്കാരൻ. 2 കഷ്ണം വളരെ സിമ്പിളാണ്. അപ്പൊ 3 കഷ്ണമായിട്ട് ചോദിക്കുക. അപ്പൊ 3 കഷ്ണമായിട്ട് അവർ ചോദിക്കുമ്പോൾ ആദ്യത്തെ ഒരു കഷ്ണത്തിന്റെ മാസ്, രണ്ടാമത്തെ കഷ്ണം, മൂന്നാമത്തെ കഷ്ണത്തിന്റെ ഓരോ പാർട്സിന്റെയും മാസ് തരും, ഓരോ പാർട്സിന്റെയും വെലോസിറ്റി തരും വിത്ത് ഡയറക്ഷൻ ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ പൊന്നു മക്കളെ മൊമെന്റം വെക്ടർ ക്വാണ്ടിറ്റിയാണ്. സോ ട്രീറ്റ് ദം വെക്ടോറിക്കലി. അവരെ വെക്ടോറിക്കലി വേണം എന്ത് ചെയ്യാൻ? ട്രീറ്റ് ചെയ്യാൻ. യൂസ് യുവർ ബ്രെയിൻ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. അപ്പൊ 3 ഫ്രാഗ്മെന്റ്സ് ഉണ്ടാവും. ആ 3 ഫ്രാഗ്മെന്റ്സ് 3 വെലോസിറ്റി 3 ഡയറക്ഷനിലുണ്ട് ചെതറിപ്പോകുന്നുണ്ടാവും. പക്ഷെ ചെതറിപ്പോയാലും എന്താ? ആ 3 പേരുടെയും ടോട്ടൽ മൊമെന്റം, ദ ടോട്ടൽ ഫൈനൽ മൊമെന്റം PF എന്ന് പറയുന്നത് മക്കളെ M1 V1 M2 V2 M3 V3 ശരിയാണോ? M1 V1 M2 V2 M3 V3 ശരിയാണോ മക്കളെ? ടോട്ടൽ മൊമെന്റം ശരിയാണോ? M1 V1 ഫസ്റ്റ് മൊമെന്റം, M2 V2 സെക്കൻഡ് മൊമെന്റം, M3 V3 തേർഡ് മൊമെന്റം ശരിയാണോ? അല്ലേ? ശരിയല്ലേ? ആണെന്നാണ് കുറെ പേര് പറഞ്ഞത്. കുറച്ച് പേര് അപ്പോഴും പറയുന്നില്ല കേട്ടോ. ഇവിടെ കുറച്ച് പേര് വെറുതെ ഇരിക്കുന്നുണ്ട്. അവരോട് ചോദിക്കുകയാണ്, ഇത് ടോട്ടൽ മൊമെന്റ് എന്ന് പറയുമ്പോൾ M1 V1 പ്ലസ് M2 V2 പ്ലസ് M3 V3 എന്നത് ശരിയാണോ? അല്ല, തെറ്റാണ് കേട്ടോ. ഒരു ചെറിയൊരു കാര്യത്തിൽ അത് തെറ്റാണ് മക്കളെ. അത് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റ്? യു ഷുഡ് പുട്ട് എ വെക്ടർ സൈൻ ഓവർ ഹിയർ. നമ്മളവിടെ വെക്ടർ ഇടണം മക്കളെ. വെക്ടർ ഇടണം. ബിക്കോസ് എന്തുകൊണ്ടാ? മൊമെന്റം ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ജസ്റ്റ് നമ്പറുകളായിരുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയ പോലെ 3 മാസം വരുത്തുന്നുണ്ട്, 3ന്റെ വെലോസിറ്റി തന്നുണ്ട്. എന്നാ കിടക്കട്ടെ, മാസിന്റെ വെലോസിറ്റി നമ്പർ ആയിരുന്ന പോലെ 10 + 5 + 5 20 ഒന്നൊക്കെ എഴുതി വെക്കരുത്. ബിക്കോസ് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി കേട്ടോ. തല ഇങ്ങനെ കത്തുന്നുണ്ട് അതിനുള്ളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കണം. ഇറ്റ് ഈസ് എ വെക്ടർ. Yes, okay. ഇപ്പൊ ശരിയായി. M1 V1 plus M2 V2 vector plus M3 V3 vector is equal to final momentum. And unfortunately, there is no external force acting on the bomb. So, initial momentum of the bomb is equal to final momentum, total final momentum of the fragments. So, we can equate this. PF is equal to 0. So, 0 equal to M1 V1 vector plus M2 V2 vector plus M3 V3 vector. Clear? അങ്ങനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. വെക്ടർ ഇടാൻ മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ 4 മാർക്ക് നഷ്ടപ്പെടുന്നു. മാത്രമല്ല -1 വരും. 5 മാർക്കിന്റെ നഷ്ടം സംഭവിക്കുന്നു. 5 മാർക്കിന്റെ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ആയിരങ്ങൾക്ക് പുറകിലാവുന്നു നിങ്ങൾ. അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ ഈ സാധനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഈ കുട്ടികള് ഇത് പഠിച്ച വെറുതെ ജസ്റ്റ് നമ്പറുകൾ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടില്ലേ സാർ, അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും ചെയ്യേ. അതാണ് പ്രശ്നം.
ഈ നമ്പറുകൾ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും ചെയ്യും. നമ്മളെ പിള്ളേർ വാട്ട് എ സിംഗിൾ ക്വസ്റ്റ്യൻ ഇൻ നീറ്റ്, ഇതിങ്ങനെ അങ്ങനെ കറപ്പിക്കുക അവിടെ ഇരുന്നിട്ട് കേട്ടാ. പക്ഷെ 5 മാർക്ക് നഷ്ടപ്പെട്ടു, ആയിരങ്ങൾ പുറകിൽ നിങ്ങൾ പോകും. വൈ? നിങ്ങൾ വെക്ടർ എടുത്തിട്ടില്ല. അപ്പോ m1v1 plus m2v2 plus m3v3 equal to 0. ഇനി minus m3v3 vector is equal to m1v1 plus m2v2. ശരിയാണല്ലോ. ഞാൻ ഈ -m3v3 എന്നുള്ള കാരണം നിങ്ങൾക്ക് 2 ഫ്രാഗ്മെന്റ്സിന്റെ മാസും 2 ഫ്രാഗ്മെന്റ്സിന്റെ വെലോസിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. മൂന്നാമത്തെ ഫ്രാഗ്മെന്റിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? ഫസ്റ്റ് ഫ്രാഗ്മെന്റിന്റെ മൊമെന്റം പ്ലസ് സെക്കൻഡ് ഫ്രാഗ്മെന്റിന്റെ മൊമെന്റം വെക്ടോറിക്കലി ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ ആണ് തേർഡ് മാസിന്റെ മൊമെന്റം. സോ -p3 എന്ന് പറയുന്നത് p1 പ്ലസ് p2 ആണ്. ആദ്യത്തെ 2 മാസുകളുടെ മൊമെന്റങ്ങളുടെ വെക്ടോർ സമ്മാണ് മൂന്നാമത്തെ മാസിന്റെ നെഗറ്റീവ് ഓഫ് മൊമെന്റം എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം. അവിടെ നമുക്ക് വെലോസിറ്റി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇങ്ങനൊരു പ്രോബ്ലം പരീക്ഷയ്ക്ക് സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട്. ശ്രദ്ധിച്ചോളോ, വെക്ടോറിക്കലി ട്രീറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ് നമ്മുടെ ടോപ്പിക് കേട്ടോ. ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്ന കേസ് ചോദിച്ചു കഴിഞ്ഞാൽ കൺസർവേഷൻ ഓഫ് മൊമെന്റം യൂസ് ചെയ്യുക കേട്ടോ. വെക്ടർ എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ നിങ്ങൾ പരിപാടി അവസാനിപ്പിച്ച് വീട്ടിൽ പോവുക കേട്ടോ. വെറുതെ എന്ത് ചെയ്യണ്ട, അവിടെ നിന്നിട്ട് എന്ത് ചെയ്യുന്ന സമയം കളയണ്ട, പരിപാടി എത്രയും പെട്ടെന്ന് അവസാനിച്ച് എന്ത് ചെയ്യുക, വേഗം വീട്ടിൽ പോയി ചെയ്യുക. വെക്ടോറിക്കലി ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, തോന്നണം. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? യെസ്. അപ്പൊ നമുക്കത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ക്ലിയർ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. യെസ്, ഓക്കെ. അപ്പോ നോക്കൂ, ഇതാ ബോംബ് പൊട്ടിത്തെറിച്ചു. ബോംബ് പൊട്ടിത്തെറിച്ച് 3 കഷ്ണങ്ങൾ ഉണ്ടായി. അതിൽ ഒരു കഷ്ണം ഞാൻ എന്റെ എക്സാമ്പിൾ കാണിച്ചു തരട്ടാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സാമ്പിൾ കാണിച്ചു തരികയാണ്. ഒരു കഷ്ണം 1 കിലോഗ്രാം മാസ്, മറ്റേ കഷ്ണം 1 കിലോഗ്രാം മാസ്, മൂന്നാമത്തെ കഷ്ണം 2 കിലോഗ്രാം മാസ് കേട്ടോ. 1 കിലോഗ്രാം 2 കിലോഗ്രാം മാസുള്ള 3 കഷ്ണം ഉണ്ടായി. ഒരു ബോംബ് പൊട്ടിത്തെറിച്ചിട്ട്, റഷ്യയിലുള്ള ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് അതില് ഒരു കഷ്ണം പോകുന്നത് 12 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ്. ഒരു കഷ്ണം പോകുന്നത് 12 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് ഒരു കഷ്ണം പോണേ. മറ്റേ കഷ്ണം പോകുന്നത് മക്കളെ 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് കേട്ടോ. 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് അടുത്ത കഷ്ണം തെറിച്ചു പോണേ. അൺഫോർച്ചുനേറ്റ്ലി ദേ ആർ പെർപെൻഡിക്കുലർ. അത് അവർ തന്നിട്ടുണ്ടാവും. ഈ 2 കഷ്ണവും തെറിച്ചു പോകുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഈ 2 കഷ്ണവും തെറിച്ചു പോകുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. എന്നിട്ട് അവർ ചോദിക്കും വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് തേർഡ് ഫ്രാഗ്മെന്റ് എന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ ആദ്യത്തെ 2 കഷ്ണങ്ങളുടെ വെലോസിറ്റി മാസ് തന്നിട്ടുണ്ട്, അവർ പെർപെൻഡിക്കുലർ ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ -p3 വെക്ടർ ഈസ് ഈക്വൽ ടു p1 പ്ലസ് p2, അല്ലെങ്കിൽ -m3v3 ഈക്വൽ ടു പറ m1v1 വെക്ടർ പ്ലസ് m2v2 വെക്ടർ. നിങ്ങൾ ഒന്ന് ചെയ്തേ, ഇവന്റെ മൊമെന്റ് കണ്ടുപിടിച്ചത് ഫസ്റ്റ് ബോഡിയുടെ മാസ് ഇൻറ്റു വെലോസിറ്റി 1 × 12. സോ ഫസ്റ്റ് മൊമെന്റ് എത്രയാണ് മക്കളെ? 12 ആണ്. സോ 12 പ്ലസ് സെക്കൻഡ് മൊമെന്റ് എത്രയാണ് മക്കളെ? 1 × 5. 1 × 5 എത്രയാ? 5 ആണ്. 12 പ്ലസ് 5 70 എന്ന് എഴുതി കഴിഞ്ഞാൽ അപ്പം തെറ്റി. 70 എന്ന് എഴുതി കഴിഞ്ഞാൽ അപ്പം തെറ്റി. നമ്പർ എടുക്കാനല്ല പറഞ്ഞേ. യു ഷുഡ് ട്രീറ്റ് ദം വെക്ടോറിക്കലി. സോ വെക്ടർ ഇങ്ങനെ എഴുതാൻ പാടില്ല. ശരിക്കും 12 മുകളിൽ വെക്ടർ ഇടാൻ പാടില്ല. നിങ്ങൾ ഇട്ടോ കുഴപ്പമില്ല. 12 വെക്ടർ പ്ലസ് 5 വെക്ടർ മക്കളെ. ആൻഡ് ദേ ആർ 90 ഡിഗ്രി. വാട്ട് ഈസ് 90 ഡിഗ്രി വരുമ്പോൾ എന്താ റിസൾട്ടിന്റെ ഇക്വേഷൻ? റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 144 പ്ലസ് 25 എന്ന് വരും മക്കളെ. റൂട്ട് 169 ദാറ്റ് ഈസ് ഈക്വൽ ടു 30. സോ 12 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 30 എന്നാണ് കിട്ടുക. 13. യെസ്, 13 കിട്ടി കഴിഞ്ഞു. സോ 13 ആണ് നമുക്ക് എന്ത് കിട്ടണേ? -m3v3 ഈക്വൽ ടു 13. സോ v3 ഈക്വൽ ടു -13 ബൈ m3. m3 എത്ര മക്കളെ? 2. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 6.5 meter per second is the velocity. 6.5 meter per second is the velocity of the third fragment in opposite direction of that two sum. മക്കളെ ഇവരുടെ റിസൾട്ട് ഇങ്ങനെ പോവാണെങ്കിൽ ഇവ ഇങ്ങനെ പോകണം. മൂന്നാമത്തെ ബോഡി അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പോകണം. അത്രയും അർത്ഥം. ആ മൈനസ് ഒക്കെ വിട്ടുള്ള ആ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് കേട്ടോ. ഇത് ചോദിക്കും. അപ്പൊ ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ ചോദിക്കും. നമ്മുടെ കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിൽ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ ചോദിക്കും. പറഞ്ഞു തരില്ല കേട്ടോ. 8ാം ക്ലാസ് തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയതാ. റീകോയിൽ വെലോസിറ്റി ഇക്വേഷൻ ഒന്നും ഇവിടെ ഞാൻ എന്തില്ല ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം -m × v by capital M. -m is mass of bullet into velocity of bullet by total mass of the gun. അത് നമുക്ക് റീകോയിൽ വെലോസിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ എന്ത് ചെയ്യില്ല, ഡിയില്
ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിപ്പിച്ചു മക്കളെ. ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോസ് ഓഫ് മോഷനിൽ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിലോട് നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കും. നമുക്ക് ഫ്രിക്ഷൻ ചെയ്യാണ്ട് പിന്നെ കണക്റ്റഡ് ബോഡീസിന്റെ മോഷൻ പറയാണ്ട് കേട്ടോ. ഈ പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാ ചോദിക്കുക. പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാ ചോദിക്കുക. ആ ക്വസ്റ്റ്യൻ വരെ ഞാൻ അതാ പറഞ്ഞ മക്കളെ, ഞാൻ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അവിടെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എടുത്തു നോക്കിയോ, നിങ്ങൾ ഏത് പ്രീവിയസ് ഇയർ ബുക്ക് എടുത്തു നോക്കിയാലും നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ഈ ബോംബിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്തു നോക്കിക്കോ. ബോംബിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മിനിമം നിങ്ങൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്ക് ഒരു 5 തവണ ഈ സാധനം കാണാൻ പറ്റും. ഈ ബോംബ് 5 തവണ ഞാൻ പറയണത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ, വെറുതെ പറഞ്ഞല്ല, 5 തവണ നിങ്ങൾക്ക് ഈ ബോംബിന്റെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. റീകോൾ വെലോസിറ്റി ഓഫ് ഗൺ വളരെ താരതമ്യേന കുറവാണ്, എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, കാണാൻ പറ്റും. ഈ ഇമ്പൾസ് കണ്ടുപിടിക്കണ മറ്റേ ചെരിഞ്ഞിക്കണ പ്രോബ്ലം അല്ലേ, ചെരിഞ്ഞിട്ട് ഒരു വോളും തട്ടി തിരിച്ചു വരുന്നത്. ആ ചെരിഞ്ഞ ഒരു വോളും തട്ടി തിരിച്ചു വരുന്ന പ്രോബ്ലം 3 തവണ കാണാൻ പറ്റും. നീറ്റിനെ പറഞ്ഞിട്ടാ സാറ്, നീറ്റിനെ പറഞ്ഞ 3 തവണ എന്ത് ചെയ്തിട്ടുണ്ടാവും, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ ഒരു വോളും നേരെ തട്ടി തിരിച്ചു വരുന്നത് അത് നിങ്ങൾക്ക് 2 തവണ മിനിമം കാണാൻ പറ്റും. ആ ട്രയാങ്കിള് നെറ്റ് ഫോഴ്സ്, ആ ട്രയാങ്കിളുടെ ഇത് വരുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 തവണ കാണാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞു തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റും. അത് തന്നെ വീണ്ടും ചോദിക്കുള്ളൂ കേട്ടോ. പിന്നെ അതിന്റെ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ അവർ വരുത്തും. അത് നിങ്ങളായിട്ട് എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ആ മാറ്റങ്ങൾ എനിക്കറിയാമെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങിച്ചു കൊടുക്കില്ലേ കേട്ടോ. ആ മാറ്റങ്ങൾ നിങ്ങളായിട്ട് ഉണ്ടാക്കേണ്ടതാണ്. നമുക്കറിയില്ല അത് എങ്ങനെയാ വരിക. മാറ്റങ്ങൾ ചെറുതായിരിക്കും, പറഞ്ഞു തരുന്ന ചെറിയ മാറ്റങ്ങളായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അത്രയും സിമ്പിൾ ആണത്. നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടാണെന്നൊന്നും വിചാരിക്കല്ലേ കേട്ടോ. ഇനി ലോസ് ഓഫ് മോഷൻ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം മക്കളെ, കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇപ്പൊ ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്സ്? യെസ്, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലോസ് ഓഫ് മോഷൻ തീർക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ് വരെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി പഠിച്ചിട്ട് പ്രോബ്ലംസ് പറ്റാവുന്നൊക്കെ ചെയ്ത് നോക്കി. സംശയമുണ്ടെങ്കിൽ വല്ല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞാൻ ആ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, ആ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്ത് ഇന്ന ആളാന്ന് പറഞ്ഞ് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് തിരിച്ച് സെൻഡ് ചെയ്യും കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കി വെക്കുക, പ്രോബ്ലം ചെയ്യുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പൊ അതുവരെ എല്ലാവരും എന്ത് ചെയ്യാം, വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, ഇത് പഠിക്കുക. ഓക്കെ, അപ്പൊ ബൈ.